തൊണ്ടയ്ക്ക് നല്ല സുഖമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഇന്നലെ ലൈവായിട്ട് വരാതിരുന്നത്. പ്രശ്നമില്ല, ഇനിയിപ്പോൾ ഒരു ദിവസം ഞാനില്ലെങ്കിലും എൻ്റെ കുറവ് നികത്താൻ മുൻ അയ്യൂബ് മൗലവി ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ കൂടെ എനിക്കുണ്ട്. നമ്മൾ ഒറ്റക്കല്ല എന്നൊരു തോന്നൽ. ലാസ്റ്റ് ശബ്ദം കേൾക്കുന്നത് കുറവായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതൊന്ന് കറക്റ്റ് ചെയ്തോട്ടെ കേട്ടോ. ഒരു മിനിറ്റ്. ഇപ്പൊ വരാട്ടെ, ഇപ്പൊ വരാം. ഓക്കെ, ശബ്ദമൊക്കെ കേൾക്കാമെന്ന് വിചാരിക്കുന്നു. പറഞ്ഞു വന്നത്, തൊണ്ട ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു സുഹൃത്തായ ഒരു ഡോക്ടർ ലൈവ് കണ്ടതിന് ശേഷം എനിക്ക് മെസ്സേജ് അയച്ച് സനൂജ് പറഞ്ഞു ഒരു ദിവസമെങ്കിലും തൊണ്ടയ്ക്ക് റെസ്റ്റ് കൊടുത്തേ പറ്റൂ. അപ്പോൾ അതുകൊണ്ടാണ് തൊണ്ടയ്ക്ക് റെസ്റ്റ് കൊടുത്തത്. അന്നേ ദിവസം നമ്മൾ എഴുതിയത് എന്താണെന്ന് വെച്ചാൽ, സംവാദവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഒരു സംവാദ സാഹചര്യത്തിൽ അയ്യൂബ് മൗലവി എ ജബ്ബാർ മാഷ് സംവാദത്തിൻ്റെ ചില നീക്കുപോക്കുകൾ നടക്കുന്നു. അപ്പം അതുകൊണ്ട് നിസാർ വിരിപ്പാക്കിൽ എഴുതിയ എന്നെ സംബോധന ചെയ്തുകൊണ്ട് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിനുള്ള മറുപടി മിനിഞ്ഞാന്ന് തന്നെ തയ്യാറാക്കി അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ലൈവിൽ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ സമയം വരെയും അതിനോടുള്ള പ്രതികരണം, അതായത് സംവാദത്തിന് 8-ാം തീയതി നമ്മൾ ഡേറ്റ് തീരുമാനിക്കുകയും ഈ വരുന്ന ശനിയാഴ്ച കോഴിക്കോട് വെച്ചിട്ട് അതിൻ്റെ ബാക്കി സംവാദവുമായി ബന്ധപ്പെട്ട മറ്റു വ്യവസ്ഥകളും മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയും, അത് നിസാർ വിരിപ്പാക്കിൽ കോഴിക്കോടുകാരനാണ് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ തയ്യാറാണെന്ന് അറിയിക്കുകയും, ആ ശനിയാഴ്ച എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ മറ്റൊരു ദിവസം സജസ്റ്റ് ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഫേസ്ബുക്ക് പോസ്റ്റ് അവർ പറഞ്ഞതിന് പ്രകാരം എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇടുകയും അദ്ദേഹത്തെ മെൻഷൻ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്നെ പരാമർശിച്ചുകൊണ്ട് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ അതിൻ്റെ ലിങ്ക് മറുപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെയും പോസ്റ്റ് ചെയ്തിരുന്നു, ഇന്നും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നമ്മൾ മിനിഞ്ഞാന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ മെൻഷൻ ചെയ്തു. ഇന്നലെ അദ്ദേഹത്തിന് വാട്സപ്പിൽ അതിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തിരുന്നു. ഇന്ന് വീണ്ടും മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ് എന്നറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. വാട്സപ്പിൽ അദ്ദേഹത്തിന് പേഴ്സണൽ മെസ്സേജും അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സംവാദവുമായി ബന്ധപ്പെട്ട് ഉള്ളത്. അപ്പോൾ അവരുടെ പ്രതികരണത്തിന് വേണ്ടി തന്നെ നമ്മൾ കാത്തിരിക്കുകയാണ്. അതിനിടയിൽ സംവാദ വിഷയവുമായി ബന്ധപ്പെട്ട് ചില ശ്രദ്ധ തിരിക്കൽ നാടകങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മളതിലേക്ക് ഇപ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം സംവാദം പ്രഖ്യാപിച്ചതിന് ശേഷം മിനിഞ്ഞാന്ന് അയ്യൂബ് മൗലവിയുമായി ബന്ധപ്പെട്ട ഒരു ഇൻ്റർവ്യൂ UA ചാനലിൽ നടക്കുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും വാസ്തവ വിരുദ്ധമാണ്. പ്രത്യേകിച്ച് സംവാദം ഉണ്ടായതെങ്ങനെ, അല്ലെങ്കിൽ സംവാദത്തിലേക്ക് എത്തിയത് എങ്ങനെ എന്നതൊക്കെ അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിവില്ലാത്തതുകൊണ്ടായിരിക്കാം, മീൻസ് ആ കാര്യത്തെക്കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ടായിരിക്കാം. അതല്ലെങ്കിൽ അദ്ദേഹം മനഃപൂർവ്വം പറയുന്നതായിരിക്കാം. മനഃപൂർവ്വം പറയുകയാണ്, അദ്ദേഹം അറിഞ്ഞുകൊണ്ട് പറയുകയാണെങ്കിൽ അത് കളവാണ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഒരു സംവാദകനായതുകൊണ്ടും സംവാദത്തെക്കുറിച്ച് ചർച്ചയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരാളാണ് ഞാൻ എന്നുള്ളതുകൊണ്ടും അതിലേക്ക് കടന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് വാസ്തവവിരുദ്ധമാണ്. അതിനെ തുടർന്ന് ഇന്നലെ നടന്ന ആ ചർച്ചയിൽ വളരെ രസകരമായിട്ടുള്ള ചില ആർഗ്യുമെൻറ്റ്സ് ഒക്കെ കേട്ടു. ജബ്ബാർ മാഷ്ടെ ഖുർആൻ ക്ലാസ് ആണ് അവരുടെ ഒരു പ്രശ്നം എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്.
അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ കുറേ കാര്യങ്ങൾ ആലോചിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് കുറച്ച് ദിവസമായിട്ട് പറയണമെന്ന് വിചാരിക്കുന്ന എൻ്റെ ശ്രദ്ധയിൽ കുറച്ചധികം നാളുകളായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് സമയം എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കുറച്ച് എൻ്റെ അറിവ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുക. എൻ്റെ അറിവ് മീൻസ് ചില കാര്യത്തിലുള്ള എൻ്റെ നിരീക്ഷണങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടേതായ തരത്തിൽ നിങ്ങൾക്ക് പരിശോധിക്കുകയും അതിൻ്റെ വാസ്തവം എന്താണ് എന്ന് അന്വേഷിക്കാവുന്നതും ആണ്. ഞാനിപ്പോൾ ഇത് പറയാനുണ്ടായ ഒരു സാഹചര്യം, പ്രത്യേക സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, വിസ്ഡം ഡയലോഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയുടെ പ്രൊമോഷൻ വീഡിയോ പ്രകാരമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ പരിപാടിയിൽ തന്നെയുള്ള ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് കേൾക്കാനിടയായി. അതിൽ അവരുടെ ഒരു വലിയ വീരവാദം, വിസ്ഡം ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ഡയലോഗ് എന്ന് പറയുന്ന പരമ്പര തുടങ്ങിയതിന് ശേഷം ഇസ്ലാം മത വിമർശകർ ആകെ അങ്കലാപ്പിലായി എന്നും മതവിരുദ്ധർ അല്ലെങ്കിൽ ഇസ്ലാം വിരുദ്ധർ അവർ രണ്ട് ചേരിയിലായി അവരെ പിളർപ്പിലേക്ക് കൊണ്ടെത്തിച്ചു എന്നൊക്കെയുള്ള ഒരു വീരവാദം കേട്ട സമയത്ത്, അതായത് വിസ്ഡം ഗ്രൂപ്പുകാർ ഉണ്ടാക്കിയ ആശയക്കുഴപ്പത്തിൽപ്പെട്ട് സ്വതന്ത്ര ചിന്തകർക്കിടയിൽ അഭിപ്രായ ഭിന്നതയും അവരുടെ ഗ്രൂപ്പിസവും ഒക്കെ തലപൊക്കി എന്ന, എല്ലാത്തിൻ്റെയും പിന്നിൽ ഈ ഉത്തരം താങ്ങുന്ന പല്ലിയാണ് എന്ന ചില വലിയ വാദങ്ങളൊക്കെ കേട്ടു. ഗീർവാണം എന്നാണ് നമ്മളതിന് പറയാം. അപ്പോൾ അത് പോട്ടെ, അത് കേട്ടു. അപ്പം ഞാൻ എന്താണ് ഇവരുടെ അവസ്ഥ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. വിസ്ഡം വിഭാഗത്തിൽപ്പെട്ട മുജാഹിദുകളായിട്ടുള്ള ആളുകൾക്കാണ് ഇസ്ലാം മത വിമർശകരെ കാണുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചിലും അസഹനീയതയും അസഹിഷ്ണുതയും ആക്രോശവും വെല്ലുവിളിയും അങ്ങനെ തുടങ്ങിയിട്ടുള്ള കലാപരിപാടികളൊക്കെ. അത്തരം ചില പ്രത്യേക മനോവികാരങ്ങൾ പൊതുവിൽ പങ്കുവെക്കുന്ന 2-3 വിഭാഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം വഹാബികളാണ്. ആ വഹാബികളിൽ തന്നെ നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി, അതേപോലെ റഫീഖ് സലഫിയൊക്കെ അതിൽ പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ കുറച്ച് ആളുകൾ, മുജാഹിദ് ബാലുശ്ശേരി, അതേപോലെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ നമ്മുടെ എന്താ പറയുക CP സലീം എന്ന് പറയുന്ന അബ്ദുള്ള ബാസിലിൻ്റെ ഒക്കെ പിതാവായിട്ടുള്ള ആള് അബ്ദുള്ള ബാസിലിൻ്റെ സഹോദരൻ ഹിലാല്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള UA എന്ന് പറയുന്ന പുതിയൊരു കുട്ടികൾ, ഡയലോഗ്, വിസ്ഡം, ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ഹാലിളകി നടക്കുന്ന, ഹാലിളകുക എന്ന് പറഞ്ഞാൽ ജതുബളുക എന്നൊക്കെ നമ്മൾ പറയും. അത് CM-നെ കുറിച്ചാണ് സാധാരണ വിശ്വാസികൾ പറയാം, ജതുബളുകി നടക്കുക. അപ്പോൾ അങ്ങനെ ജതുബളി നടക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് വാസ്തവത്തിൽ ഇസ്ലാം മത വിമർശകർ ശക്തമായ ഇസ്ലാം മത വിമർശനം, ശരിയായ ദിശയിലുള്ള ഇസ്ലാം മത വിമർശനം, മറ്റവർ പറയുന്ന ഈ വിഭാഗീയത എന്ന് പറയുന്നതിനകത്ത് ആശയപരമായ അല്ലെങ്കിൽ ചിന്താപരമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് സ്വീകരിക്കുന്ന വഴികൾ, ശൈലികൾ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങളിൽ സുന്നികളും മുജാഹിദുകളും ജമാഅത്ത് ഇസ്ലാമിയൊക്കെ ഉള്ളതുപോലെ സ്വതന്ത്ര ചിന്ത കൂടുതൽ ആളുകളിലേക്ക് വ്യാപിക്കുകയും ഓരോ ആളുകളുടെയും രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, ഓരോ വിഷയത്തിലുള്ള നിലപാടുകൾ, സ്വീകരിക്കേണ്ട രീതി, ശൈലി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും അവരവരുടെ അഭിപ്രായങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് എടുത്തിട്ടുള്ള ഒരു സമീപനം, ഞാൻ വ്യക്തിപരമായിട്ട് എടുത്തിട്ടുള്ള സമീപനം, പ്രത്യേകിച്ച് വലിയ കൂട്ടവും കൂട്ടായ്മയും എന്നതിൻ്റെ ഒക്കെ രാഷ്ട്രീയ അപകടങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നമ്മൾ സ്വതസിദ്ധമായ നമ്മുടെ ഒരു ശൈലിയിൽ നമ്മളുടെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഏറ്റവും മാന്യമായ രീതിയിൽ ഇസ്ലാമിനെ തുറന്നു കാണിക്കുകയും ഇസ്ലാമിൻ്റെ അവകാശവാദങ്ങളും പൊള്ളത്തരങ്ങളും പൊതുജനങ്ങളുടെ ഇടയിൽ ചോദ്യമായിട്ട് വെക്കുകയും അതേപോലെ തന്നെ ഇസ്ലാം പ്രബോധകരും പ്രചാരകരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയ വലിയ അവകാശവാദങ്ങളെ അഡ്രസ്സ് ചെയ്യുകയും അവരുടെ പ്രഭാഷണങ്ങളെ റിയാക്ട് ചെയ്യുകയും, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കഴിഞ്ഞ 1.5-2 വർഷത്തോളമായിട്ട് ഞാൻ കാര്യമായിട്ട് ചെയ്യുന്നത് മതപ്രഭാഷകർ നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങളെ പരിശോധിക്കുകയാണ്. അവർ പറയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം വസ്തുതയുണ്ട്, അതിൻ്റെ ശരി എന്താണ്, അതിലവർ കളവ് പറയുന്നുണ്ടോ, അവരാളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടോ, അവർ കാലത്തിനൊത്ത് ഇസ്ലാമിനെ പരിഷ്കരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ, ഇവർ കിതാബ് മറച്ചു വെക്കുന്നുണ്ടോ, ഇപ്പോഴുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. അതിൽ തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കുറച്ചുകൂടി ഇസ്ലാം എന്ന് പറയുന്ന ഈ മതത്തിൻ്റെ സാമൂഹിക വിഷയങ്ങളിലുള്ള ഇടപെടലുകളും അതുമായി ബന്ധപ്പെടുത്തി ഈ പൊതുജനങ്ങളുടെ ഇടയിൽ ഇവർ പറയുന്ന കാര്യങ്ങളും പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ഇസ്ലാം മത വിമർശനം എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ കളവുണ്ട്, തെറ്റുണ്ട്,
എന്നൊക്കെ പറഞ്ഞിട്ട്, കളവുകൾ പൊളിക്കുന്ന സീരീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്ക് മറുപടി പറയും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ, നിങ്ങൾക്കറിയാലോ കഴിഞ്ഞ 3 വർഷം 4 വർഷമായിട്ട് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാം മത വിമർശനങ്ങളിൽ ഏത് വസ്തുതക്കാണ് ഇവർ മറുപടി പറഞ്ഞിട്ടുള്ളത്? മറുപടി പറയാൻ ഇവരാകെ ശ്രമിച്ചത് ഒരു ഉറുമ്പും കൂടാണ്, ഒരു തോട്ടമാണ്. ഈ 2 കാര്യം തീരുമാനമായി കിടക്കുകയാണ്. അപ്പോൾ ഉറുമ്പിൻ കൂടും തോട്ടവും തീരുമാനമായതിൻ്റെ പശ്ചാത്തലത്തിൽ സൂറത്തു തൗബയുടെ വിഷയത്തിലും അതേപോലെ സ്ത്രീകളുടെ വിവാഹമോചന അവകാശത്തിൻ്റെ പ്രശ്നത്തിലും മക്കക്കാരുടെയും ഇസ്ലാമിൻ്റെയും സഹിഷ്ണുതകൾ തമ്മിലുള്ള താരതമ്യത്തിലും പെട്ടുകിടക്കുന്ന ഈ UA ടീം അതിൽ നിന്ന് ശ്രദ്ധ മാറ്റിവിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുതിയ കോലാഹലങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ, നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല, EM ജബ്ബാർ MM അക്ബർ സംവാദത്തോടു കൂടി ജബ്ബാർ മാഷിന്റെ കഥ കഴിഞ്ഞു, ജബ്ബാർ മാഷ് ആഴക്കടലിൽ മുക്കി വെള്ളം കുടിച്ചു എന്നൊക്കെ പറയുന്ന വിശ്വാസികൾ, തക്ബീർ വിളിക്കുന്ന വിശ്വാസികൾ, നിങ്ങൾ ഒന്ന് മനസാന്നിധ്യം വീണ്ടെടുത്ത് സ്വസ്ഥമായ മനസ്സോടുകൂടി, എന്തും നേരിടാനുള്ള മനക്കട്ടിയോടുകൂടി, തയ്യാറെടുപ്പോടുകൂടി നിങ്ങൾ ഇൻ്റർനെറ്റിൽ നമ്മുടെ MM അക്ബർ സാഹിബ് കഴിഞ്ഞ 2 പതിറ്റാണ്ടിലധികമായി കേരളക്കരയിൽ നടത്തി വന്നിരുന്ന സ്നേഹസംവാദത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് പോയി നോക്കുക. ആരെങ്കിലും എറണാകുളം ഭാഗത്തുണ്ടെങ്കിൽ ആലപ്പുഴ ഭാഗത്തേക്ക് പോകുമ്പോൾ വൈറ്റ്ല ജംഗ്ഷൻ കഴിഞ്ഞ ഉടൻ ഇടത് സൈഡിലുള്ള വൈറ്റ്ല സലഫി മസ്ജിദിൻ്റെ ഓരത്തായി പ്രവർത്തിച്ചിരുന്ന MM അക്ബർ സാഹിബിൻ്റെ കേരളത്തിലെ മതപ്രബോധനത്തിൻ്റെ കേന്ദ്രമായിരുന്ന, ഞാനൊക്കെ ദഴവ ബുക്സിൽ പോയിട്ട് കുറേ പുസ്തകങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ അഡ്രസ്സ് ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കാം. കേരളത്തിൽ ഈ മതഗ്രന്ഥം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഇസ്ലാം വിമർശകനെയും നേരിടാമെന്ന ആത്മവിശ്വാസം പറഞ്ഞുകൊണ്ട് ദഅവ വർക്ക്ഷോപ്പുകൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അഹമ്മദ് ദീദാത്തിൻ്റെയും സാക്കിർ നായിക്കിൻ്റെയും MM അക്ബറിൻ്റെയൊക്കെ വീഡിയോകൾ കേട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതര മതസ്ഥരായിട്ടുള്ള ആളുകളുടെ മുന്നിൽ പോയി ഇസ്ലാമിനെ പരിചയപ്പെടുത്തുകയും ഇസ്ലാമിലേക്ക് കോളേജിൽ പഠിക്കുന്ന കുട്ടികളെയും കൂടെ പഠിക്കുന്ന ചെറിയ LP സ്കൂളിൽ UP സ്കൂളിലെ കുട്ടികൾക്ക് വരെ എങ്ങനെയാണ് മതപരിവർത്തനം നടത്തേണ്ടത് എന്ന് ക്ലാസ് എടുക്കുന്ന സ്കൂളുകൾ വരെ തുടങ്ങിയ നിച്ച് ഓഫ് ട്രൂത്തിൻ്റെയും MM അക്ബറിൻ്റെ ദഅവ പ്രവർത്തനത്തിൻ്റെയും സ്നേഹസംവാദം എന്ന തരികിട പരിപാടിയുടെയും പൊടി പോലും കണ്ടുപിടിക്കാനില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞു വെച്ചാൽ, നുണ പറഞ്ഞ് ഏകപക്ഷീയമായി നുണ പറഞ്ഞ് നടക്കുന്ന കാലത്ത് വലിയ തട്ടും തടയുമില്ലാതെ പോയിരുന്ന MM അക്ബറിൻ്റെ ദഅവ ബിസിനസ് കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് പൂട്ടിക്കെട്ടിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് പറഞ്ഞത്. അത് ആരുടെയെങ്കിലും ഒരാളുടെ നേട്ടമായിട്ട് പറയാനോ ഞാനാണ് അതിൻ്റെ ആള് എന്ന് പറയാനോ അല്ല. കേരളത്തിൻ്റെ പൊതുവിലുള്ള സാമൂഹ്യ സാഹചര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെ വിഴുങ്ങണ്ട, നിങ്ങൾ പോയി അന്വേഷിക്കാം. നിച്ച് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഈ സ്ഥാപനം KNM-മായി ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞു വന്ന ദഅവ ബിസിനസ്, ആ ദഅവ ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അമരക്കാരൻ MM അക്ബറും അതിൻ്റെ ഇൻവെസ്റ്ററായിട്ടുള്ള വേറെ ഒരാളും ഇത് നല്ല രീതിയിൽ ഇതര മതസ്ഥരുടെ ഗ്രന്ഥങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് അവരുടെ പുരോഹിതന്മാരെയൊക്കെ വേദിയിലേക്ക് വിളിച്ചുകൊണ്ട് സ്നേഹസംവാദം എന്ന പേരും വെച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റു മതങ്ങളെ മോശമായി ചിത്രീകരിച്ച് ഇസ്ലാം മാത്രമാണ് ശരി എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് വന്നാൽ മാത്രമേ സ്വർഗം കിട്ടൂ എന്ന് പറഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്ന സാമൂഹികമായ ഒരു ജീവിതാന്തരീക്ഷം തകർത്ത് കളയാൻ വേണ്ടി രാവും പകലും പണിയെടുത്ത ഒരു ദഅവ കച്ചവട സ്ഥാപനത്തിൻ്റെ അടിവേരിളകിയിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രം ഇന്ന് അടച്ചുപൂട്ടലിൻ്റെ ഭീഷണിയിലാണ്. കാര്യമായ ഒരു ആക്ടിവിറ്റിയും നിച്ച് ഓഫ് ട്രൂത്തുമായി ബന്ധപ്പെട്ട് MM അക്ബർ നടത്തുന്നില്ല. MM അക്ബറിൻ്റെ ദഅവ പദ്ധതിയായിരുന്ന നിച്ച് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് മടക്കിക്കെട്ടാൻ കാരണമായത്, ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായത് 2021 ജനുവരി മാസത്തിൽ നടന്ന സംവാദമായിരുന്നു എന്ന് ഓരോ വിശ്വാസിയും മനസ്സാന്നിധ്യം വീണ്ടെടുത്തുകൊണ്ട് ആ ഒരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാവുക. ഇത് നന്നായിട്ട് അറിയാവുന്നത്, നമ്മൾക്ക് ആർക്കും അറിയാത്ത ഈ കാര്യം നന്നായിട്ട് അറിയാവുന്നത് ആർക്കാണ്? വഹാബികൾക്കാണ്, സലഫികൾക്കാണ്. അതിനുശേഷം വീണ്ടും ചില പ്രശ്നങ്ങൾ അവർക്കിടയിലുണ്ടായി. ഇവർ പറയുന്നത് കേട്ടാത്തൊന്നും വഹാബി പ്രസ്ഥാനം ഒറ്റക്കെട്ടായിട്ട് ഇസ്ലാമിക ദഅവത്തും ഇസ്ലാഹിയത്തുമായിട്ട് പോവുകയാണെന്ന്.
നിങ്ങൾ അന്വേഷിക്കുക. ഞാൻ പറയുന്നതൊന്നും നിങ്ങൾ വിശ്വസിക്കണ്ട. ഞാനൊരു ബിസിനസ്സുകാരനാണ്. എന്നെ സംബന്ധിച്ച് ഒരു ബിസിനസ് എങ്ങനെയാണ് തകരുമ്പോൾ ഒരു ബിസിനസ് ഓണർക്ക് ഉണ്ടാകുന്ന വിഷമം, നഷ്ടം, പ്രയാസം, ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ള ആളാണ്. ഒരാളുടെ ബിസിനസ് തകരുമ്പോൾ അതിൽ ഒരു കാരണവശാലും സന്തോഷിക്കാൻ പാടില്ലാത്ത ആളാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, കേരളത്തിലെ മനുഷ്യരുടെ സമാധാനവും സ്വസ്ഥതയും സന്തോഷവും പാരസ്പര്യവും നശിപ്പിക്കാൻ വേണ്ടി രംഗപ്രവേശം ചെയ്ത ഇസ്ലാഹിയത്തെന്നും ദഅവത്തെന്നും ജിഹാദെന്നും പറഞ്ഞ് കേരളക്കരയിൽ ഇളക്കി മറിച്ച് നടന്നിരുന്ന ദഅവാ സ്ഥാപനത്തിലെ ഏറ്റവും പ്രധാനമായ കേരളത്തിൽ നിന്ന് ഇന്ത്യയുടെ പുറത്തേക്കുള്ള സായുധ ഇസ്ലാമിക സംഘങ്ങളിലേക്ക് വരെ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിലേക്ക് വരെ കണക്ട് ചെയ്യപ്പെട്ട ആ നിലവാരത്തിലേക്ക് പ്യുവർ ഇസ്ലാം പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ഒരു സ്ഥാപനം, അതിൻ്റെ അമരക്കാരനായിരുന്ന എം അക്ബർ സാഹിബ്, ആ സ്ഥാപനത്തിൻ്റെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ അറിയിക്കാൻ. നിങ്ങൾ ആരും ഈ സംഭവങ്ങൾ ഒരുപക്ഷെ അറിഞ്ഞു കാണില്ല. ആരെങ്കിലും ആ ഭാഗത്തൂടെ പോകുമ്പോൾ കയറി നോക്കിയാൽ മതി. അപ്പം ആ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി. വാസ്തവത്തിൽ ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്തു തുടങ്ങുന്ന സമയത്ത് ഞാൻ എം അക്ബറിൻ്റെ പുതിയ വീഡിയോകൾ റിയാക്ട് ചെയ്യണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് പറ്റുന്ന വലിയ ഒരു റിസോഴ്സ് ആയിട്ടായിരുന്നു ഞാൻ അതിനെ കണ്ടിരുന്നത്. കാരണം എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു റോ മെറ്റീരിയൽ ആയിരുന്നു എം അക്ബറിൻ്റെ വീഡിയോകൾ. പക്ഷെ നിങ്ങൾ നോക്കൂ, എൻ്റെ ബിസിനസ്, എൻ്റെ ഈ കച്ചവടത്തെ കൂടി പൊളിച്ചെടുക്കുക എന്ന ഈ കച്ചവടത്തെ കൂടി അത് ബാധിക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ എൻ്റെ വിഷമം മനസ്സിലാക്കണം. എം അക്ബറിൻ്റെ ബിസിനസ്സിൻ്റെ അത്രയും വാല്യൂ ഇല്ലെങ്കിലും ചെറിയൊരു ചാനൽ വെച്ച് ചെറിയൊരു മുറിക്കകർത്തിരുന്ന് ചെറിയൊരു മനുഷ്യൻ ചെറിയ പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവർ വ്യാപിപ്പിക്കുന്ന ഇസ്ലാം പൊളിച്ചു വെക്കുന്ന പരിപാടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഞാൻ എം അക്ബറിൻ്റെ എന്തോന്ന് വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യും? നിങ്ങൾ എൻ്റെ വിഷമം മനസ്സിലാക്കണം. അപ്പോൾ പണ്ട് ഈ KNM അവരുടെ കസ്റ്റഡിയിൽ എന്ന് പറയാൻ പറ്റില്ല, അവരുടെ ഒത്താശയോട് കൂടി നടന്നിരുന്ന ഒരു പരിപാടിയാണ് ഈ പറയപ്പെടുന്ന നിച്ച് ഓഫ് ട്രൂത്ത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മുജാഹിദ് ബാലുശ്ശേരിയും അതേപോലെ വേറെ കുറച്ച് ആളുകളും നമ്മുടെ ഹുസൈൻ സലഫിയും ഒക്കെ അടങ്ങുന്ന വേറെ ഒരു സംഘം വിസ്ഡം ഗ്രൂപ്പായിട്ട് പിരിഞ്ഞു പോകുന്നത്. അതും കേരളത്തിൽ നിന്നുള്ള തീവ്രവാദ ബന്ധമുള്ള കേസുകൾ ഉണ്ടാവലും അക്ബർ സാഹിബിൻ്റെ അതേപോലെ ഈ പീസ് സ്കൂളിനെ തള്ളി പറയുന്ന ഘട്ടവും അക്ബർ ആരാ, മുജാഹിദോ ജമാഅത്തോ എന്നൊക്കെ ചോദിച്ചിരുന്ന മുജാഹിദ് പണ്ഡിതന്മാരെയും പീസ് സ്കൂളുമായിട്ട് മുജാഹിദ് സംഘങ്ങൾക്ക് യാതൊരു ബന്ധമില്ല, നിച്ച് ഓഫ് ട്രൂത്ത് ഇസ്ലാമുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകളെയൊക്കെ നിങ്ങളിപ്പോൾ ഓർക്കാൻ പറ്റുന്ന ആളുകൾ ഓർത്തെടുക്കുക. എന്തായാലും കേരളക്കര കുട്ടിച്ചോറാക്കാവുന്നതിൻ്റെ പരമാവധി അക്ബർ ചെയ്തു. നാട്ടുകാരുടെ ഇടയിലൊക്കെ ഇസ്ലാമിനെ കുറിച്ച് നല്ല മതിപ്പുണ്ടാക്കാൻ ഇടയായി. മിണ്ടാതെ ഒരു ഭാഗത്ത് അവരവരുടെ മതപ്രബോധനമായിട്ട് പോയിരുന്ന ക്രിസ്ത്യൻ മിഷണറിമാരെയും പാതിരിമാരെയും ഒക്കെ ഇസ്ലാമിൻ്റെ നെറുകന്തല മാന്തി പൊളിക്കുന്നതിലേക്കും മുഹമ്മദിൻ്റെ പഴങ്കഥകൾ, ചീഞ്ഞു നാറിയ പഴങ്കഥകൾ വലിച്ചു പുറത്തെടുക്കുന്ന അവസ്ഥയിലേക്ക് അവരെയും കൊണ്ടെത്തിച്ചു. ഇതര മതസ്ഥർ പല സ്വാമിമാരെയും സ്റ്റേജിൽ കൊണ്ടുയിരുത്തിയിട്ട് കണാകുണ പറഞ്ഞ് അവരുടെ വേദങ്ങളെ ഇവർ വ്യാഖ്യാനിച്ചിട്ട്, ഏത് വേദങ്ങളെ? അറബി അറിയാത്ത ജബ്ബാർ മാഷ് ഖുർആൻ ക്ലാസ് എടുക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ച് അന്തിച്ചർച്ച നടത്തുന്ന ഇവരുടെ നേതാക്കന്മാർ, അറബിയും അറിയൂലാത്ത ആളുകൾ അറബി പഠിപ്പിക്കാൻ വേണ്ടി കൂലിക്കാളെ വെച്ചിട്ടാണ് എം അക്ബറിനെ പോലെയുള്ള ആൾക്കാർ പ്രബോധനം നടത്തുക. എന്നിട്ട് അവരാണ് ജബ്ബാർ മാഷിന് അറബി അറിയോ, അറബി തിരിയോ എന്ന് ചോദിക്കുന്നത്. അത് പോട്ടെ, അത് അവരുടെ വിഷയം. നമുക്കങ്ങനെ അറബി തിരിയണമെന്ന് നിർബന്ധമൊന്നുമില്ല, പ്രചരിപ്പിക്കാനും വിശ്വസിക്കാനും വിമർശിക്കാനും. അതാണ് എൻ്റെ നിലപാട്. ഞാൻ ഈ സംവാദം കഴിഞ്ഞ ഉടൻ, അതായത് അത് ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജബ്ബാർ മാഷ് സംവാദവേദി വിട്ടിറങ്ങുന്ന സമയത്ത് തന്നെ ജബ്ബാർ മാഷോട് ഞാൻ പറഞ്ഞിരുന്നു, ഇതൊരു സ്ലോ പോയിസൺ. ആ ഒരു വാക്ക് ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കില്ല. പക്ഷെ ആ സംവാദം കേട്ടിട്ട് പലരും വിചാരിച്ചു ജബ്ബാർ മാഷ് തോറ്റു, അടി പതറി എന്നൊക്കെ വിശ്വാസികൾ ഇങ്ങനെ ഊറ്റം കൊണ്ടു. പക്ഷെ നിങ്ങൾക്കറിയോ, എം അക്ബർ ആ സംവാദവേദിയിൽ ഖുർആനിൽ കാണിച്ച കൃത്രിമമാണ് വാസ്തവത്തിൽ നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ അടിവേര് മന്തിയത്.
അക്ബറിന് ഇസ്ലാം മത പ്രബോധനം എന്ന പേരിൽ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റാത്ത അക്ബറിന്റെ ക്രെഡിബിലിറ്റി മൊത്തം തകർന്നു പോയത്. അതായത് ഇതൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികളുണ്ട്. അവർ അക്ബർ കാണിച്ച കൃത്രിമം കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അക്ബർ കൃത്യമായിട്ട് ദഅവത്തും ഈ സംവാദമൊക്കെ ഒരു ബിസിനസ് ആയിട്ടാണ് കാണുന്നത് എന്ന് തിരിച്ചറിയുകയും ചെയ്ത ആളുകളിൽ നിന്നുള്ള പ്രതികരണത്തിന്റെ ഭാഗമായിട്ടാണ് അക്ബറിന് ഇപ്പം സ്നേഹസംവാദവും വേണ്ട, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന ഇടപാടും വേണ്ട, ദഅവത്തിന്റെ കൂലിയും വേണ്ട. നിങ്ങൾക്കറിയോ 2 വർഷമായിട്ട് ദഅവ വർക്ക്ഷോപ്പുകൾ നടക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി രഹസ്യമായിട്ട് അവിടെ നടക്കേണ്ട അറിയില്ല. ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ദഅവ വർക്ക്ഷോപ്പുകളുടെ പരസ്യം ചെയ്യുകയും എങ്ങനെയാണ് ഇതര മതസ്ഥർക്കിടയിൽ ഇസ്ലാം പ്രചരിപ്പിക്കേണ്ടത് എന്നതിന് അക്ബർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകമായി പരിശീലനം കൊടുക്കുന്ന കളരികൾ പ്രവർത്തിച്ചിരുന്നു കേരളത്തിൽ. അത്തരം ദഅവ വർക്ക്ഷോപ്പുകൾ ഇപ്പോൾ നിന്നുപോയിട്ടുണ്ട്. കാര്യമായ കച്ചവടം നടക്കുന്നില്ല. ഏറ്റവും അവസാനത്തെ ശ്രമമായിട്ട് അക്ബറിന്റെ ഭാഗത്ത് നിന്ന് കണ്ടത് ദഅവ ബുക്സിനെ സപ്പോർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു പരിപാടി എന്ന നിലക്ക് നിരന്തരമായിട്ട് വലിയ എമൗണ്ടിന് പുസ്തകം വാങ്ങി സഹായിക്കാൻ ഉള്ള ഒരു ആഹ്വാനമൊക്കെ. സംവാദം കഴിഞ്ഞത് മുതൽ അക്ബർ നിലം തൊട്ടിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. അദ്ദേഹത്തിന്റെ ദഅവ പ്രസ്ഥാനം അടച്ചുപൂട്ടി. ഉണ്ടായിരുന്ന സാധനം പിടിയും വലിയുമായി 2-3 വിഭാഗമായി. നിച്ച് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന അക്ബറിന്റെ സ്വപ്ന പദ്ധതി വിസ്ഡം ഗ്രൂപ്പുകാർ തട്ടിയെടുത്തു. അല്ലെങ്കിൽ അതിന് കോപ്പി ക്യാറ്റ് വേറെ സംഭവം ഉണ്ടാക്കി. അക്ബറിന് പുറത്തിറങ്ങാൻ പറ്റാതെയായി. നിച്ച് ഓഫ് ട്രൂത്തിന് പകരം സ്ഥാപനങ്ങൾ ഉണ്ടായി. നിങ്ങൾക്കറിയോ അക്ബറിന്റെ കച്ചവടം പൂട്ടിയതറിഞ്ഞ് അക്ബറിന്റെ സ്ഥാപനം പരിങ്ങലിലായതറിഞ്ഞ് ആ ഒരു വിടവിലേക്ക് തൻ്റെതായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടിക്കാനും സ്ഥാപനം ഉണ്ടാക്കാനും ദഅവത്തിന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കാനും അതൊരു ഫാമിലി ബിസിനസ് ആക്കി മാറ്റാനും ലക്ഷ്യം വെച്ചിറങ്ങിയ അഭിനവ ദാഴിയാണ് അബ്ദുള്ള ബാസിൽ. ഇത് ഞാൻ ഈ വിവരങ്ങളൊക്കെ മുഴുവനായിട്ട് അറിഞ്ഞിട്ട് പറഞ്ഞതല്ല. ആ വരത്തക്കോ നിത്തക്കോ ഒക്കെ കാണുമ്പോൾ നമുക്ക് അറിയാത്ത എന്താന്നുള്ളത്. ഇവിടെ കിടന്ന് നിലവിളിക്കാതെ എല്ലാവരും പോയിട്ട് അക്ബറിന്റെ ഫേസ്ബുക്ക് പേജും പ്രൊഫൈലും നിച്ച് ഓഫ് ട്രൂത്തിന്റെ വെബ്സൈറ്റും അതിൻ്റെ യൂട്യൂബ് ചാനലും അതിൻ്റെ ഫേസ്ബുക്ക് പേജും ഒക്കെ നിങ്ങൾ വെറുതെ പോയി നോക്ക് വിശ്വാസികള്. നീ ഇങ്ങനെ കരയല്ലേ എന്നാണ് എൻ്റെ നാളുടെ പേര്. ഇങ്ക്മാനോ ഒന്ന് പോയി നോക്ക് സുഹൃത്തെ, പോയി നോക്ക്. എന്താ കഥ? എന്താ നിച്ച് ഓഫ് ട്രൂത്തിന്റെ കഥ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്തുകൊണ്ടാണ് സംവാദം എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഇവരിങ്ങനെ ഹാലിളകുന്നത് എന്നും എന്തുകൊണ്ടാണ് എന്നെ പോലെയുള്ള ആളുകളോട് ഇവർ ഇത്രയും ആക്രോശത്തോടു കൂടിയും ശത്രുതാപരമായിട്ട് ഇവരെ ഇപ്പൊ തീർത്ത് കളഞ്ഞാലേ ശരിയാവുള്ളൂ എന്ന രീതിയിലൊക്കെ ഹാലിളകി നടക്കുന്നത് എന്നും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു സ്ഥാപനം അതിൻ്റെ ഏറ്റവും വലിയ പ്രതാപകാലത്ത് നിന്ന് മൂക്കും കുത്തി താഴെ വീണു, കച്ചവടം പൂട്ടി, സ്ഥാപനം അടച്ചുപൂട്ടുന്ന അവസ്ഥയിലേക്ക് എത്തി. നിച്ച് ഓഫ് ട്രൂത്തും അക്ബർ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ എൻ്റെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്, അക്ബറിന്റെ സ്നേഹസംവാദം കഴിഞ്ഞു. അക്ബറിന്റെ കേരളത്തിലെ ദഅവ പ്രവർത്തനം, ദഅവ ബിസിനസ് അവസാനിച്ചു എന്ന് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, വിശ്വാസിയായിരിക്കുന്ന ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയും വിശ്വാസത്തിൽ സംശയം ജനിക്കുന്ന ഘട്ടത്തിലുള്ള ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയും ഇത്തരം ഖുർആനിലും ഹദീസിലൊക്കെ കൃത്രിമം കാണിച്ചുകൊണ്ട് ഇസ്ലാമിനെ രക്ഷിക്കാനോ തങ്ങളുടെ സംഘടന മറ്റു സംഘടന മുകളിൽ ആധിപത്യം സ്ഥാപിക്കുന്നു, സംവാദത്തിൽ ജയിക്കുന്നു എന്നൊക്കെ വരുത്താനോ ശ്രമിക്കുന്ന പണ്ഡിതന്മാർ ഈ ദീനിൽ ഉണ്ടാക്കാൻ പോകുന്ന പരിക്കെന്താണെന്നതിനെ കുറിച്ച് എനിക്ക് കൃത്യമായ ധാരണയുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, എന്നെ ഇസ്ലാമിൽ നിന്നുള്ള പുറത്തേക്കുള്ള വഴി കാണിച്ചു തന്നത് ഒരു സുന്നിയും ഒരു മുജാഹിദും കൂടെ കൂടിയിട്ടാണ്. ആളുകളുടെ പേരുകൂടി പറഞ്ഞുതരാം. ഒന്ന് സാക്ഷാൽ ഹുസൈൻ സലഫിയാണ്, രണ്ടാമത്തത് സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. നല്ല കാലത്ത് ആയ കാലത്ത് റഹ്മത്തുള്ളാഹിൽ കാസിമിയുടെ വളരെ സുന്ദരമായ ഖുർആൻ ക്ലാസ്സുകൾ
അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ശൈലിയൊന്നുമല്ല കേട്ടോ, വളരെ എന്താ പറയുക ആകർഷണീയമായ രീതിയിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു സ്വസ്ഥമായ ജീവിതം നയിക്കാവുന്ന പരുവത്തിലുള്ള ഖുർആൻ ക്ലാസ്സുകളുമായിട്ട് റഹ്മത്തുള്ളാഹി അൽ ഖാസിമിയൊക്കെ രംഗത്തുണ്ടായിരുന്ന കാലത്ത് ഡോക്ടർ എം ബഷീർ മൗലവി എന്ന് പറയുന്ന ആളുടെ ഖുർആൻ ശാസ്ത്ര വിശദീകരണ വയലുകളൊക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ ഇടയ്ക്ക് തമാശയ്ക്ക് ഒരു രസത്തിന് KS മൗലവിയാൻ പാർട്ടിയുടെ ഇസ്ലാമിക ചരിത്ര കഥാപ്രസംഗ വേദികളുടെ എന്താ പറയുക അതിൻ്റെ ആ ഒരു ആരവത്തിലൊക്കെ അങ്ങനെ ജീവിച്ചിരുന്ന ഒരു കാലത്ത് ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും തീരുമാനിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ വഹാബി ആശയത്തിലേക്ക് എന്നെ ആകൃഷ്ടനാക്കാൻ വേണ്ടി എനിക്ക് നാദാപുരം ഖണ്ഡനം എന്ന് പറയുന്ന പരിപാടിയുടെ ഹുസൈൻ സലഫിയുടെ ചില വീഡിയോ കാസറ്റുകൾ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് തരികയാണ്. കാരണം ഞാൻ എൻ്റെ ബിസിനസ് ആവശ്യമായി താമസിക്കുന്ന പ്രദേശത്ത് ഇടയ്ക്ക് നിസ്കരിക്കാനുള്ള സമയത്തിന് എളുപ്പത്തിന് വേണ്ടി അവിടെ അടുത്തുള്ള മുജാഹിദ് പള്ളിയിൽ കയറി നമസ്കരിക്കുമായിരുന്നു. സുന്നി പള്ളി കുറച്ചുകൂടി ദൂരെയാണ്, നമ്മൾ പരമ്പരാഗതമായിട്ട് സുന്നി ഫാമിലിയാണ്, പക്ഷെ അടുത്തുള്ള പള്ളി ആവുമ്പം നമ്മൾ വഖത്തിന് നിസ്കരിക്കാൻ വേണ്ടി ജമാഅത്ത് നിസ്കരിക്കാൻ വേണ്ടി എളുപ്പത്തിന് പലപ്പോഴും മുജാഹിദ് പള്ളിയിലേക്ക് പോകും. അപ്പം അങ്ങനെ മുജാഹിദ് പള്ളിയിലേക്ക് ചെല്ലുന്ന ഒരാളെ കാണുമ്പോൾ മുജാഹിദ് ആശയക്കാരനാണോ എന്ന് ഉറപ്പില്ലാത്ത ഒരാളെ കാണുമ്പോൾ മുജാഹിദ് ആശയം നമ്മുടെ മനസ്സിൽ കുടിയിരുത്താൻ വേണ്ടി ചെറിയ ചെറിയ ലഘുലേഖകൾ, ചെറിയ CD കാസറ്റുകൾ, ചെറിയ ബുക്കുകൾ, ചില വാരികകൾ, മാസികകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് തരികയും പ്രത്യേകമായ സ്നേഹം നമ്മളോട് കാണിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ എനിക്ക് ഹുസൈൻ സലഫിയുടെ കുറേ വീഡിയോകൾ അടങ്ങുന്ന DVD-കളുടെ ഒരു സെറ്റ് കിട്ടി. കുറച്ചത് കേട്ടപ്പോൾ അതിലെനിക്ക് ചില ശരികളുണ്ട്, പക്ഷെ ചില സംശയങ്ങൾ തോന്നി. അപ്പം എന്നെ സംബന്ധിച്ച് അന്നും ഇന്നും എന്നും ഞാൻ സ്വീകരിക്കുന്ന ഒരു സമീപനം, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു തർക്കം മുന്നിൽ വന്നാൽ ആ തർക്കത്തിൻ്റെ ഇരുപക്ഷവും കേൾക്കുക എന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അന്ന് സുന്നിയാണ് എന്ന് വിചാരിച്ചിട്ട് അബ്ദുറഹ്മാൻ സഖാഫി പറയണതും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സുന്നി മൂല്യമാർ പറയണത് അങ്ങനെ വിഴുങ്ങല്ല. മുജാഹിദുകളല്ല എന്ന് വിചാരിച്ച് അവർ പറയണതൊക്കെ തെറ്റാണെന്ന് തീരുമാനിക്കില്ല, രണ്ടു പക്ഷവും കേൾക്കും. അങ്ങനെ ഹുസൈൻ സലഫിയുടെ മറുപക്ഷത്ത് നിന്നുകൊണ്ട് അബ്ദുറഹ്മാൻ സഖാഫി, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നടത്തിയുള്ള പ്രഭാഷണങ്ങൾ കേട്ടു. ഇത് കേട്ടപ്പോഴാണ് ഇത് കേൾക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇരുന്ന് കേൾക്കല്ല കേട്ടോ, മാസങ്ങൾ നീണ്ട ഈ കേൾക്കലും ആലോചിക്കലും ഇവർ പറയുന്ന കാര്യങ്ങൾ റെഫറൻസ് നോക്കലും ഒക്കെ ആയിട്ട് ഒരു 3-4 മാസത്തെ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവരുടെ വാദം ജയിക്കാൻ ഇവർ എന്ത് നുണയും പറയും. അതായത് ഒരേ ഖുർആനും ഒരേ ഹദീസും വെച്ചുകൊണ്ട് വിശ്വാസികളായ മനുഷ്യരുടെ മുമ്പിൽ സുന്നി മുജാഹിദ് തർക്കത്തിനെ മുൻനിർത്തിയിട്ട് സുന്നിയെ ജയിക്കാൻ വേണ്ടി ഖുർആനിൽ കൃത്രിമം കാണിക്കുന്ന സലഫികളെ, ഖുർആനിൻ്റെ അർത്ഥം മാറ്റി പറയുന്ന സുന്നികളെ കോട്ടിമാട്ടുക എന്ന വാക്ക് ഞാൻ പഠിച്ചത് അവിടുന്നാണ്. ഈ സുന്നി മുജാഹിദ് തർക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇവരുടെ ഒരു പരിപാടിയാണ് കോട്ടിമാട്ടുക, ക്ലിപ്പ് ചെയ്യുക, ക്ലിപ്പ് കട്ട് ചെയ്യുക. ഈ അബ്ദുള്ള ബാസിലും സംഘവും ഒക്കെ കാണിക്കുന്ന 5 സെക്കൻഡ് 8 സെക്കൻഡ് 10 സെക്കൻഡ് ക്ലിപ്പ് എടുത്തിട്ട് അത് മറിച്ചും തിരിച്ചും കേൾപ്പിച്ചിട്ട് വേറൊരു ഭാഗത്ത് പറഞ്ഞതുമായി ചേർത്ത് വെച്ചിട്ടുള്ള കൃത്രിമ ക്ലിപ്പിങ്ങുകൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് സുന്നിയും AP സുന്നികളും മുജാഹിദുകളും തമ്മിൽ നടക്കുന്ന സംവാദങ്ങളിലാണ്. പിന്നീട് അത് മുജാഹിദുകൾ തമ്മിലുള്ള തർക്കം വന്ന സമയത്ത് മുജാഹിദുകൾ ജിന്നൂരികളും മറ്റോരും തമ്മിലായി ഔദ്യോഗിക പക്ഷവും മറ്റേ മടവൂരി പക്ഷവും തമ്മിലുള്ളതൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. പരസ്പരം ഒരു ബഹുമാനമില്ലാതെ ഖുർആൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുവരും ആളുകൾ ആക്ഷേപിക്കുന്ന, ഹദീസ് പറഞ്ഞ് അർത്ഥം വെച്ച് ദ്വയാർത്ഥം വെച്ച് എതിർ സംവാദകനെ ആക്ഷേപിക്കുന്ന ഈ വൃത്തികെട്ട രീതികൾ ഞാൻ ആദ്യം കണ്ടത് സുന്നി മുജാഹിദ് തർക്കത്തിലാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കി ഇവർ ഖുർആൻ വെച്ച് കള്ളം പറയുന്നവരാണ് എന്ന് വിശ്വാസിയായിരുന്ന കാലത്ത് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആശങ്കയിൽ നിന്നാണ് വാസ്തവത്തിൽ സ്വന്തം നിലയ്ക്ക് ഇതൊക്കെ പരിശോധിക്കണമെന്നും നിഷ്പക്ഷമായിട്ടുള്ള ആളുകളിൽ നിന്ന് അറിവ് ലഭിക്കാൻ ശ്രമിക്കണമെന്നും നമ്മൾ ആഴത്തിലുള്ള വായനയിലേക്ക് പോകണമെന്നും വിശ്വാസിയായിരിക്കെ ഞാൻ തീരുമാനിച്ചു. ഞാനിത് എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഖുർആൻ കൊണ്ട് കൃത്രിമം കാണിച്ച് അക്ബർ കാണിച്ച ആ തട്ടിപ്പാണ് വാസ്തവത്തിൽ ഇസ്ലാം കേരളത്തിൽ ഇത്രമേൽ ഇളകി മറിയാനുള്ള കാരണം. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ഇസ്ലാമിക സമൂഹത്തിനകത്ത് പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളുടെ ഇടയിൽ ഇസ്ലാമിക വിശ്വാസം എന്ന് പറയുന്നതോ പണ്ഡിതന്മാരെ കുറിച്ചുള്ള പേടി എന്ന് പറയുന്നതോ ഇസ്ലാമിക നിയമത്തിനോടുള്ള വിധേയത്വം എന്ന് പറയുന്നതോ ഒരു പേരിനിങ്ങനെ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ.
നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, നാറാനുണ്ട് കോരാനില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് പുതിയ തലമുറയുടെ കയ്യിലുള്ള ഇസ്ലാമിൻ്റെ അവസ്ഥ. അപ്പം അതിന് നമ്മളൊക്കെ ഹേതുവാണ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പല ആളുകൾക്കും നമ്മൾ ഇത്ര സൗമ്യമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര ഹാർഡായിട്ട് പറയണം, ഭയങ്കരമായിട്ട് ഭീകരമായ അശ്ലീലം കലർത്തി സംസാരിക്കണം എന്നൊക്കെ താല്പര്യമുള്ളവരും അത് കേൾക്കുമ്പോൾ അത് ത്രസിക്കുന്ന ആൾക്കാരൊക്കെ നമ്മളുടെ ഇടയിലുണ്ട്. ഞാൻ പറഞ്ഞത് വ്യക്തിപരമായിട്ടല്ല, ഞാൻ പറയുന്നത് അതൊന്നും വിശ്വാസികളുടെ മനസ്സിലേക്ക് കയറില്ല. വിശ്വാസികളുടെ മനസ്സിലേക്ക് കയറുന്നത് ഇസ്ലാം മതത്തിൻ്റെ വക്താക്കളായി നിൽക്കുന്നവർ, പ്രബോധനം നടത്തുന്നവർ, വയല് പറയുന്നവർ, അവർ കാണിക്കുന്ന കൃത്രിമവും ഖുർആനിൻ്റെ അകത്ത് കിടക്കുന്ന യഥാർത്ഥ വസ്തുതയും വളരെ സൗമ്യമായും വളരെ ലളിതമായും അവർക്ക് പരിശോധിക്കാനുള്ള പ്രേരണ നൽകുന്ന വിധം അവരുടെ മുമ്പിൽ ലളിതമായി അവതരിപ്പിക്കാം. ജബ്ബാർ മാഷ് ഖുർആൻ ക്ലാസ് എടുക്കുന്ന പോലെ എടുത്താൽ മതി. ഒരാക്രോശവും വേണ്ട, ഒരമിതമായ വാചകങ്ങളും വേണ്ട, ഒരു മോശം പദപ്രയോഗം വേണ്ട, ഒരു ക്ലിക്ക് ബൈറ്റ് കിട്ടാനുള്ള തംബ്നെയിലും വേണ്ട. നിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കുന്നത് മുസ്ലിങ്ങൾ ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കിക്കോട്ടെ, ഈ മൗലവിമാർ പറയുന്ന തരികിടയും തക്കിടയും ഒക്കെ കച്ചവട തന്ത്രമാണ് എന്ന് വിശ്വാസികൾ മനസ്സിലാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ മതവിമർശനം നടത്തുന്നതെങ്കിലും ഇത് പഠിക്കാൻ ശ്രമിക്കുന്നതെങ്കിലും ഇത് സപ്പോർട്ട് ചെയ്യുന്നതെങ്കിലും തീർച്ചയായിട്ടും വളരെ സൗമ്യമായും മാന്യമായും ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് MM അക്ബറിൻ്റെ കച്ചവടവും നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ഇടപാടും കേരളത്തിൽ തീർന്നു കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഇനി പുതിയൊരു സ്ഥാപനം, പുതിയൊരു സംരംഭം, പുതിയൊരു പദ്ധതി ആവിഷ്കരിച്ച് വന്നിട്ട് വേണം. അവിടെ MM അക്ബർ ഇരുന്ന കസേരയിൽ കണ്ണുന്നിട്ട് പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആളായിട്ട് ഞാൻ ഒരു 6-7 മാസം മുൻപ് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് നമ്മുടെ അബ്ദുള്ള ബാസിൽ. അതുകൊണ്ടാണ് അബ്ദുള്ള ബാസിനെ പ്രത്യേകമായിട്ട് നമ്മൾ പരിഗണിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. നുളയിലേ മുള്ളുക എന്നൊരു പ്രയോഗമുണ്ട്, ഇനി അത് നാളെ ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടതെന്നാണ്, നുളയിലേ മുള്ളുക എന്ന്. അപ്പം അത് മുളയിലേ നുള്ളണം എന്നുള്ളതാണ്. അതുകൊണ്ട് ദേവരംഗത്തേക്ക് വരുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മതത്തോട് സത്യസന്ധത കാണിക്കാം, നിങ്ങൾ നിങ്ങളുടെ ഖുർആനിനോട് സത്യസന്ധത കാണിക്കാം. കളവ് പറഞ്ഞും കാപട്യം കാണിച്ചും കൃത്രിമം കാണിച്ചും ഖുർആനിനെ ജയിപ്പിച്ചു കൊണ്ടുപോവാം എന്ന് വിചാരിച്ച് വരുന്നത് ആത്മഹത്യാപരമായിരിക്കും. അതിലെനിക്ക് ഏറ്റവും ബഹുമാനം തോന്നിയിട്ടുള്ള ആൾക്കാർ AP വിഭാഗം സുന്നികളാണ്. AP വിഭാഗം സുന്നികളായിട്ടുള്ള ആൾക്കാരോട് നിങ്ങൾ പോയിട്ട് ചോദിക്കാം, ഭാര്യനെ തല്ലാം എന്നൊക്കെ ഇസ്ലാമിലുണ്ടല്ലോ ഖുർആനിലുണ്ടല്ലോ പറഞ്ഞാൽ ഉണ്ട്, അതിനിപ്പോൾ എന്താ കുഴപ്പം? വളരെ നിഷ്കളങ്കമായിട്ടുള്ള മറുപടി ആയിരിക്കും. ഉണ്ട്, അത് കുഴപ്പമൊന്നുമില്ല, അത് നബി പറഞ്ഞാണ്, അത് അള്ള പറഞ്ഞതല്ലേ, അള്ള പറഞ്ഞാൽ പിന്നെ ശരി തന്നെ. ഇതാണ് നിങ്ങൾക്ക് ഇനി പിടിച്ചു നിൽക്കാനുള്ള മാർഗം. അതിനു പകരം ഭാര്യയെ തല്ലാനുള്ള ഖുർആൻ വചനം ആരെങ്കിലും പരാമർശിക്കുമ്പോൾ അതിങ്ങനെ നമ്മൾ ചെറുങ്ങനെ മിസ്വാക്കിൻ്റെ കൊണ്ടാണ്, അല്ലെങ്കിൽ പൊട്ടിയ കണ്ണാടിൻ്റെയോ പിന്നെ ഇതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് കേൾക്കുന്ന വിശ്വാസികൾക്ക് മനസ്സിലാവും നിങ്ങൾ ഉഡായിപ്പ് വാദം പറയുകയാണ് എന്ന്. മുർത്തദിനെ കൊല്ലണമെന്ന് ഇസ്ലാമിൽ നിയമമുണ്ടല്ലോ എന്ന് ആരെങ്കിലും വിമർശിക്കുമ്പോൾ എന്നിട്ട് ജബ്ബാർ മാഷൊക്കെ മലപ്പുറത്ത് ജീവിച്ചിരിക്കുന്നില്ലേ, എന്നിട്ട് ലിയാഖത്തിൻ്റെ കഴുത്തിന് മേലെ തലയില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഇത് കേട്ടോണ്ടിരിക്കുന്ന വിശ്വാസികൾക്ക് മനസ്സിലാവും നിങ്ങൾ ഉരുണ്ടുമറിയുകയാണ് എന്ന്. അബ്ദുള്ള ബാസിൽ ഞാനും തമ്മിലുള്ള ഫോൺ സംഭാഷണം കേട്ടതിന് ശേഷം മാത്രം അബ്ദുള്ള ബാസിൽ പറയുന്നതിൽ സത്യസന്ധതയില്ലായ്മ തോന്നി, സംശയം തോന്നിയിട്ട് പരിശോധിച്ച ആളുകൾ പിന്നീട് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഭയങ്കര മിടുക്കന്മാരാവും. അപ്പം നമ്മളെ മൈക്ക് ഷുക്കൂർ മൈക്ക് എവിടെ, മൈക്ക് ഏതാന്നൊക്കെ ചോദിക്കുമ്പോൾ അതെന്തോ മഹാസംഭവമാണെന്ന് വിചാരിച്ചതാണ്. നിങ്ങൾക്കറിയോ അദ്ദേഹം പല വീഡിയോകളും പിൻവലിക്കേണ്ടി വന്നിട്ടുണ്ട് നമുക്കെതിരെ ചെയ്തത്. അതുകൊണ്ട് പ്രബോധിപ്പിക്കുകയാണെങ്കിലും പ്രചരിപ്പിക്കുകയാണെങ്കിലും വിമർശിക്കുകയാണെങ്കിലും സത്യസന്ധമായിട്ട് പറയാം. എന്തുകൊണ്ടാണ് നുണ പൊളിക്കുന്നു, നുണ സീരീസ് എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് എന്തായി എവിടെ ബാസിലെ നുണകൾ? ഞാൻ പറഞ്ഞ നുണകൾ എൻ്റെ മാത്രം ഫോട്ടോ വെച്ച് നിങ്ങൾക്ക് എന്താ പുറത്തുവിടാൻ പറ്റാത്തത്? എത്ര വീഡിയോ ബാസിലിൻ്റെത് നമ്മൾ റിയാക്ട് ചെയ്തു? ബാക്കിയൊക്കെ പോട്ടെ, ഇസ്ലാമിനെ കുറിച്ച് പൊതുവിൽ പറഞ്ഞത് പോട്ടെ, അബ്ദുള്ള ബാസിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ മാത്രം എത്ര വീഡിയോ നമ്മൾ പുറത്തിട്ടു? എത്ര വീഡിയോ അദ്ദേഹം പറഞ്ഞ വാദങ്ങളെ ഗണ്ണിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തു? ഒരു വീഡിയോയ്ക്ക് അബ്ദുള്ള ബാസിലിന് ഞാൻ കൊടുത്ത മറുപടികളിൽ ഒരു വീഡിയോയ്ക്ക്
മാത്രമാണ് അബ്ദുൽ ബാസിൽ പ്രതികരിക്കാൻ ശ്രമിച്ചത്. അത് കോമൺ സെൻസ് ക്ലാസ്സിനെ കുറിച്ചാണ്. അതിൻ്റെ കഥ എന്താണ് നിങ്ങൾ പോയി നോക്കൂ. ഇസ്ലാമിക വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് അബ്ദുൽ ബാസിൽ പറഞ്ഞ വാദങ്ങളെ ഗണ്ണിച്ചുകൊണ്ട് ഞാൻ ചെയ്ത വീഡിയോകളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് അബ്ദുൽ ബാസിൽ മറുപടി പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഉദ്ധരിച്ച ഖുർആൻ വചനങ്ങളും ഹദീസുകളും അത് തെറ്റാണ്, അതിനകത്ത് അങ്ങനെ ഇല്ല, അതിൻ്റെ അർത്ഥം ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് ഇന്ന് വരെ ഒരു ഇസ്ലാമിക നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അബ്ദുൽ ബാസിൽ രംഗത്ത് വന്നിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? അത് അബ്ദുൽ ബാസിൽ എടുക്കുന്ന നല്ല തീരുമാനമാണ്. കാരണം വന്നിട്ട് നുണ പറയുന്നതിനേക്കാൾ നല്ലത്. ഏതുപോലെ സൂറത്തു തൗബ പറഞ്ഞു വന്നപ്പം അത് പറഞ്ഞത് നുണയാണ് എന്ന് ഞാൻ പറഞ്ഞ് വീഡിയോ ചെയ്തപ്പം മിണ്ടാതെ അവിടെ കിടന്നാൽ മതിയായിരുന്നു, ഒരു കുഴപ്പമുണ്ടാവില്ലായിരുന്നു. അതിന് പകരം അയ്യോ അതെനിക്ക് അബദ്ധം പറ്റിയതാണ്, അത് യുദ്ധസന്ദർഭം സൂറത്തു തൗബയല്ല, അത് മറ്റേ ബക്കറയിൽ പറഞ്ഞപ്പോൾ മിക്സായി പോയതാണ് എന്ന് കളവ് പറഞ്ഞപ്പം വിശ്വാസികൾക്ക് കാര്യം മനസ്സിലായി. കാരണം ഇന്നലെ വരെ നിങ്ങൾ എം അക്ബർ ഉൾപ്പെടെയുള്ളവർ, അബ്ദുൽ ബാസിൽ ഉൾപ്പെടെയുള്ളവർ യുദ്ധസന്ദർഭം എന്ന് പറഞ്ഞു നടത്തുന്നത്. ഞാൻ ഏത് യുദ്ധം എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അത് യുദ്ധമല്ല, അത് മാറിപ്പോയി, അത് ബക്കറയിലാണ് യുദ്ധം, ഇവിടെ യുദ്ധമല്ല, ഇവിടെ കരാറാണ് എന്ന്. അപ്പൊ ആയിക്കോട്ടെ ഭായി, ഏതാണ് ആ കരാറ്? ഏതാണ് ആ കരാർ എന്ന് വെച്ചാൽ ഏതാണ് ആ മൈക്ക് എന്ന് ചോദിക്കും. ഇതാണ് ഇവരുടെ ബോധം. എന്റെ നിരീക്ഷണം ശരിയാണോ അല്ലേന്ന് എനിക്കറിയില്ല. UAE ടീമിൽ ഇപ്പോൾ ഷുക്കൂർ അരിക്കോടിനെ കാണാനില്ല. എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ഇതുപോലത്തെ വലിയ മണ്ടത്തരം പറഞ്ഞിട്ട് പുലിവാലുണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് തൽക്കാലങ്ങളൊന്ന് മാറി നാളെയും എന്ന് പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. അതിനുശേഷം UAE ടീമിൽ ഞാൻ ഈ മൈക്കിൻ്റെ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം UAE ടീമിൽ അല്ലെങ്കിൽ അവരുടെ പോഡ്കാസ്റ്റ് പരിപാടിയിൽ ഷുക്കൂർ അരിക്കോടിനെ ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ എൻ്റെ ശ്രദ്ധയിൽ വരാത്തതുകൊണ്ടായിരിക്കും കേട്ടോ. ഞാൻ ഈ കളവ് പറഞ്ഞു എന്നൊന്നും പറയണ്ട, ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ? മൈക്ക് സംഭവത്തിന് ശേഷം ഷുക്കൂർ അരിക്കോടിനെ UAEയുടെ പോഡ്കാസ്റ്റിൽ കണ്ടിരുന്നോ ആരെങ്കിലും? നിങ്ങൾ ആരെങ്കിലും കണ്ടവരുണ്ടോ? ഉണ്ടോ? ഞാൻ ഇവരോട് പറയാനുള്ളത്, ഞാൻ സംഗീതം പഠിക്കണമെന്ന മോഹവുമായി നടന്ന മനുഷ്യനല്ല, ഞാൻ വക്കീലാവണമെന്ന ആഗ്രഹവുമായി നടന്ന മനുഷ്യനാണ് എന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കും. അത് പഴയ റെക്കോർഡ് ചെയ്ത വീഡിയോ ആയിരിക്കും. ഹംസ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് പേസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ്. ഇതിൻ്റെ ലിങ്കിന് ഞാൻ എവിടെ പോയി എടുക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കുഴപ്പമില്ല. ഷജീറിന്റെ കാര്യം എന്തായിന്നാണ്? ഷജീർ അന്നാണ് പോയതാണ്, എന്തോ കച്ചവട ആവശ്യത്തിന് വിദേശയാത്രയാണ്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേട്ടു, എനിക്ക് നിങ്ങളോട് അതിനുള്ള മറുപടി ഉണ്ട്, എനിക്കിപ്പോൾ തൽക്കാല സമയമില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം എന്ന് പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഗൂഗിൾ മീറ്റിൽ വല്ലവർക്കും വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് വിശ്വാസികൾക്ക് നമ്മൾ പ്രത്യേകമായിട്ടുള്ള പരിഗണന കൊടുക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രത്യേകിച്ച് അതിൽ എന്നോട് നീരസം തോന്നരുത്. കാരണം വിശ്വാസികൾ അവരോടുള്ളൊരു ഇഷ്ടം എനിക്കിപ്പോഴും ഉണ്ട്, എന്താണെന്നറിയില്ല. അപ്പോൾ അക്ബർ സാഹിബിൻ്റെ നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പരിപാടി പടം തീർന്നു എന്ന കാര്യം നമ്മൾ വ്യസന സമേതം അറിയിക്കുകയാണ്. അടുത്തതായിട്ട് പൊന്തി വരാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന KL57 പറയൂ. കേൾക്കണ്ടോ? ഓ ഹലോ, കേൾക്കാം പറഞ്ഞോളൂ. പിന്നെ ഓക്കെ, നിങ്ങൾ ഇസ്ലാം ശരിയല്ല എന്ന് പറയുന്നുണ്ടല്ലോ, ഒരുപാട് വാദങ്ങളൊക്കെ നിങ്ങളുടെ ഞാൻ കേൾക്കാം.
പറയും. അപ്പൊ നമുക്ക് ജീവിക്കാൻ പറ്റിയ ഒരാശയം നിങ്ങൾ പറഞ്ഞില്ലേ, ഇസ്ലാം പോലെ. ജീവിക്കാൻ എന്താ ആശയങ്ങൾ ഉദ്ദേശിച്ചത്? അതായത് ഇപ്പോ ഇസ്ലാമിൽ കൃത്യമായിട്ട് പറയണ്ടല്ലോ, നമ്മൾ മരിച്ചു പോയാല് നമുക്ക് നമ്മളെ കർമ്മഫലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും സ്വർഗ നരകം ഉണ്ടെന്നും ഒക്കെ ഇസ്ലാമിൽ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ നിഷേധിക്കുന്നുണ്ട്. നമുക്കത് ബോധ്യപ്പെട്ടിട്ടില്ല എന്നാ പറയണേ. അല്ല, ഞാൻ അതിന് പറയുന്ന തെളിവുകൾ പര്യാപ്തമല്ല എന്നാണ്. നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിശ്വസിക്കുന്നത്? അതല്ല, മനുഷ്യന് കർമ്മഫലം ഉണ്ട് എന്നാണ് മതങ്ങൾ പറയുന്നത്. അതായത് അതുണ്ട് എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എന്തിന്റെങ്കിലും ഞാൻ അതല്ല പറയാം, എന്റെ വാദം അതല്ല, ഒന്ന് കേൾക്കുന്നത്. അതായത് ഒരു മനുഷ്യൻ മരണപ്പെട്ടാല് ആ മനുഷ്യൻ ജീവിതകാലത്ത് ചെയ്ത കർമ്മഫലങ്ങൾ അവന് കിട്ടും എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോ നന്മ ചെയ്താൽ നന്മ കിട്ടും, തിന്മ അങ്ങനെ കിട്ടുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരു ബോധ്യം എനിക്കില്ല, അങ്ങനെ അറിവില്ല. അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ഒരു മനുഷ്യന് ഒരു കർമ്മഫലം സംഭവമല്ല. ഇല്ല, മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ഫലമൊന്നും കിട്ടാനില്ല, കൊടുക്കാനുമില്ല. അവൻ ജീവിതത്തിൽ അതല്ല, അപ്പൊ അവന്റെ ജീവിതത്തിൽ ചെയ്ത എന്ത് നന്മ ചെയ്താലും അല്ല തിന്മ ചെയ്താലും പ്രത്യേകിച്ച് ഒരു ഫലവും ഇല്ല. അവൻ ജീവിക്കുന്ന സമൂഹത്തിൽ ഇപ്പൊ ഒരാൾ നന്മ ചെയ്യുമ്പോ, നിങ്ങൾ ഒരു രൂപ, ഒരാൾ വിശന്നിരിക്കുന്നു, നിങ്ങൾ നടന്നു പോകുന്ന സമയത്ത് ഒരു കുട്ടി വിശന്നിരിക്കുന്നു, ആ കുട്ടിക്ക് നിങ്ങൾ അതിന് വിശപ്പ് മാറ്റാൻ നിങ്ങൾക്ക് തോന്നലുണ്ടാവുന്നു. അതെ, ആ തോന്നലുണ്ടാവുമ്പോ നിങ്ങൾ ആ കുട്ടിക്ക് വിശപ്പ് മാറ്റാൻ വേണ്ടി ഭക്ഷണം കൊടുക്കുന്നു. നിങ്ങൾക്ക് അപ്പൊ എന്താ ഫീൽ ചെയ്യാ? അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന റിവാർഡ് എന്താ? അതാണ്, അത് മാത്രമേ ഉണ്ടാവുന്നതാണ്. അത് മാത്രമേ ഉള്ളൂ, ഒന്നും ഉണ്ടാവില്ല. അത് പ്രായോഗികമല്ല. ആ സങ്കല്പം തെറ്റാണ്. കാരണം അവിടെ ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഒരാൾ ഇവിടെ നന്മ മാത്രം ചെയ്ത് ജീവിച്ച ഒരു മനുഷ്യനും തിന്മ മാത്രം ചെയ്ത ഒരു മനുഷ്യനും, ഇവർക്ക് നീതി നടപ്പിലാക്കണ്ടേ? ഇതല്ലേ നിങ്ങളുടെ ഒരു കൺസേൺ എന്ന് പറഞ്ഞ സാധനം? പ്രത്യേകിച്ച് ഫലങ്ങളൊന്നും ഇല്ല എന്നാണോ നിങ്ങളുടെ വാദം? ഇല്ല, മനുഷ്യൻ നന്നായിട്ട് ജീവിക്കുക, ജീവിച്ചിരിക്കുമ്പോ നന്നായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോ മോശമായിട്ട് ജീവിച്ചാലും പ്രത്യേകിച്ച് ഗുണമൊന്നും, മോശമായിട്ട് ജീവിച്ചാലും ജീവിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ നമ്മൾ മനുഷ്യരെല്ലാവരും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിനെയാണ് നിയമവ്യവസ്ഥ എന്ന് പറയാം, ധാർമ്മികത എന്നൊക്കെ പറയുന്നത്. ആ മനുഷ്യരുണ്ടാക്കിയതാണ്. അതായത് ജീവിതകാലത്ത് മനുഷ്യൻ ചെയ്ത നന്മകൾക്കൊന്നും മരണശേഷം അവന് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇല്ല, ഇല്ല. ആ വാദത്തോട് എനിക്ക് യോജിപ്പില്ല. ഓക്കെ, നിങ്ങളുടെ വാദത്തിന് നിങ്ങളുടെ കയ്യിൽ തെളിവ് എന്താണ്? അല്ല, അങ്ങനെ ഉണ്ടാവണല്ലോ, അല്ലാതെ അതായത് ഇപ്പോ അത് നമ്മുടെ ആഗ്രഹമല്ലേ? അല്ല, ഞാൻ എന്റെ ഇത് പറയാന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യന് എന്താ പറയാ, ഇപ്പൊ ഒരു ഉദാഹരണം വാഹനം ഇപ്പൊ ഒരു മനുഷ്യൻ ഉണ്ടാക്കിയതാണല്ലോ. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഫോണ് ഇതൊരു മനുഷ്യൻ ഉണ്ടാക്കിയതാണ്. അതേപോലെ ഒരു ചെരുപ്പ് അതൊരു മനുഷ്യൻ ഉണ്ടാക്കിയാണ്. അപ്പൊ ഇതൊക്കെ സൃഷ്ടിച്ച മനുഷ്യനെ എന്തായാലും ദൈവം സൃഷ്ടിച്ചതായിരിക്കില്ലേ? അല്ലാതെ അങ്ങനെ സ്വയം എന്നാണ് വിശ്വാസികളുടെ വിചാരം. അങ്ങനെ തന്നെ അല്ലേ? കാരണം ഇതൊക്കെ അല്ല, അങ്ങനെയാണ് വിശ്വാസികൾ വിശ്വസിക്കുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഒരു ദൈവം തച്ചിനിരുന്ന് പൊടിമണ്ണിൽ നിന്ന് മനുഷ്യനെ രൂപം പടച്ചിട്ട് ഊതി കാറ്റ് കയറ്റി എന്നാണ് തോന്നില്ല. അങ്ങനെ അല്ല ഞാൻ പറഞ്ഞത്. എന്നാലും ഇതൊക്കെ മനുഷ്യൻ സൃഷ്ടിച്ചെന്ന് നമുക്ക് ഉറപ്പാണ്. അതായത് ഒരു ഫോണും ഡ്രസ്സും നമ്മുടെ സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യൻ ഉണ്ടാക്കി. അപ്പൊ ഇതൊക്കെ സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം ഉണ്ടാക്കി എന്ന് പറയുന്നത് ശരിയല്ലേ? അല്ല, അതില് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്നത് അല്ല, അതിന് നമ്മളത് തെളിവില്ല. ഏതെങ്കിലും ഒരു ദൈവം തച്ചിനിരുന്ന് പണിതതാണ് ഈ മനുഷ്യൻ എന്ന് നമുക്ക് തോന്നുന്നില്ല. അല്ല, ബാക്കിയുള്ള സാധനമൊക്കെ മനുഷ്യനല്ലേ സൃഷ്ടിച്ചേ? അല്ല, നമ്മളിപ്പോ മരങ്ങളും ചെടികളും അതേമാതിരി പുഴകളും കല്ലുകളും പാറകളും ഒന്നും മനുഷ്യൻ സൃഷ്ടിച്ചല്ലോ. ഇതൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അതൊക്കെ ദൈവം സൃഷ്ടിച്ചെന്നല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത്? അല്ല, എന്തിന്? അങ്ങനെയല്ല അതിന്റെ ലോജിക്ക് വരിക. ഈ മനുഷ്യനെ സൃഷ്ടിച്ചു, ഇനിയിപ്പോ അതൊക്കെ ദൈവം സൃഷ്ടിച്ചാണ് വാദത്തിൽ സമ്മതിച്ചാൽ പോലും മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു എന്ന വാദം ഇസ്ലാമിലെ ദൈവസങ്കല്പവും ഇസ്ലാമിന്റെ മനുഷ്യ സങ്കല്പമായിട്ട് ഒത്തുപോകുന്നതല്ല. ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇസ്ലാമിക വിശ്വാസം അനുസരിച്ചിട്ട് ദൈവം എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? മനുഷ്യനെന്താ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? ഇപ്പൊ നിങ്ങളൊരു കമ്പനി തുടങ്ങി, ഓക്കെ, നിങ്ങളിപ്പോ ഒരു മൊബൈൽ ഫോണോ അല്ലെ പോട്ടെ, നമ്മൾ ഈ ചാവി കൊടുത്താൽ ഓടുന്ന ഒരു ചെറിയ കുഞ്ഞുങ്ങളുടെ കാറ് ഡെവലപ്പ് ചെയ്തു എന്ന് വിചാരിക്കും, ഒരു പ്രൊഡക്റ്റ്,
ഓക്കെ. എന്നിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്തതും നിങ്ങൾ ഡിസൈൻ ചെയ്തതും നിങ്ങൾ ഉദ്ദേശിച്ചതും ഇതിങ്ങനെ വലത്തോട്ട് തിരിച്ച് ചാവി ടൈറ്റ് ചെയ്ത് വിട്ടാൽ മുന്നോട്ട് പോകണം എന്നാണ്. പക്ഷെ ഇത് ചാവി കൊടുത്താൽ മുന്നോട്ട് പോകില്ല എന്ന് മാത്രമല്ല, ഇതവിടെ പൊട്ടിത്തെറിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു നിയന്ത്രണം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഇളകി കളിക്കുന്ന രീതിയിലാണ് നിങ്ങൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റിന്റെ 90% വർക്ക് ചെയ്യുന്നത് വിചാരിച്ചോ. നിങ്ങളൊരു നല്ല പ്രൊഡക്റ്റ് പിന്നെ അല്ലെങ്കിൽ നല്ലൊരു നിർമ്മാതാവാണോ അല്ലേ? അത് എന്റെ ചോദ്യമായിട്ട് പറഞ്ഞുതരാം, കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞുതരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫെയിൽ അല്ലേ? നിങ്ങളുടെ പ്രൊഡക്റ്റ് ഫ്ലോപ്പ് ആവുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉദ്യമം പാളി എന്നല്ല അർത്ഥം, ഉദ്ദേശം പാളിയെന്ന്. അതുകൊണ്ട് ഓക്കെ, അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കുന്നത് ആരാധന ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇല്ലാലി അഅ്ബുദു എന്നാണ്. ഇല്ലാലി അഅ്ബുദു, ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി അല്ലാതെ വേറെ ഒരു ഉദ്ദേശം അള്ളാഹ്ക്കില്ല എന്നാണ് പറയുന്നത്. എത്ര ശതമാനം മനുഷ്യന്മാര് അള്ളാഹുവിനെ ആരാധിക്കുന്നുണ്ട്? അല്ല, ഇതൊക്കെ അവിടെ മാറ്റി നിർത്തുക അതല്ല ചോദിക്കുന്നത്. അപ്പൊ പറഞ്ഞോളി. അല്ലേ നിങ്ങള് ഇതിപ്പോ ഞാൻ എന്താ പറഞ്ഞ വെച്ചാല്, മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചു എന്ന ഖുർആനികമായ ഇസ്ലാമികമായ കഥ യുക്തിക്ക് നിരക്കാത്തതും പരസ്പര വിരുദ്ധമായതും പൊളിഞ്ഞു പാളീസാവുന്നതുമായിട്ടുള്ള കഥയാണ്. ഇനി ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ ഈ ജീവിതകാലം മുഴുവൻ ജീവിച്ച് മരിച്ചാല് സ്വർഗത്തെ കുറിച്ച് എന്തൊക്കെ സങ്കല്പം? അവിടെ അരുതുകളില്ല, എല്ലാത്തിനും നമുക്ക് ആഗ്രഹമുള്ളതൊക്കെ കിട്ടും, ഒരു നോ ഇല്ലാത്തൊരു പ്രദേശമാണെന്നല്ലേ? അതല്ല, നമുക്ക് കർമ്മഫലം ഉണ്ടെന്നാണ് എന്റെ ഒരു ഇത്. ഞാൻ ചോദിക്കട്ടെ, മനുഷ്യനെ സൃഷ്ടിച്ചോടത്ത് ഇങ്ങോട്ട് പോരാ. നമുക്ക് ആദം നബിനെ സൃഷ്ടിച്ചോടത്തുനിന്ന്, ആദം നബിനെ സൃഷ്ടിച്ചതും ആദം നബിയെ ആദ്യം താമസിപ്പിച്ചതും സ്വർഗത്തിലായിരുന്നു, സംശയമൊന്നുമില്ലല്ലോ? ഇല്ല, ഞാൻ അത്ര അങ്ങോട്ട് പോകുന്നില്ല. നമ്മള് മനുഷ്യന്റെ സൃഷ്ടിപ്പിലേക്ക് പോവാണേ. അതല്ലേ നമ്മളിപ്പോ നമ്മളീ ഇത് ഭൂമിയിൽ എന്തെന്നോ പറയാ, നമ്മൾ ഇവിടെ ഉണ്ട്, അതൊരു സത്യമാണ്. അതല്ലേ ഇവിടെ ചെയ്യുന്ന കർമ്മഫലം നമുക്ക് ഉണ്ടാവില്ല എന്നാണ് എന്റെ ചോദ്യം. നമ്മളിപ്പോ നന്മ ചെയ്താലും മരണം ചെയ്താലും ഞാൻ ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്നു, ഞാൻ നിങ്ങളെ കാണുമ്പോ പുഞ്ചിരിക്കുന്നു. നാളെ നമ്മൾ വേറെ എവിടെന്നെങ്കിലും കാണുമ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ച ആളാണല്ലോ എന്ന് പറഞ്ഞ് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നു. ഞാൻ നിങ്ങളെ നോക്കി ചിരിക്കുന്നു, നിങ്ങൾ എന്നെ നോക്കി ചിരിക്കുമ്പോൾ നമുക്ക് രണ്ടാൾക്ക് കിട്ടുന്ന സന്തോഷല്ലേ? അതന്നെ ഉള്ളൂ. ഒന്നുമില്ല. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു അതന്നെ ആയിരിക്കും മരണം ശേഷം ഉണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്ങനെ മരണശേഷം എങ്ങനെ? നിങ്ങളെ മരിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു? സോറി, നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു അതേ അവസ്ഥ. ജനിക്കുന്നതിന് മുമ്പേ അവസ്ഥ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. നമ്മൾ എന്താ അതേപോലെ തന്നെയാണ് മരിച്ചതിന് ശേഷം. അപ്പൊ മനുഷ്യൻ ഈ ഭൂമിയിൽ അവന്റെ ജീവിതകാലത്ത് ചെയ്ത ഒരു കർമ്മം അവൻ ഉപകരിക്കൂല. അതായത് ഈ കർമ്മത്തിന്റെ ഉപകാരമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഒരു മനുഷ്യന് നമ്മളുടെ ഒരു സാമൂഹ്യ ജീവിതത്തിൽ നന്മ തിന്മ എന്നൊക്കെ പറയുന്നതില് അതല്ല, മനുഷ്യൻ അവന്റെ ജീവിതകാലത്ത് ചെയ്ത ഒരു നന്മയും തിന്മയും അവനെ ബാധിക്കൂല. അതാണ് നിങ്ങളെ വാദം? ബാധിക്കുന്നു, തീർച്ചയായിട്ടും ഈ ലോകത്ത് ബാധിക്കും. ഈ ലോകത്തല്ല, മരണശേഷം ഇല്ല, ബാധിക്കൂല. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ശരീഅത്ത് കോടതികൾ കട്ടവന്റെ കൈ മുറിക്കുന്നത്? അതല്ല ഞാൻ ചോദിച്ചു. ഞാൻ മരണശേഷമുള്ള കാര്യം. മരണശേഷം പഠിച്ചോൻ നോക്കിക്കോളൂല്ലേ? പഠിച്ചോൻ പറഞ്ഞു കൊടുത്തിട്ടില്ലേ നിയമങ്ങള്? ശിക്ഷിക്കാൻ പഠിച്ചോൻ അവിടെ നരകം ശരിയാക്കി വെച്ചിട്ടില്ലേ? പിന്നെന്തിനാ ശരീഅത്ത് കോടതികള്? അല്ല, ഞാൻ നിങ്ങളെ വാദാ ചോദിച്ചത്. ഞാൻ പറയാ, അതായത് ഇത് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരും മനുഷ്യരുടെ തെറ്റുകൾക്കും ശരികൾക്കുമുള്ള കർമ്മഫലം എന്ന രീതിയിൽ മറ്റൊരാളെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഭൗതികമായിട്ട് ഒരുക്കി വെച്ചിട്ടാണ് പോകുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. അത്രേ ഉള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇനി നിങ്ങൾ പോകുന്ന പോക്കിൽ ബോണസ് ആയിട്ട് ഞങ്ങൾക്ക് 2 പോയിന്റ് കൂടി പറഞ്ഞുതരാം. നിങ്ങൾ ആലോചിച്ചോളി. സ്വർഗത്തിൽ എങ്ങനെയാണ് വിലക്കപ്പെട്ട കനി ഉണ്ടായതെന്നും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ ഇബ്ലീസ് എങ്ങനെയാണ് സ്വർഗത്തിൽ പോയിട്ട് ആദമിനെ പഴപ്പിച്ചതെന്നും ഇന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് നല്ലോണം ഒന്ന് ആലോചിച്ചോളൂ. വളരെ സന്തോഷം മിസ്റ്റർ കെ എൽ.
വേറെ ആരെങ്കിലും ഉണ്ടോ? അപ്പം ഇനി ആരെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ തിരിച്ച് അതിലേക്ക് പോകും. ഇതിനിടയിൽ പോയിട്ട് നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ വെബ്സൈറ്റ് പരിശോധിച്ചവർ, യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് നോക്കിയവർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. എന്നാണ് അതിനകത്ത് ലാസ്റ്റ് പോസ്റ്റ് ചെയ്തതൊക്കെ ആയിട്ട് നിങ്ങൾ കാണുന്നത്? നസറുദ്ദീൻ അക്കു, പോയി പണിയെടുത്ത് ജീവിച്ചൂടേടാ, നിന്നെ കൊണ്ട് മനുഷ്യർക്ക് ഗുണമില്ല, രാജ്യത്തിനും ഗുണമില്ല. അക്ബർ എന്താണെന്ന് മുസ്ലിങ്ങൾക്ക് അറിയാം, നീ വെറും ചാണകസംഖി. അക്ബർ എന്താണെന്ന് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ നിയമവ്യവസ്ഥക്കും അറിയാം, നമുക്കൊക്കെ അറിയാം. അത് കൂടുതൽ പറയിപ്പിക്കണ്ട, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പറയുന്ന ആളല്ല. നസറുദ്ദീൻ ACU എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഈ എഴുതിയ പോലെയല്ല, മാന്യമായിട്ട് ഈ പണിയെടുത്ത് ജീവിക്കുന്നതിൻ്റെ കാര്യമൊക്കെ നമുക്ക് സംസാരിക്കാം. നിങ്ങൾ പിന്നെ യൂട്യൂബിലാണല്ലോ, അതുകൊണ്ട് അവിടെ പിൻ ചെയ്ത് വെച്ച കമൻറ്റിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ വരൂ, നമുക്ക് സൗഹാർദ്ദ നിലക്ക് സംസാരിക്കാം. അപ്പോൾ ഇവിടെ KL57 വന്നില്ലേ? നമുക്ക് സ്നേഹത്തോടെ സംസാരിക്കാമെന്ന്. നിങ്ങൾ വെറുതെ സ്നേഹസംവാദം എന്ന് പേരിട്ടിട്ട് നാട്ടുകാരെ മുഴുവൻ തമ്മിൽ തെറ്റിക്കാൻ നടന്നിരുന്ന, ഫിത്തനയും ഫസാദും ഉണ്ടാക്കാൻ നടന്ന അക്ബറിന് വേണ്ടി നിങ്ങൾ എന്തിനാ വായിക്കുന്നത്? വിശ്വാസികൾക്ക് മാത്രമാണോ ഗൂഗിൾ മീറ്റ് എന്നാണ്? അല്ല, നമുക്ക് വിശ്വാസികളോട് സംസാരിക്കാൻ ഒരു പൂതിയില്ലേ? കഴിഞ്ഞ തവണ നമ്മൾ ഇങ്ങനെ വച്ചിട്ടും ആരും വന്നില്ല, ഇന്നിപ്പോൾ ഒരാളെങ്കിലും വന്നു, അത് വളരെ നല്ല കാര്യം. അയ്യൂബ് എന്തായി എന്നാണ്. അയ്യൂബുമായി ബന്ധപ്പെട്ട സംവാദത്തിന് അവർ എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പിന് നമ്മൾ മറുപടി കൊടുത്തിട്ട് 48 മണിക്കൂർ കഴിഞ്ഞു. അതിന് ഇതുവരെ പ്രതികരണമില്ല. ആ പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനിടയിൽ അവർ ഇങ്ങനെ പലതും പറഞ്ഞ് കുത്തിത്തിരിപ്പ് ശ്രമങ്ങളുമായിട്ട് പല ആളുകളും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. അതൊന്നും തൽക്കാലം പരിഗണിക്കുന്നില്ല എന്നാണ് തീരുമാനം. ചന്ദ് ആനന്ദ്, നിച്ച് ഓഫ് ട്രൂത്ത് FB പേജ് ലാസ്റ്റ് പോസ്റ്റഡ് 2 ജൂലൈ 2022. ഒരു വർഷം വരെ അക്ബർ ആ സംവാദത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് കരകയറാനുള്ള പല പരിശ്രമങ്ങൾ നടത്തി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബിലും പോയി നോക്കിയാൽ കാണും. എല്ലാ മതസംഘടനകളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് വലിയ മുന്നേറ്റം, സോഷ്യൽ മീഡിയ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ പ്രശ്നമല്ല, ഭയങ്കര പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം എല്ലാവരെയും ആളെ കൂട്ടിയിട്ട് ഇസ്ലാം മത വിമർശകരുടെ കഥ കഴിക്കാൻ, മീൻസ് ആശയപരമായിട്ട് അതിനുള്ള പരിശ്രമങ്ങൾ നടത്തി. സുന്നി, മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി എല്ലാവരും അവരവരാൽ കഴിയുന്ന രീതിയിൽ മതപ്രബോധനത്തിന് പ്രത്യേകമായിട്ടുള്ള പരിശീലനം സിദ്ധിച്ച ആളുകളെ പുറത്തിറക്കാൻ ശ്രമിച്ചു. സുന്നി വിഭാഗം പ്രത്യേകമായിട്ട് മതവിമർശകരുടെ ചോദ്യോത്തരങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി പ്രത്യേകം പരിശീലനം നൽകി. മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും അത്തരം പരിപാടികൾ സംഘടിപ്പിച്ചു. ഇസ്ലാമിനകത്ത് ഇപ്പോൾ നിൽക്കുന്ന കുട്ടികളുടെ സംശയങ്ങളെ അഗ്രസീവായിട്ട് നേരിടരുതെന്നും അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് അവരുടെ ചിന്തയിൽ ഉണ്ടായിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് അവരെ മുക്തരാക്കണം എന്ന രീതിയിലുള്ള ശ്രമം നടന്നു. ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോയ ആളുകളെ, ഇസ്ലാമിൽ നിന്ന് വഴിപഴിച്ചു പോയവരെ, മുൻകാലങ്ങളിൽ നമ്മൾ അക്രമോത്സുകമായി നേരിട്ട പലരോടും സ്നേഹബുദ്ധിയ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം എന്ന് വിചാരിച്ചു. അതിനുവേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ടു. അതിൽ ചില ആളുകളൊക്കെ പോയി പെട്ടു. ആളുകളുടെ പേര് വിവരങ്ങളും നമ്മൾ പറയുന്നില്ല. അപ്പോൾ ഓരോ മനുഷ്യൻ്റെയും ജീവിത സാഹചര്യവും ജീവിതാവസ്ഥകളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് മതത്തിന് കേടുപാടുണ്ടാക്കാൻ സാധ്യതയുള്ള ആളുകളെ സമീപിക്കുകയും അവരെ മതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനോ അതിന് കഴിയില്ലെങ്കിൽ നിശബ്ദരാക്കാനോ ഒക്കെയുള്ള ശ്രമം പലപ്പോഴായിട്ട് നടക്കുന്നു. അതിനൊക്കെയുള്ള പല സംവിധാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും സംവാദത്തിന് ശേഷം അക്ബറിൻ്റെ നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ കഥ കഴിഞ്ഞു എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയത്തിൻ്റെയും ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ആർക്കും പരിശോധിച്ച് ബോധ്യപ്പെടാവുന്ന കാര്യമാണ്. ഫദൽ അബ്ദുറഹീം പറയൂ. റഹ്മാൻ പറയൂ.
കേൾക്കാം, പക്ഷെ നിങ്ങളുടെ ശബ്ദം ക്ലിയർ അല്ല. ഹലോ ഹലോ പറയൂ. ഓക്കെ ഓക്കെ ലിയാഖത്ത് ഭായി, ഞാൻ ലാസ്റ്റ് നൈറ്റ് ഈ അബ്ദുള്ള അബ്ബാസിന്റെ അൺമാസ്കിംഗ് എത്തിയസത്തിന്റെ ഒരു ലൈവില് ഞാൻ ഇതേപോലെ ഇന്നലെ കേറിയിട്ടൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതില് 2-3 കാര്യങ്ങൾ മൂപ്പർ ഇങ്ങനെ ഈ ഓഡിയൻസിനോട് ചോദിക്കുന്നത് പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന, നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനം അയ്യൂബ് മൗലവിയും ജബ്ബാർ മാഷും തമ്മിലുള്ള ഈ പക്ക ഒരു സംവാദമാണോ, അല്ലെങ്കിൽ അയ്യൂബ് മൗലവി അവിടെ നിന്നിട്ട് എല്ലാരും കൂടി ചോദിക്കുന്ന ചോദ്യമാണോ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യം എന്നുള്ള സാധനം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സ്വയം ചിന്തിക്കുന്ന പറഞ്ഞിട്ടുള്ള സംഭവം പറഞ്ഞിരുന്നു. അപ്പം ഞാൻ മുമ്പടുത്ത് പറഞ്ഞ്, ഒരു മുസ്ലിം ഉമ്മത്തിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ പോലും അയ്യൂബ് മൗലവി കാരണം ഹിദായത്തിൽ ആവാത്ത ആൾക്കാര് അയ്യൂബ് മൗലവിക്ക് കിട്ടിയ ഹിദായത്ത് എങ്ങനെയാ കിട്ടിയത് എന്ന് ഒരു ദിവസം ലൈവായിട്ട് വന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും. ഇനി ഈവൻ ഇപ്പൊ ഈ ജബ്ബാർ മാഷായിട്ട് തന്നെ ഡയറക്റ്റ് വന്നിട്ട് ഒരു സംവാദം എന്നുള്ള നിലക്ക് വന്ന് ചോദിച്ചൊന്നല്ലല്ലോ, റാൻഡം ആയിട്ട് ഒരു വീഡിയോ വന്ന് അത് നിസാർ എന്ന് പറഞ്ഞിട്ടുള്ള ആളെടുത്ത് ഇതാക്കി അങ്ങനെ അത് വേറെ രീതിയിൽ പോയതാ. അപ്പൊ അതിനെ ഭയങ്കര പ്രോമിനന്റ് ആയിട്ട് കാണുന്നതിനെക്കാട്ടും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതല്ലേ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് മൂപ്പർ പറഞ്ഞത് ജബ്ബാർ മാഷിന് മുങ്ങാനുള്ള അടവാണ്, അത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, അത് ചെയ്യാം, പക്ഷെ ഇതിവിടെ പിടിക്കണം എന്നുള്ളതാണ്. അതേപോലെ രണ്ടാമതൊരു ചോദ്യം ചോദിച്ച്, അത് ഇതിന്റെ ശേഷം ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതാണ് ഈ ജബ്ബാർ മാഷിനെ ശവക്കല്ലറ കാണി അടിക്കലായിരുന്നു എം അക്ബർ ആയിട്ടുള്ള ആയക്കടൽ സംവാദത്തിന് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, അത് എനിക്ക് മനസ്സിലായി, പക്ഷെ അതിലാകെ ഉള്ളൊരു സീന് ഞാനും വിചാരിച്ച മുസ്ലിംസ് ആണ് ജയിച്ചത് എന്നുള്ളതിലാണ്. പക്ഷെ അതില് ഈ നൗഷാദ് ഹസനി പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, യഹ്ഷാഹ മൗജൻ എന്നാണ് അറബി ഗ്രാമർ അനുസരിച്ച് ലൊമീർ മടക്കി വരേണ്ടത് എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു വാദം ഉണ്ട്. അപ്പൊ അതിന്റെ മറുവാദം ഇസ്ലാമിക് പെർസ്പെക്റ്റീവ് എന്ന് അതിനെ തെറ്റായിട്ട് കാണിക്കുന്ന രീതിയിൽ എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോ അതിന് മറുപടി ഉണ്ട്. അതിന് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി ഒക്കെ ചെയ്തിട്ടുണ്ട്, സമസ്ത തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്ത വഴിക്ക് നൗഷാദ് ഹസനി ഭയങ്കര സീനാണ്, അയാള് സുന്നി വേറെ ടീമാണ്, സുന്നികൾ തന്നെ ആരും ഇത് കൊടുക്കാത്ത ഒരു സംഘടനയിലും കയറ്റാത്താന്നൊക്കെ പറഞ്ഞ്. ഞാൻ പറഞ്ഞു അതല്ല, ഗ്രാമർ നിയമപരമായിട്ട് മാറില്ലല്ലോ, നമുക്ക് അറബി കുറച്ച് പഠിച്ചിട്ടുണ്ട് ചെറിയ പ്രായത്തില്. അപ്പോ അതിന് എതിരെയുള്ള ഒരു വീഡിയോ ഉണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിന് ശരിക്കും അതിന് പിന്നെ തിരിച്ച് വേറൊരു മറുപടി ഇല്ലേ, അല്ലെങ്കിൽ അൺമാസ്കിംഗ് എത്തിയസത്തിൽ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞത്. ഓക്കെ, ഈ എം അക്ബറിന്റെ സംവാദം, അയ്യൂബ് മൗലവിയായിട്ട് സംവാദത്തെ കുറിച്ച് നമ്മളിപ്പോൾ ഇനി സംസാരിക്കുന്നതിൽ അതൊരു ഉചിതമല്ല. നമ്മൾ പ്രത്യേകിച്ച് ഞാൻ അതിന്റെ സംഘാടനത്തിന് വേണ്ടി ചുമതലപ്പെടുത്തപ്പെട്ട ഒരാൾ എന്ന നിലക്ക് അതിലേക്ക് പോകുന്നില്ല. അതൊക്കെ ചില പല്ലിവാൽ പരിപാടികളൊക്കെ നടക്കും. ഇതിൽ നിന്ന്, ഈ ചർച്ചയിൽ നിന്ന് വഴിമാറി പോകുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പരാമർശം പോകുന്നില്ല. അതേ സമയത്ത് അയ്യൂബ് ഇസ്ലാം മതം ഇസ്ലാമിലേക്ക് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ അദ്ദേഹത്തെ കൊണ്ടുവരികയും അദ്ദേഹം വലിയ രീതിയിലുള്ള ചില ചില പരാമർശങ്ങളൊക്കെ നടത്തുമ്പോൾ ഒരു മുൻ യുക്തിവാദി ഇസ്ലാമിലേക്ക് അതിന് എന്ന് ചോദിച്ചിട്ടിട്ട് ഞാൻ ആദ്യമായിട്ട് ലൈവ് ചെയ്യുന്നു. അതിനുശേഷം സെപ്റ്റംബർ 11, 13, 29, ഒക്ടോബർ 1, നവംബർ 1, നവംബർ 26 ഇങ്ങനെ 6 വീഡിയോകളിലായിട്ട് അയ്യൂബ് മൗലവി ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം നടത്തിയിട്ടുള്ള ആ ഒരു പർട്ടിക്കുലർ 2-3 മാസത്തെ പരിപാടികളിൽ അദ്ദേഹം ഉയർത്തിയിട്ടുള്ള വാദങ്ങൾ കൃത്യമായിട്ട് ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും അയ്യൂബ് മൗലവിയെ, താങ്കൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ, താങ്കൾ ഇസ്ലാമിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇസ്ലാമിനെതിരെ താങ്കൾ ഇതുവരെ ഉന്നയിച്ചിരുന്ന ആക്ഷേപങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള മറുപടി എന്താണെന്ന് അറിയാൻ എനിക്ക് വ്യക്തിപരമായിട്ട് താല്പര്യമുണ്ട്. നിങ്ങളുടെ പ്രഭാഷണം കേട്ട് ഈമാൻ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരോട് നിങ്ങൾക്ക് മതപരമായ ബാധ്യതയുണ്ട്. ധാർമ്മികമായിട്ട് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തം ഈ സമൂഹത്തോട് നിങ്ങൾക്ക് ഈ രീതിയിൽ അത് പറയാനുണ്ടെന്ന് പറയുകയും അത് ചോദിക്കുകയും അതിന് ഉത്തരം കിട്ടാതെ നമ്മൾ നവംബർ 26 അവസാനമായിട്ട് അയ്യൂബ് മൗലവിക്ക് വേണ്ടി വീഡിയോ ചെയ്തത്. അതിനുശേഷം ഇതുവരെ ഇപ്പം ഏകദേശം 9 മാസം കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ അയ്യൂബ് മൗലവി രംഗപ്രവേശം ചെയ്യുകയും അതിൽ നടത്തിയിട്ടുള്ള ഒരു പരാമർശം ഒരു വെല്ലുവിളി പോലെ പോലുമല്ല, ഒരു വീരവാദം പോലെ പറഞ്ഞ ഒരു സാധനം ക്ലിപ്പ് ചെയ്ത് UA ടീം ഉണ്ടാക്കിയെടുത്ത പുകിലാണ് ഇപ്പോൾ അയ്യൂബ് മൗലവിയെ വില കുരുക്കി കൊണ്ടുപോയിട്ടുള്ളത്. അത് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ സംവാദവേദിയിൽ സംവാദം നടക്കുക എന്നത് തന്നെയാണ് ആവശ്യം. ആദ്യം ചെയ്യേണ്ട ഉത്തരവാദിത്തം ഇനി ഞാൻ ചെയ്തോളാം എന്ന് ഇപ്പോൾ പറയണതിൽ ഒരു ലോജിക്കില്ല.
അത് ചെയ്യണമെന്ന ആവശ്യവും അത് ആവശ്യപ്പെടുകയും സംവാദത്തിന് വേണ്ടിയിട്ടുള്ള വെല്ലുവിളിയും പരസ്പരം ചേർന്നിരുന്നുള്ള ചർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്ഷണവും വ്യക്തിപരമായിട്ട് എനിക്ക് ആ കാര്യങ്ങൾ ബോധ്യപ്പെടണം എന്ന ആഗ്രഹമുണ്ട്, വ്യക്തിപരമായിട്ട് എനിക്കത് മനസ്സിലാക്കാനുള്ള സാഹചര്യം ഒരുക്കാമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അദ്ദേഹവുമായിട്ട് നേരിട്ട് അടുപ്പമുള്ള പല ആളുകളെയും ബന്ധപ്പെടുകയും അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്തിട്ടുള്ളതാണ്. അതാണ് ആ കാര്യത്തിൽ ഇപ്പോൾ പറയാനുള്ളത്. അക്ബറിൻ്റെ സംവാദത്തിൽ ഈ വചനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കി പെറുക്കി വെച്ചതും നൗഷാദ് ഹസനിയുടെ കേസൊന്നും വേണ്ട. അത് വളരെ ലളിതമായ ലോജിക്കാണ്. അറബികളോട് പറഞ്ഞ ഒരു ഉപമ എന്ന് പറഞ്ഞാൽ അന്നത്തെ ആളുകൾക്ക് മനസ്സിലാവുന്നത്. പിന്നെ അതിൽ എൻ്റെ ഒരു എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ചോദ്യം മുഹമ്മദ് നബിയാണ് തുബയ്യിന ലിന്നാസ് എന്നാണ് ഖുർആനെ കുറിച്ച് മുഹമ്മദ് നബിയോട് പറഞ്ഞിട്ടുള്ളത്. മുഹമ്മദ് നബിയാണ് ഖുർആൻ വിശദീകരിച്ചു കൊടുക്കേണ്ട ആള്. മുഹമ്മദ് നബിക്ക് അന്ന് ഈ കാര്യങ്ങൾ മനസ്സിലായിരുന്നെങ്കിൽ ആദ്യകാല മുഫസ്സിറുകൾ അത് ആ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് പുതിയ കാലത്ത് പുതിയ അറിവായിട്ട് മുഹമ്മദ് നബിക്ക് കിട്ടാത്ത, ആദ്യകാല മുഫസ്സിറുകൾക്ക് കിട്ടാത്ത ഒരു പുതിയ അറിവ് നിങ്ങൾക്ക് കിട്ടിയതാണോ എന്ന് പിന്നീട് നടന്ന ലൈവ് ഡിസ്കഷനിൽ ഞാൻ MM അക്ബറിനോട് നേരിട്ട് ചോദിക്കുകയും അതിന് MM അക്ബർ ഇന്ന എന്താ പറയുക തഫ്സീറിലുണ്ട് എന്ന് കളവ് പറയുകയും ആ കളവ് കേട്ടുകൊണ്ട് വിശ്വാസികൾ ത്രസിച്ച് ഉല്ലസിച്ച് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് അദ്ദേഹം ഉദ്ധരിച്ച തഫ്സീറുകളുടെ അറബി കൃത്യമായി കാണിച്ചുകൊണ്ടും വായിച്ചുകൊണ്ടും അതിന് മറുപടി പറയുകയും അതിൽ MM അക്ബർ പറഞ്ഞത് ഇല്ല എന്നും നേരെ മറിച്ച് കൃത്യമായി കടലിൻ്റെ ഉപരിതലത്തിലുള്ള പ്രക്ഷുബ്ധമായ കടലിനെക്കുറിച്ചും ഒന്നിനു മീതെ മറ്റൊന്നായി ആഞ്ഞഴച്ചു വരുന്ന തിരകളെക്കുറിച്ചും അതിനു മുകളിൽ ആകാശത്തുള്ള കാർമേഘങ്ങളെക്കുറിച്ചും മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വ്യക്തമായി എഴുതിയതും നമ്മൾ കാണിച്ചാണ്. അപ്പോൾ അതൊന്നും ഞാൻ പറഞ്ഞത് അതൊക്കെ വിശ്വാസികൾക്ക് പതിയെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. തുടക്കത്തിൽ ഒരു ആവേശ് കുമാർ ലെവലിൽ നോക്കിയാൽ ജബ്ബാർ മാഷ് കുറച്ച് ആവേശം കുറവായിരുന്നു എന്ന് തോന്നൽ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ വിശ്വാസികൾക്ക് പിന്നീട് കാര്യം മനസ്സിലായി. ഏറ്റവും കൂടുതൽ എത്രയും ഇൻറ്റൻസീവായിട്ട് ഇസ്ലാം മതം ഉപേക്ഷിച്ച വേറൊരു സംഭവം ഈ സംവാദം പോലെ കേരളത്തിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറുപടി നീണ്ടുപോയി. ഞാൻ അതിന്റെ അതിലുള്ള ഒരാളാണ്. ഞാൻ ആഴക്കടൽ സംവാദത്തിന് ശേഷം തന്നെയാണ് ഞാൻ മതം ഒഴിവാക്കുന്നത്. എനിവേസ്, ഞാൻ പറഞ്ഞ പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ആ സംവാദത്തിലുള്ള ബാക്കിയുള്ള സാധനങ്ങൾ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ട്വീക്ക് ചെയ്യാം. പക്ഷെ അറബി ഗ്രാമർ ട്വീക്ക് ചെയ്യാൻ പറ്റാത്ത സാധനമാണ്. കാരണം അതിന് പക്ക നിയമമുണ്ട്. അപ്പൊ ഈ ലമീർ മടക്കുന്നതിന് എതിരെയുള്ള വീഡിയോ ഞാൻ ഇപ്പൊ ഇന്നലെ ചോദിച്ചപ്പോ അബ്ദുള്ള ബാസിൽ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇൻഷാല്ലാ നമുക്ക് അങ്ങനത്തെ ഒരു സാധനം യുവ ടീമിൽ തന്നെ റീപോസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ അത് ആ വൈക്കം കൂടെ പോകും. ആരും ഇതുവരെ ചെയ്തിട്ടില്ല. യഹ്ഷാഹു എന്നുള്ളത് അതിനെ എന്ന് പറഞ്ഞാൽ ആ കടലിനെ എന്നാണ്. അത് പക്ക ഗ്രാമാറ്റിക്കലി. പിന്നീട് അവർ എന്താ ചെയ്തതെന്ന് ചോദിച്ചാല് കുഞ്ഞി മുഹമ്മദ് പരപ്പൂരിന്റെ അതേമാതിരി ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് മദനി ഇവരുടെ ഒരു ഖുർആൻ പരിഭാഷയുടെ ഓൺലൈൻ പതിപ്പിൽ നിന്ന് അതിനേന്ന് കഴിഞ്ഞിട്ടുള്ള കടലിനെ എന്നുള്ള ബ്രാക്കറ്റ് റിമൂവ് ചെയ്തു എന്നുള്ളത് മാത്രമാണ് അവർ ആകെ ചെയ്ത മറുപടി. അതിപ്പോ നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. ഓൺലൈനിൽ ഞാൻ പറയുന്നത് ഈ ലമീർ മടക്കുന്ന കേസിൽ ഇപ്പൊ ഞാൻ ആ ചോദിച്ച ചോദ്യത്തിന്റെ അത് യുവ ടീമിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരിക്കലും ഇനി ഉത്തരമില്ലെങ്കിൽ ഒരിക്കലും ശരിക്കും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നെ പോലെ റാൻഡം ആയിട്ടുള്ള ഒരാള് ലൈവില് ചോദിക്കുന്നതും നിങ്ങൾ കേറിയിട്ട് അടുത്തൊരു വീഡിയോ ആക്കി ചോദിക്കുന്നതും ഡിഫറെന്റാ. ഞാൻ ഇപ്പം ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് സാധനമാണ്. പക്ഷെ അതിന്റെ ഉത്തരം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എനിക്ക് തപ്പി കിട്ടില്ല. ഉണ്ടെങ്കിൽ ഓക്കെ, നമ്മളും ഇല്ല, അതിന് ഉത്തരം കിട്ടിയിട്ടില്ല. അതിനുത്തരം കിട്ടാത്തോടത്തോളം പിന്നെ ആഴക്കടൽ സംവാദത്തിന്റെ ഈ മുസ്ലിം ജയവാദം അവിടെ തീരും. കാരണം കുറെ ആൾക്കാർ നമ്മളിപ്പോ മീറ്റ് ചെയ്യുന്ന അല്ലാത്ത ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴും ഈവൻ ഞാനത് ആദ്യമായിട്ട് കാണുമ്പോൾ ഞാൻ വിശ്വാസിയാണ്. പക്ഷെ ആ സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ജബ്ബാർ മാഷ് എന്താ പറയുന്നത്. കാരണം ഇയാളെ കൊണ്ട് നടക്കൂല എന്നുള്ള സാധനമായിരുന്നു എന്റെ മൈൻഡില്. പക്ഷെ പിന്നെ പോകെ ഇതിന്റെ വിഷയം വായിച്ചും മനസ്സിലാക്കിയിട്ടുമാണ് ഞാൻ അതിന്റെ അകത്ത് പുറത്തേക്ക് വന്നത്. അപ്പൊ ഈ ഒരു പോയിന്റിൽ നിൽക്കും. ഞാൻ പറഞ്ഞത് ഈ യഹ്ഷാഹു എന്നുള്ള സാധനം ഇവർക്ക് കൃത്യമായി വിശദീകരണം ഉള്ളതാണെങ്കിൽ പുള്ളി എന്നോട് പറഞ്ഞത് കുർത്തുബിയുടെ തഫ്സീറിലുണ്ട് എന്നാണ്. കുർത്തുബിയുടെ തഫ്സീറിലില്ല. കുർത്തുബിയുടെ തഫ്സീറിൽ കടലിന്റെ ആഴത്തിലുള്ള ഇരുട്ടിനെ പൊതിയുന്ന തിരമാലാന്നോ അതിൽ ആഴക്കടലിൽ തിരമാല ഉണ്ടെന്നോ ഒന്നുമില്ല. കുർത്തുബിയുടെ തഫ്സീറിലുള്ളത് ഞാൻ എഴുതുകയും വായിക്കുകയും അത് വീഡിയോ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഈ ലമീർ മടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറബി ഗ്രാമർ പഠിച്ച പുലികളൊന്നുമില്ല. അതുകൊണ്ട് ഖുർആനിനെ ഇയാൾ പറഞ്ഞത്, അതായത് നമ്മുടെ നൗഷാദ് ഹസനെ അന്ന് ഉപയോഗിച്ച വാക്ക് ഖുർആനിനെ വ്യഭിചരിക്കുകയാണ് MM അക്ബർ ചെയ്തത് എന്നാണ്. ഖുർആനിനെ പൊതുജനങ്ങളുടെ മുന്നിൽ
കൃത്രിമം കാണിച്ചുകൊണ്ടാണ് എം അക്ബർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയത്. യുക്തിവാദിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഖുർആനിനെ താന്തോന്നിത്തരം പോലെ വ്യാഖ്യാനിച്ചു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, പദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട കാര്യവും നൗഷാദ് അഹ്സനിയും അതുപോലെ ഉള്ള ആളുകളൊക്കെ നമ്മുടെ സെബാസ്റ്റ്യൻ പുന്നക്കലും അത് കഴിഞ്ഞിട്ട് അത് പറയുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കൃത്രിമം കാണിച്ച് ഒരു ഖുർആൻ വചനത്തെ ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര ഒരു ഒരു നഷീദിൻ്റെ മ്യൂസിക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വളരെ താളാത്മകമായിട്ടുള്ള ഖുർആൻ പാരായണമൊക്കെ കൂടെ ആയപ്പോൾ വിശ്വാസികൾ അതിൽ ത്രസിച്ചു എന്നതിനപ്പുറത്തേക്ക് അതിനകത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, ഇരുട്ടുകളെ പൊതിയുന്നു എന്നാണ് നമ്മൾ അക്ബർ പറഞ്ഞത്. പക്ഷേ അമാനി മൗലവിക്കായാലും കുഞ്ഞുമുഹമ്മദ് കുഞ്ഞുമുഹമ്മദിനാണെങ്കിലും അവർക്കൊന്നും ഈ സാധനം മനസ്സിലായത് കടലിനെ എന്നാണ്. കാരണം അവർ അറബി പഠിച്ചിരുന്നു. അക്ബർ സാഹിബിന് അറബി അറിയില്ല. ജബ്ബാർ മാഷ്ക്ക് അറബി അറിയില്ല എന്ന് പറയണ്ടല്ലോ. എം അക്ബറിന് അറബി അറിയോ? അതൊരു ചോദ്യമാണ്. അവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് ഈ യഗ്ഷാഹുവിനെ കടലിനെ തിരമാലയെ എന്നാണ് അക്ബർ പഠിച്ചത്. അറബി അറിയാത്ത അക്ബർ പറഞ്ഞത് ഇരുട്ടിനെ പൊതിയുന്നു എന്നാണ്. അറബി പഠിച്ച ചെറിയ മുണ്ടവും അതുപോലെയുള്ള ആൾക്കാരും അമാനി മൗലവിക്ക് എഴുതി വെച്ചത് കടലിനെ എന്നാണ്. അപ്പൊ പിന്നെ അവർ അവരിടപെട്ടത് ഇങ്ങനെയാണ്. ഓൺലൈൻ പതിപ്പിൽ നിന്ന് ആ കടലിനെ എന്ന് പറയുന്ന ബ്രാക്കറ്റ് എടുത്ത് ഒഴിവാക്കി. ബ്രാക്കറ്റ് ഒക്കെ ഖുർആനിൽ ശവക്കല്ലറക്ക് ആണി അടിച്ചെന്ന് പറഞ്ഞിട്ടാണ് ഇന്നലത്തെ UA ലൈവില് സാധനം പറഞ്ഞത്. അയക്കടലിലെ ശവക്കല്ലറക്ക് ആണി അടിച്ചും കൊണ്ടാണ് നമ്മൾ നിർത്തിയത് എന്നുള്ള ആ ഭാഗത്തിലാണ് നിൽക്കുന്നത്. അത് കേട്ടപ്പോഴാണ് ഞാൻ ഈ അറബി ഗ്രാമറിന്റെ സാധനം ചോദിച്ചത്. അതിന് ഉത്തരം ഉണ്ടായിട്ടാണോ അത് പറയുന്നത്, അല്ലെങ്കിൽ അവര് നമ്മൾ ഇത്രയും ദിവസം 48 മണിക്കൂർ കഴിഞ്ഞിട്ടും അവരുടെ പോസ്റ്റിന് നമ്മൾ കൊടുത്ത മറുപടിക്ക് ഇതുവരെ റെസ്പോണ്ട് ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. റഹീസ് കുന്നത്ത്, നമുക്ക് തൊണ്ട പ്രശ്നമാണ്. 786 പേര് കാണുന്നുണ്ട്. 786 എന്താ കഥ? 313 നിന്ന് 786 നമ്മൾ എത്തി. റഹീസ് പറയും. പറയൂ. നല്ലത്. ആരിഫ് ഹുസൈന്റെ പോലെ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നു. മനസ്സിലായില്ല. ആരിഫ് ഹുസൈന്റെ പോലെ അസ്സലാമു എന്താ പറയാ, നിങ്ങൾ എന്നോട് സംസാരിക്കാൻ വന്നല്ലേ? നിങ്ങൾ എന്നോട് സംസാരിക്ക്. നിങ്ങൾ എന്നോട് അസ്സലാമു അലൈക്കും എന്നാണ്, ഞാൻ വലൈക്കും അസ്സലാം എന്ന് പറയും. അതിനെന്താ പ്രശ്നം? അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്നോട് സലാം പറയാൻ തോന്നുന്നുണ്ടോ? മുസ്ലിം അല്ലാത്തവരോട് സലാം പറഞ്ഞിട്ട് കാര്യമില്ല. അതെന്താ? മുസ്ലിം അല്ലാത്തവർ രക്ഷപ്പെടാൻ പാടില്ല എന്നാ? കിട്ടില്ല. സുന്നത്ത് ശരി. അല്ലാതെ കേൾക്കുന്നവന് രക്ഷ ഉണ്ടായിക്കോട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പറയണമെന്നല്ലേ? നമുക്ക് കൂലിയിട്ടാൻ വേണ്ടിട്ടാ? അങ്ങനെയാണെങ്കിൽ ആരിഫിനെ പോലത്തവര് അത് പറയണ്ട. ആരിഫ് അങ്ങനെയല്ലോ പറയുന്നത്. ആരിഫ് എന്താ പറയണേ? നിങ്ങൾ ഇവിടെ നമ്മള് എന്നോട് സംസാരിക്കാൻ വന്നതല്ലേ? നമുക്ക് സംസാരിക്കാം. എല്ലാരും ഒരേ കാറ്റഗറി ആണല്ലോ. അങ്ങനെ എല്ലാരും ഒരേ കാറ്റഗറി ആവുക. എം അക്ബറും അതേപോലെ നമ്മുടെ എന്താ ആളുടെ പേര്, നമ്മുടെ അബൂബക്കർ ബാഗ്ദാദി ഒക്കെ ഒരേ കാറ്റഗറിയാ? അല്ല, മുസ്ലിംസ് എന്നുള്ള കാറ്റഗറി ആണല്ലോ. അവരെല്ലാരും മുസ്ലിങ്ങളാണ് അല്ലേ? അപ്പൊ നിങ്ങളും മദനിയൊക്കെ ഒരേപോലെ തന്നെയാണ്. പക്ഷേ മുസ്ലിംസ് എന്നുള്ള കാറ്റഗറിയാണ് അവര്. പല നമ്മൾ അങ്ങനെ വരുമ്പോ നമ്മളെല്ലാരും, ഞാൻ ചിന്തിക്കുന്നത് നമ്മളെല്ലാവരും ഒരു കാറ്റഗറിയാ, മനുഷ്യന്മാരെന്നുള്ളൊരു കാറ്റഗറിയാ. ഞാനും നിങ്ങളും ആരിഫും അക്ബറും എല്ലാരും ഒരു കാറ്റഗറിയാ, മനുഷ്യന്മാരാണ് നമ്മളൊക്കെ. സുഹൃത്തെ, നിങ്ങൾ എന്നോട് നമ്മൾ തമ്മിൽ സംസാരിക്കുകയാണ്. അല്ലാത്ത ഒരാളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ആരിഫിനോട് എന്തെങ്കിലും പറയാണ്ട് നിങ്ങൾ ആരിഫിന്റെ ലൈവിൽ പോയിട്ട് പറയും. ഒരു കുഴപ്പമില്ലല്ലോ. ഞാൻ ഇപ്പൊ നിങ്ങളോട് മുജാഹിദ് ബാലിശ്ശേരിനെ കുറിച്ചും റഫീഖ് സലഫിനെ കുറിച്ചും പറഞ്ഞ വല്ല കാര്യമുണ്ടോ? റൈസേ, എന്തൊക്കെ നിങ്ങളെ വർത്താനം എന്താ? നിങ്ങൾക്ക് സുഖല്ലേ? മലയാളം. ഫുഡൊക്കെ കഴിച്ചോ? ഡിന്നറൊക്കെ കഴിഞ്ഞോ ചോദിക്കാം. ഡിന്നറൊക്കെ കഴിഞ്ഞു.
ഞാനെന്താ പറഞ്ഞാലോ മറ്റേ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ട് അസ്സലാമലൈക്കും എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പിന്നെ നീചമായ സംസാരമാണെന്ന് ഒരു മിനിറ്റ് നബീല, സംസാരമല്ല. എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യാനേ. ഞാൻ റഹീസുമായിട്ടൊന്ന് സംസാരിച്ചോളൂ, അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. പറഞ്ഞോ റഹീസ് പറ. ആരിഫ് ഭായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലാഹു അഅ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീന വഅളില്ല ശിർക വൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അസ്സലാമു അലൈക്കും എന്ന് നിങ്ങൾ പറഞ്ഞാൽ എന്നോട് ഞാൻ നിങ്ങളോട് വലൈക്കും അസ്സലാം എന്ന് പറയും, ഒരു കുഴപ്പമില്ല. ഒരു മിനിറ്റ് അല്ല അല്ലാഹു അഅ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅളില്ല ശിർക വൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വലിയ വലിയ കാരണം കണ്ട് പേടിപ്പിക്കണം മാഷെ. എന്താ ഇതൊന്ന് പറഞ്ഞു ഫുള്ളാക്കട്ടെ. നിങ്ങൾ പള്ളിയിൽ പോകാൻ വേണ്ടി സുന്നത്ത് കഴിഞ്ഞ് ജുമക്ക് പോകാൻ തുടങ്ങിയ കാലം മുതൽ നിങ്ങൾ കേൾക്കുന്ന പ്രാർത്ഥന അല്ലേ? ഞാനൊരു ടോപ്പിക് എടുത്ത് വെച്ചാണ് ഫുള്ള് ജസ്റ്റ് ഞാൻ അസ്സലാമു അലൈക്കും എന്നല്ലേ നമുക്ക് തർക്കല്ല സുഹൃത്തെ. അസ്സലാമു അലൈക്കും നിങ്ങൾ എന്നോട് പറഞ്ഞാൽ വലൈക്കും മുസ്സലാം പറയും. അത് നിങ്ങൾ ആരിഫിനോട് പോയി പറഞ്ഞു കൊടുക്കേ. ഇവിടെ നമ്മൾ തമ്മിൽ സംസാരിക്കാനല്ലേ നിങ്ങൾ വന്നത്? ഞാൻ ആരിഫിന്റെ ഗുരുവോ രക്ഷിതാവോ ശിഷ്യനോ ഒന്നും അല്ലല്ലോ നിങ്ങൾ എന്നോട് സംസാരിക്കാൻ. ഞാൻ അതാണ് പറഞ്ഞത്, ആരിഫ് എന്റെ ഗുരുവോ ശിഷ്യനോ എന്റെ രക്ഷിതാവോ ഒന്നുമല്ല. അപ്പൊ നമ്മൾ തമ്മിൽ, ഞാൻ പറയാം, നമ്മൾ തമ്മിൽ സംസാരിക്കുക. ആരിഫ് അവിടെ എപ്പോഴും ഇങ്ങനെ സംഭാഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് തോന്നുന്നു. നിങ്ങൾക്ക് വിളിക്കാലോ, സംസാരിക്കാലോ. നിങ്ങൾ എന്നോട് എന്തേലും പറയാണ്ടോ? എന്നെ കുറിച്ച് എന്തേലും പറയാണ്ടോ? നിങ്ങൾക്ക് എന്നെ കുറിച്ചോ എന്നോട് എന്തേലും പറയാണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് പോവാം. നമ്മൾ പറയുന്ന വിഷയങ്ങളെ കുറിച്ചോ എന്നോട് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടോ? പറയും. മുസ്ലിംസിനെ കുറിച്ച് പറയണമെന്നാണ് നിങ്ങൾക്ക് എന്നെ കുറിച്ച് പറയണോ? ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാ നിങ്ങളെ കുറിച്ച് പറയണ്ട. ഏഴാം ക്ലാസ് വരെ മുതൽ പോയിട്ടുള്ള ഞാൻ കേട്ടിട്ടുണ്ട്, അതൊക്കെ ഞാൻ കേട്ടാ. അതിനെന്താ നിങ്ങൾ എത്ര വരെ പോയിക്കണേ? ഞാൻ ഏഴാം ക്ലാസ് വരെ പോയിട്ടൊന്നും ഇല്ലാത്ത അഭിപ്രായം തന്നെ എനിക്കുള്ളത്. എന്നാ പിന്നെ നിങ്ങൾ കേക്കട്ടെ. സർഫ് നഹ്വൊക്കെ നമ്മൾ 6ാം ക്ലാസ് പഠിക്കണാണല്ലോ. സർഫായി കാണി കേക്കട്ടെ. ഞാൻ 20 വർഷമായി മദ്രസ പഠിച്ചിറങ്ങിയിട്ട് 25 വർഷം കഴിഞ്ഞു. നമ്മൾ 6ാം ക്ലാസ്സിൽ സർഫാക്കാൻ പഠിക്കണല്ലേ നിങ്ങൾ പറയേ. ഇപ്പൊ നിങ്ങൾ 1ാം ക്ലാസ്സിൽ പഠിച്ച അറിയാമോ? അതാണ്, അറബിയിലൊന്നും കാര്യമില്ല. അപ്പൊ മദ്രസ കാര്യം നിങ്ങൾ എത്ര വരെ പോയി എന്ന് പോയി എന്നുള്ളൊരു കാര്യമില്ല. എം എം അക്ബർ 5ാം ക്ലാസ് വരെ നിങ്ങൾ സുന്നി മദ്രസ പഠിച്ച ആളല്ലേ? ഞാൻ സുന്നി മദ്രസ ഇനി ഞങ്ങൾ പറഞ്ഞുതരാം. നമ്മളൊക്കെ നിങ്ങൾ ഒരേ പ്രായമാണെന്ന് പറഞ്ഞുകൊണ്ട് പറയാം. നിങ്ങൾ ബഹളം ഉണ്ടാക്കല്ലേ. ആ ചെറിയ കാര്യം ചോദിക്കാം, ഒരു തമാശ പറയാം. ഞാൻ ഈ കെ സുന്നി മദ്രസയിൽ പഠിച്ച പറയട്ടെ. ഓക്കെ, അത് കുഴപ്പമില്ല, ഞാൻ മനസ്സിലാക്കും. ഞാൻ പറഞ്ഞത് ഞാനും നിങ്ങളൊക്കെ ഒരേ പ്രായക്കാരാണെന്ന് പറഞ്ഞുകൊണ്ടും ഞാനും നിങ്ങളും സുന്നി മദ്രസ പഠിച്ചാണെന്നുള്ളതുകൊണ്ടും ഞാൻ നിങ്ങളോട് ഒരു തമാശ വയ്ക്കാം. മുജാഹിദ് മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളുടെ ഖുർആനോത്തും തജ്വീദിനെ കുറിച്ച് നമ്മൾ മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് നമ്മളെ അഭിപ്രായം എന്ത് ചെയ്യുന്നു? പ്രത്യേകിച്ച് അഭിപ്രായം ഇല്ലായിരുന്നു. കാരണം നിങ്ങൾ മുജാഹിദ് മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളെ ഖുർആനോത്ത് കേട്ടിരുന്നോ നിങ്ങളെ പ്രായത്തിലുള്ളത്? ഇല്ലല്ല, ഞങ്ങളുടെ നാട്ടിലാണ് കുറവായിരുന്നു. അതാണ് പ്രശ്നം. അപ്പൊ ഞാൻ പറയാം, തജ്വീദിന്റെ ABCD അറിയാത്ത ഖുർആൻ ക്ലാസ്സുകളാണ് നമ്മളെ മദ്രസകളിൽ ഉണ്ടായിരുന്നത്. നമ്മളൊക്കെ അവിടെ എന്താ പറയുക, നല്ല മണിച്ചും സദ്ദും മദ്ദൊക്കെ ഇട്ട് നല്ലോണം താളത്തിൽ ഖുർആൻ ഓതുമ്പോൾ മുജാഹിദ് മദ്രസയിലെ കുട്ടികൾ തട്ടിമുട്ടിയും ഓതിപ്പോകുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനത്തെ പറയട്ടെ, അങ്ങനത്തെ KNMന്റെ മദ്രസയിൽ 5ാം ക്ലാസ് വരെ മാത്രം പഠിച്ച മഹാനാണ് എം എം അക്ബർ സാഹിബ്. നിങ്ങൾക്ക് അറിയത്? പുള്ളി പള്ളി തെറിച്ച് പോയിട്ടില്ല. ഞാൻ പറയട്ടെ, പുള്ളി പള്ളി തെറിച്ച് പോയിട്ടില്ല. കല്യാണത്തിന്റെ ആവശ്യത്തിന് പോലും അറബി കോളേജിന്റെ ക്ലാസ് റൂമിൽ കയറിയിട്ടില്ല. നിന്റെ വല്യപ്പ അല്ലെങ്കിൽ ഉമ്മാന്റെ ഉപ്പ ബാപ്പാന്റെ ഉപ്പ ആരെങ്കിലും രാജാക്കന്മാരുണ്ടോ? വേണ്ട, മറ്റേ ഉസ്താദുമാരുണ്ടോ? അപ്പൊ അതാ പറഞ്ഞ. അപ്പൊ നിങ്ങൾ എത്ര എന്റെ വല്യപ്പ ഉസ്താദായിരുന്നു, പള്ളിക്കത്തെ മൊല്ലാക്കിയായിരുന്നു. എന്റെ വാപ്പാന്റെ പേര് മൊല്ലവാപ്പൂന്നായിരുന്നു. എന്റെ വാപ്പ ആക്കണം 4ാം ക്ലാസ് വരെ 5ാം ക്ലാസ് വരെ. എന്റെ വാപ്പ അതിനിപ്പോ നമുക്ക് ഉത്തരവാദിത്തമല്ലല്ലോ. മദ്രസ പോയിട്ട് അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ 7ാം ക്ലാസ് മദ്രസ നിന്നോട് ചോദിച്ചത്? എന്നെ കൊച്ചാക്കാൻ ചോദിച്ചതാ? നമ്മൾ രണ്ടുപേരും അല്ല, മദ്രസയിൽ നമ്മൾ രണ്ടുപേർക്ക് ഏകദേശം ഒരേ വിവരമായിരിക്കും. ഞാനും മദ്രസയിൽ അതെങ്ങനെ നിങ്ങൾ പറയാ? നിങ്ങളും എനിക്കും ഒരേ വിവരമായിരിക്കും നിങ്ങൾ പറയാ? അതൊക്കെ മോശല്ലേ? 7ാം ക്ലാസ് വരെ പോയിട്ടുണ്ടെങ്കിൽ ഏകദേശം. അല്ല, നീ പിന്നെ അതിനുശേഷം ഒരുപാട് എന്തായിട്ടുണ്ട്, കുതന്ത്രങ്ങളും പഠിച്ചിട്ടുണ്ട്.
എക്സ്ട്രാ നമ്മൾ ആശയപരമായിട്ട് നമ്മൾ പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും പറയണ്ടോ? എനിക്ക് നീ പറയുന്ന എല്ലാ കാര്യങ്ങളും ആശയപരമായിട്ട് പിന്നെ മുസ്ലിംസിനെ കുറിച്ച് പറയും. ഞാൻ STSന്റെ പ്രവർത്തനം കൂടിയാണ്. ഞാൻ മുസ്ലിംസിനെ കുറിച്ച് ഒന്നും പറയാറില്ല. ഞാൻ കറന്റ് നമ്മുടെ പിന്നെ നാട്ടിലുള്ള ഞാനേ മുസ്ലിംസിനെ കുറിച്ച് ഒന്നും പറയാറില്ല, ഇസ്ലാമിനെ കുറിച്ച് പറയാറുള്ളൂ. ആയിക്കോട്ടെ. അപ്പം മുസ്ലിംസ് എന്ന് പറയുന്നത് എന്താ? പിന്നെ ഇസ്ലാമിൽ പെട്ടല്ല. മുസ്ലിമും ഇസ്ലാമും ഇസ്ലാമതം വിശ്വസിക്കുന്ന ആളുകളല്ലേ മുസ്ലിംസ്? ആണ്. അല്ല, ഇസ്ലാമതം വിശ്വസിക്കുന്ന ആളുകളല്ലേ മുസ്ലിംസ്? ആണ്. അല്ലേ? അതെ, ഒരു പർട്ടിക്കുലർ വിശ്വാസത്തിന്റെ ആശയത്തിന്റെ പേരാണ് ഇസ്ലാം. മുസ്ലിംസിനെ കുറിച്ചാ പറയുന്നത്. എങ്ങനെ ഇസ്ലാമിൽ അടിമത്തം എന്ന് പറഞ്ഞാല് റഹീസ് പിന്നെ അടിമത്തം ചെയ്തു അല്ലെങ്കിൽ അടിമ കച്ചവടം ചെയ്തു എന്ന് അർത്ഥം വരുമല്ലോ. നിങ്ങൾ അടിമത്തത്തിന്റെ കാര്യം പറഞ്ഞിട്ട് നീയും ആരിഫും എന്താ ഞങ്ങൾ എന്തിനെ കുറിച്ചാ പറയണ്ടേ? നിങ്ങളൊരു പോയിന്റ് എടുത്തിടി, നിങ്ങളൊരു വിഷയം കൊണ്ടുവരി, നല്ല നമുക്ക് സംസാരിക്കാൻ. അടിമത്തം 1400 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന അടിമത്തത്തിനെ കുറിച്ച് ഇപ്പൊ ഇവിടെ ഇന്ത്യയിൽ കേരളത്തിൽ പറയേണ്ട കാര്യമില്ല. അപ്പൊ 1400 കൊല്ലത്തിന് മുമ്പുള്ള ഒരു കിതാബിനെ കുറിച്ച് ഇപ്പം ഇതാണ് ഏറ്റവും മഹാസംഭവം എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അതില് കിതാബിലുള്ളത് ഒരു മിനിറ്റ് പഠിപ്പിച്ചിട്ടുള്ളത് എന്താണ്? പറഞ്ഞോ കേൾക്കുന്നുണ്ട്. നബിയുടെ എല്ലാ ചര്യങ്ങളും അതുപോലെ ഫോളോ ചെയ്യാനല്ല പറഞ്ഞിട്ട്. ഹലോ, പ്രത്യേക നിങ്ങളിപ്പം നബി 12 ഭാര്യമാരിൽ 12 വിവാഹം കഴിച്ചെന്ന് വെച്ചിട്ട് എനിക്ക് കേൾക്കുന്നില്ലല്ലോ. നിങ്ങൾക്ക് അത്രയും കളിക്കാലോ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഒരു മിനിറ്റ് കേട്ടോ. എന്താണ് ഫയാസ്? എനിക്ക് കേൾക്കുന്നില്ലേ. നിങ്ങൾ പറയണത് ഞാൻ കേൾക്കുന്നില്ല കേട്ടോ. ഇനിയൊന്ന് പറയും. നബിയുടെ കാര്യം പഠിച്ചിട്ടാണല്ലോ തോന്നിയിട്ടുള്ളത്. നബി 12 പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇനി പറയും. ആയിഷയുടെ വിവാഹം പിന്നെ ആയിഷയുടെ വിവാഹം 6-ാം വയസ്സിൽ ചെയ്തു. 9-ാം വയസ്സിൽ അവരായിട്ട്. ഹലോ, എനിക്ക് എന്റെ ഹെഡ്സെറ്റ് കണക്ട് ആവണില്ല. ഈ പറഞ്ഞ കാര്യം ഒരു മിനിറ്റ് നീ പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കുമോ? ഇപ്പം നബിയെ പിടിച്ച് തൂങ്ങിയിരിക്കല്ലേ. നബി പിന്നെ 12 വിവാഹം ചെയ്തു. അതുപോലെ പിന്നെ ആയിഷാറിനെ 6-ാം വയസ്സിൽ കല്യാണം കഴിച്ചു. അന്നൊക്കെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നബി ശ്രീകണ്ഠനായിരുന്നു, അതുകൊണ്ടാണ് 12 വിവാഹം ചെയ്തത്. ഇതൊക്കെ എല്ലാം 4-5 വർഷമായിട്ട് ഇതല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ കേൾക്കുന്നതാണ് ഇതൊക്കെ എല്ലാ ദിവസവും. 4-5 വർഷമായിട്ട് ഇതല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്. നബി അങ്ങനെ ചെയ്തു വിചാരിച്ചിട്ട് നബി പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളോട് 12 കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ 1500 കൊല്ലമായിട്ട് നിങ്ങൾ 1500 കൊല്ലമായിട്ട് തന്നെയല്ലേ പറഞ്ഞോണ്ടിരിക്കണേ. അത് 1500 കൊല്ലമായിട്ട് അടിമയുടെ കാര്യം. അത് ഇപ്പൊ എവിടെ അടിമ? ഈ 100 വർഷത്തിന്റെ അടുത്ത് അടിമ ഉണ്ടായിരുന്നു ഇന്ത്യയിലെ കേരളത്തിലുണ്ടായിരുന്നു. 100 വർഷത്തിന് മുമ്പ് 100 വർഷത്തിനുള്ളിൽ സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു. അതെനിക്കറിയില്ല, സൗദി അറേബ്യയിൽ പോയിട്ടില്ല, കണ്ടിട്ടില്ല. അങ്ങനെ ആരും പറയുന്നില്ല. നിങ്ങൾ പോയിക്ക് സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു. അടിമനെ ചന്തയിൽ കൊണ്ടുപോയി ഹജ്ജിന് വരുന്നവര് അടിമ കച്ചവടം കാണാൻ പോവും. അടിമ ചന്തയിൽ അടിമനെ കൊണ്ടുപോയി വിൽക്കും, വാങ്ങും, പണയം വെക്കും. ഇപ്പോഴല്ലേ ഞാൻ പറഞ്ഞേ? നിങ്ങളെ 100 കൊല്ലത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നല്ലേ ചോദിച്ചത്? 100 കൊല്ലത്തിന്റെ ഉള്ളിൽ എന്നാ പറഞ്ഞ. ഇപ്പൊ ഉണ്ട് എന്നല്ല, 100 കൊല്ലത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. ആ ബിജു എബ്രഹാമിനെ ഒന്ന് കൈകാര്യം ചെയ്യാൻ സംസാരിക്കാൻ പറ്റണം. ബിജുവിന് പറയും. എനിക്ക് മനസ്സിലായില്ല. 2024 ഇവിടെ കേരളത്തില് അതാണ് സുഹൃത്തെ ഞാൻ പറഞ്ഞത്. അതാണ് ഇസ്ലാമും മുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം. ഇസ്ലാമിക നിയമത്തിന്റെ പ്രത്യേകത അതിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. അതിനെക്കുറിച്ച് ഞങ്ങളോട് പറയണേ. പിന്നെ എന്താ പറയാ, അടിമകൾ ഇവിടെ ഇല്ലാത്തോളൂ ഇസ്ലാമിന്റെ കിതാബിലുണ്ടേ.
ഇസ്ലാമിൽ ഉണ്ടാക്കിയിട്ട് 1300 ഇസ്ലാമിക സമൂഹത്തിൽ അംഗമാകുന്നതും പിന്നെ ശക്തമായി ആരംഗത്ത് പിന്നെ ഇസ്ലാമിനോട് നടക്കുന്നതാണ്. ഒരു മിനിറ്റ് കേട്ടോ, മറ്റു സഭാധിഷ്ഠിതങ്ങളുള്ളത് ക്രിസ്ത്യാനിക്കാരെ ഒരു മിനിറ്റ് അതിന്റെ ഇടയിൽ നമ്മൾ അക്ബർ സാഹിബ് സംസാരിച്ചു തുടങ്ങി. അവര് മുസ്ലിമായി പെട്ടെന്ന് എനിക്കിവിടെ അടിമകളായിട്ടോ അപ്ലിക്കബിളാകുന്ന അങ്ങ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇസ്ലാമിക നിയമം അനുസരിച്ച് ഇസ്ലാമിൽ അള്ളാഹ് 1400 കൊല്ലം മുമ്പ് ഇസ്ലാമിലാണ് പഠിപ്പിച്ചത് നിയമം തന്നെയല്ലേ ഇപ്പോഴും? കാലത്തെ കാര്യം. അതിനുശേഷമുള്ള കാര്യങ്ങളും അടിമകൾ ഉണ്ടായവര് അവരെന്താ ചെയ്തത് നമുക്കറിയില്ല. ഞാൻ ചോദിക്കുന്നത് അവരെ വിട്, ഞാൻ ചോദിക്കുന്ന അവരൊക്കെ വിട്. ഞാൻ ചോദിക്കുന്നത് ഇസ്ലാമിക നിയമത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ? നിയമത്തിന് പ്രത്യേകത അത് കമ്പൽസറി ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ സുന്നത്ത് എന്ന് പറഞ്ഞാല് ഒരു നബിയുടെ ചര്യ എന്ന് പറഞ്ഞ സുന്നത്തുകളാണ്. അത് നിർബന്ധമാക്കി പിടിക്കണം എന്നില്ല. ഞാൻ ചോദിക്കുന്നത് ഒരുമിച്ച് പറഞ്ഞു ഫുള്ളാക്കട്ടെ. സുന്നത്ത് പിടിച്ചാലും നമുക്ക് അതിന്റെ ഒരു എക്സ്ട്രാ ഒരു കൂലി കിട്ടും. അതാണ്. അല്ലാണ്ട് അത് നിർബന്ധമാക്കി സംഭവമല്ല. കൂലി വിട്. ഹലാലും ഹറാമും എന്ന് പറഞ്ഞ സാധനല്ലേ ഇസ്ലാമില്? സുന്നത്തിനേക്കാളും പ്രധാനം ഉള്ളതല്ലേ അല്ലേ? അടിമത്തം ഹലാലാണോ ഹറാമാണോ? അടിമത്തം ഇപ്പത്തെ കാലം എനിക്കറിയില്ല. അന്നത്തെ കാലത്ത് ഹറാമായിരുന്നു. ഇപ്പത്തെ കാലത്ത് അപ്ലിക്കബിൾ അല്ല. ഇപ്പൊ അത് അപ്ലിക്കബിൾ അല്ല. പറയേണ്ട കാര്യം എന്താ? പറഞ്ഞുതരാം. എന്തുകൊണ്ട് പറഞ്ഞുതരാം? പറഞ്ഞു തരാം. എന്റെ ഫാദർ 22 years ആയിട്ട് സൗദി അറേബ്യയിലായിരുന്നു. ഒരിക്കലും അടിമയെ കുറിച്ച് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ ആവേശം കൊള്ളല്ലേ? കഴിഞ്ഞ ദിവസം ഇറാഖിൽ നിന്ന് പറയേണ്ട കാര്യങ്ങൾ ശരി, ഓക്കെ. ഇപ്പൊ സൗദി നമ്മുടെ ഇറാഖിൽ നിന്ന് പുറത്തു വന്ന ഒരു വാർത്ത, അവിടുത്തെ പെൺകുട്ടികളുടെ വിവാഹപ്രായം പറയട്ടെ. ഇറാഖ്, ഇറാനും അമേരിക്കയും പോളണ്ടും മറ്റേ പോളണ്ടൊക്കെ വേറെ വേറെ ഇസ്ലാം വേറെ വേറെ. പോളണ്ടിനെ കുറിച്ച് സംസാരിക്കണ്ട. നിങ്ങൾ ബഹളം ഉണ്ടാക്കല്ലേ? എന്തറിയോ, ഞാൻ നോക്കും, നിങ്ങൾക്ക് സംസാരിക്കാൻ ഇഷ്ടംപോലെ സമയം തരും. ഞാൻ എന്ത് ഉണ്ടാക്കാം? ഞാൻ ഇവിടെ വീട്ടില് എല്ലാരും കേൾക്കുന്ന രൂപത്തിലാണ്. എന്നിട്ട് നിങ്ങൾക്ക് എന്താ കുഴപ്പം? എന്റെ വീട്ടുകാർ ഞാൻ പറയട്ടെ, മറുപടി പറയട്ടെ. പറഞ്ഞോ. ഓ, എല്ലാരും കേൾപ്പിക്കുക, അതന്നെയല്ലേ എനിക്കും വേണ്ടത്. ഞാൻ ചോദിക്കുന്നത് ഇസ്ലാമിക നിയമം അനുസരിച്ച് സംസാരത്തിലുള്ള ഒരു ഏറ്റവും മിനിമം മര്യാദയാണ് നിങ്ങൾ പറയുമ്പോൾ ഞാൻ കേൾക്കുന്നു, ഞാൻ അതിന് മറുപടി പറയുമ്പോൾ നിങ്ങൾ കേൾക്കുക എന്നുള്ളത്. അതിനിടയിൽ നിങ്ങൾക്ക് മറുപടി പറയാൻ മുട്ടും. ഞാൻ കംപ്ലീറ്റ് ചെയ്ത സുഹൃത്തെ, ഞാൻ പാലക്കാട്, മലപ്പുറം. നിന്റെ വീടായ പാലക്കാടും എന്റെ വീടായ മലപ്പുറത്തിന്റെ കാര്യം നീ പറ. ഞാൻ പറയാം. പിന്നെ അഫ്ഗാനിസ്ഥാനും ഇറാനും ഇറാഖും പിന്നെ നൈജീരിയ, ഈജിപ്ത് ഒന്നും പറയാൻ നിൽക്കല്ലോ. അതൊന്നും അവിടെ ഒന്നും ഇസ്ലാം ബാധകല്ലേ? ഇസ്ലാം ബാധകല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവിടുത്തെ കാര്യങ്ങൾ എനിക്കത് വ്യക്തമാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറയണത് ഇനിയൊന്ന് എന്താ അറിയോ, നിങ്ങൾ എന്താ പ്രശ്നം എന്നറിയോ? അസ്വസ്ഥത പ്രകടിപ്പിക്കരുത്. നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കണം. സുഹൃത്തെ, ഞാൻ പറയുന്നത് കേൾക്കൂ. നമ്മള് ഇസ്ലാമിനെ നിങ്ങൾ കാര്യമായിട്ട് കേൾക്കുമ്പോ ഞാൻ 7ാം ക്ലാസ് വരെ പോയിട്ട്. ഓക്കെ, തൽക്കാലം ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പറയുന്നത് കേൾക്കൂ. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് എന്നോടും കൂടി സംസാരിക്കാനുള്ള അവസരത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിച്ചത്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടിയാണ്. അടിമത്തം എന്തുകൊണ്ട് ഇപ്പോൾ ചർച്ച ചെയ്യുന്നു? ഇറാഖിലെ കാര്യം എന്തിന് ഇപ്പോൾ പറയുന്നു? ഈ ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ 1400 കൊല്ലം മുൻപ് അറേബ്യയിൽ ജീവിച്ചിരുന്ന ഒരു ഗോത്രകാല മനുഷ്യൻ, ആ മനുഷ്യരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് വേണ്ടി പറഞ്ഞുകൂട്ടിയ നിയമങ്ങൾ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും ഒരുപോലെ ബാധകമാകുന്ന ഏറ്റവും ഉത്തമമായ നിയമസംഹിതയാണ് എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? ആയിക്കോട്ടെ, അതിന് നബി കാണിച്ച എല്ലാ കാര്യങ്ങളും നിന്റെ അടുത്ത് ഫോളോ ചെയ്യാൻ കമ്പൽസറി ആയിട്ട് നബി പറഞ്ഞിട്ടുണ്ടായിരുന്നോ? നബി പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഞാൻ ആദ്യം നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ഫോളോ ചെയ്യുള്ളൂ, അല്ലാത്ത മുസ്ലിം ആവുകയില്ല എന്നുള്ളത് നിന്നോട് ആരെയും പറഞ്ഞിരുന്നോ? ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് ആയിരക്കണക്കിന് പ്രഭാഷണങ്ങൾ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടുണ്ട്. നിങ്ങൾ സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. വെറുതെ ബഹളം വെക്കരുത്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എന്താണ് ഇസ്ലാം? നിങ്ങൾ മനസ്സിലാക്കിയ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ?
ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ മതമാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം നീയാണ് പാലക്കാട്, ഞാൻ മലപ്പുറത്ത്. സുഹൃത്തെ നിങ്ങൾ എന്തിനാണ് ഈ ബഹളം ഉണ്ടാക്കണേ? ഞാൻ ചോദിക്കുന്നത് ഈ പട്ടാമ്പി ഭാഗത്തുള്ള കറക്റ്റ് അറിയാം. പട്ടാമ്പി അല്ലെങ്കിൽ മണ്ണാർക്കാട് ആ ഭാഗത്തുള്ള. ഞാൻ മണ്ണാർക്കാട് ആര്യമ്പാവ് പാറയിൽ കുളമ്പിലാണ്. എന്താ വേണ്ടേ? എനിക്കറിയാം. അതിന് നിങ്ങൾ സംസാരിക്കാൻ ആ ഭാഗത്തേക്ക് വരുന്ന ആളാണ്. ബഹളം ഉണ്ടാക്കല് സുഹൃത്തെ. നമ്മുടെ ചുറ്റുഭാഗത്തുള്ള എന്ത് ചെയ്യാം, ഒരു മിനിറ്റ്, ചുറ്റുഭാഗത്തുള്ള എന്തൊരു കഷ്ടം. ഞാൻ ചോദിക്കുന്നത് നീ എടുക്കുക, ഒരു മിനിറ്റ്, 4 സുഹൃത്തുക്കൾ നീ എടുക്കും, മുസ്ലിം സുഹൃത്തുക്കളെ വീട്ടിന്റെ 4 സുഹൃത്തുക്കൾ എടുത്തിട്ട് അവര് ഈ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് നീ നാട്ടുകാരോട് അന്വേഷിച്ചോ അല്ലെങ്കിൽ അവരോട് നേരിട്ട് അന്വേഷിച്ചോ? അവരാരെങ്കിലും ഇതുവരെ കയ്യും തലയും മറത്തോ? നീ ഒന്ന് അന്വേഷിക്കും. നീ പെരുന്നാക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംസാരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. നിങ്ങൾ ഒരു ഭാഗത്തിരുന്ന് ബഹളം വെക്കുകയാണ്. ഞാൻ വളരെ സൗമ്യമായിട്ട് കേൾക്കുന്നു, തമാശയായിട്ടിരിക്കുന്നു. ഒരു മിനിറ്റ് സംസാരിക്കാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല. അപ്പൊ എന്നാ വെയിറ്റ് ചെയ്യും. അങ്ങനെ പറ്റുമോ? അല്ല, ഞാൻ 14 ഞാൻ 10 വരെ പറയും. വേണ്ട, പറ്റൂല. ഇത്ര നേരം നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യം ഇതെന്താ അറിയോ? ഇത് ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്നോട് വിരോധം തോന്നരുത്. നിങ്ങളൊരു AP സുന്നി ആയിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ ഒരു PDP അനുഭാവമുള്ള EK സുന്നി. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു PDP അനുഭാവമുള്ള ഒരു EK സുന്നി. ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മനസ്സിലായോ? എന്താണ് പ്രാഥമികമായിട്ട് ഒരു സംഭാഷണത്തിൽ പാലിക്കേണ്ട മര്യാദ എന്ന് ചോദിച്ചാൽ, നമ്മളൊരു കാര്യം പറയുന്നു, ആ കാര്യം വിശദീകരിച്ച് ബഹളം ഉണ്ടാക്കാതിരിക്കുക. ഞാൻ വായിക്കുന്ന ഒരാളാണ്. നിങ്ങള് മുസ്ലിംസിനെ കുറിച്ച് അത്രയും തരം താഴ്ത്തിയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഒരെണ്ണം പറയും, ഒരു പോയിന്റ് ഞാൻ മുസ്ലിങ്ങളെ തരം താഴ്ത്തി പറഞ്ഞ ഒരു പോയിന്റ് പറയും. ഉദാഹരണം മുഹമ്മദ് നബിയെ കുറിച്ച് നിങ്ങൾ വേണ്ടാത്തല്ലേ പറഞ്ഞ ഒരെണ്ണം പറയൂ സുഹൃത്തെ. വേണ്ടാത്ത പറഞ്ഞ ഒരെണ്ണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6ാമത്തെ വയസ്സിൽ ആയിഷ ബീവിയെ വിവാഹം ചെയ്തു. 9ാമത്തെ വയസ്സിലാണ് അവരായിട്ട് ജീവിതം സ്റ്റാർട്ട് ചെയ്തത്. അല്ലെ? അത് ശരിയാണോ തെറ്റാണോ? ഉള്ളതാണോ? എത്രത്തോളം പിന്നെ മോശമായ രൂപത്തിൽ ശ്രീലമ്പണ്ണാണ്, മറ്റേതാണ് മറ്റേതാണെന്ന് പറഞ്ഞു. ഇതെന്തറിയോ? ഇങ്ങനെയല്ല. ഇങ്ങനെ ഒരു കാര്യം, മുഹമ്മദ് നബി സ്ത്രീലമ്പടനാണ് എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? അദ്ദേഹം ആണോ അല്ലേ എന്നുള്ള അഭിപ്രായം ഞാൻ പറയുന്നില്ല. ഒരെണ്ണം എടുത്തിട്ട് പറയും. സുഹൃത്തെ, ഇത് ശരിയാവൂല സുഹൃത്തെ. നിങ്ങളത് ആരിഫിനോട് സംസാരിക്കൂ. അപ്പൊ നിങ്ങൾ ദയവ് നിങ്ങൾ ആരിഫിന്റെ അടുത്ത് പോയി സംസാരിക്കൂ. ഓക്കെ, വെരി ഗുഡ്. എന്നോട് ഞാൻ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടോ ഇല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഇറാഖിനെ കുറിച്ച് ഞാൻ മിണ്ടാൻ പാടില്ല, എന്നിട്ട് നിങ്ങൾ ആരിഫിന്റെ ഇറാഖിനെ കുറിച്ച് എഴുതിയ വൃത്തികേട് വന്നിട്ട് ഇവിടെ പറയാം. അപ്പൊ നിങ്ങളൊരു കാര്യം, നിങ്ങൾ ഒരു 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യ്. ബാക്കിയുള്ള ആൾക്കാരോട് കൂടി സംസാരിച്ച് തിരിച്ചു വരാം. ഒന്ന് വെയിറ്റ് ചെയ്യ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വന്നാലോ? സമയമില്ല, നിങ്ങൾ പോയിക്കോളി. ബഹളം വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഹാരിസ് മുഹമ്മദ്, സോറി, FATEX. ബാക്കി ആരാ ഉള്ള? ക്യാഷ്, ഹാരിസ് മുഹമ്മദ്, ഖാദർ. ഞാൻ പറഞ്ഞ കേൾക്കാവോ? കേൾക്കാം. ലിയാഖത്തെ ഒരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ കുറെ ടൈം ഇപ്പൊ റൈസിനോട് സംസാരിച്ചു. അപ്പോൾ റിക്വസ്റ്റ് ഇതാണ്, നിങ്ങളോട് കൃത്യമായിട്ട് ടൈം തന്നുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ വളരെ സന്തോഷം. നിങ്ങളിപ്പോ 2 മിനിറ്റ് സംസാരിക്കുവാണെങ്കിൽ എനിക്കൊരു 2 മിനിറ്റ് തരണം. 2 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് തന്നാൽ മതി. അപ്പൊ അത് എന്നാലേ കാര്യങ്ങൾ പോയിന്റ്സ് കൃത്യമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ആ റിക്വസ്റ്റ് ആദ്യമേ വെക്കുന്നുള്ളത്. ഇവിടെ നിങ്ങൾ വെച്ച നിങ്ങൾ കുറച്ച്
നിങ്ങളോട് വെച്ച വാദങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് അവർക്ക് ഒന്ന് പറയാനായിരുന്നു. അതായത് ഇവിടെ നിങ്ങൾ പറഞ്ഞ, അതായത് ഈ ആഴക്കടലിലെ സംവാദത്തിന്റെ സമയത്ത് ഇവിടെ ഒരുപാട് ആൾക്കാര് പിന്നെ മുസ്ലിമിൽ നിന്ന് പോയി അവർ എക്സ് മുസ്ലിമായി എന്നുള്ള വാദിച്ചു. അതേപോലെ എനിക്ക് തിരിച്ചും വാദിക്കാൻ പറ്റും. ഒരുപാട് പിന്നെ എക്സ് മുസ്ലിംസ് ആയ ആൾക്കാർ ഈ പറഞ്ഞതുപോലെ മുസ്ലിമിലേക്ക് പോയിട്ടുണ്ട് ആ സംവാദത്തിന് ശേഷം എന്ന് എനിക്കും പറയാൻ പറ്റും. എന്റെ കൂട്ടുകാരിൽപ്പെട്ട ആൾക്കാർ ഒരുപാട് നമ്മൾക്കറിയാം. അതിന്റെ ഗ്രൂപ്പിലും ഒരുപാട് ഇതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നിട്ടുണ്ട്. എനിക്കും തിരിച്ചും വാദിക്കാം. അത് രണ്ടുപേർക്കും വാദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ലിയാഖത്ത്, ഇവിടെ നിങ്ങളൊരു കാര്യം പറഞ്ഞു. ഇസ്ലാമും, ഞാൻ ആ കാര്യം ആദ്യമേ ബോധ്യപ്പെടുത്താണ്. ജസ്റ്റ് എനിക്കൊരു 1.5 മിനിറ്റ് സമയം തരണം. പിന്നെ നമ്മുടെ വിഷയം ഇപ്പോൾ ഒരു ഡിബേറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അറബി അറിയോ അറിയില്ലേ, ആ വിഷയമായിട്ട് ഖുർആൻ ക്ലാസ്, ഇതൊക്കെയായിരുന്നു വിഷയം. അപ്പൊ ആ ഒരു ടോപ്പിക്കായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ലിയാഖത്ത് ഇപ്പൊ വേറെ എന്തൊക്കെയോ ചർച്ചയിലേക്കാണ് പോകുന്നത്. അതാണ് മെയിൻ. അതിന്റെ ഇടയിൽ ഇപ്പൊ ഈ ചർച്ച സംസാരിക്കുന്നതിന്റെ ഇടയിൽ അതൊന്നും ഡിസ്കസ് ചെയ്യാതെ, ആ കാര്യം പറയാതെ ഇപ്പൊ നിങ്ങൾ ലാസ്റ്റ് എത്തിയ വാദത്തിലേക്കാണ് ഞാൻ വരുന്നത്. ലിയാഖത്ത്, ഇസ്ലാമും മുസ്ലിമും ഒന്നാണോ എന്ന ചോദ്യമാണ് ലാസ്റ്റ് ലിയാഖത്ത് ചോദിച്ചത്. അപ്പൊ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഇസ്ലാമും മുസ്ലിമും ഒന്നല്ല എന്നാണ് ലിയാഖത്തിന്റെ വാദം. ഓക്കെ, ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെന്റ് ആ വാദം ഞാൻ എടുക്കുകയാണ് ലിയാഖത്തെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വിമർശിക്കുന്ന അബ്ദുള്ള ബാസിൽ, നിങ്ങൾ ഇവിടെ വിമർശിക്കുന്ന MM അക്ബർ, ഇവര് മുസ്ലിമാണോ ഇസ്ലാമാണോ? ഇതാണ് എന്റെ ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, പറയട്ടെ. പറഞ്ഞോളൂ, കേൾക്കുന്നു. 1 മിനിറ്റ് സമയം നിങ്ങൾക്ക് തന്നു. ഇസ്ലാം എന്താണ് സൗണ്ട് വരുന്നത്? കേൾക്കുന്നുണ്ടോ? ഓക്കെ, കേൾക്കാം. പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇവിടെ ഇസ്ലാമും മുസ്ലിമും രണ്ടാണ് എന്ന് തന്നെയാണ് എൻ്റെ വാദം. അതിലേക്കാണല്ലോ നിങ്ങളുടെ ടോപ്പിക് അല്ലേ? ഇസ്ലാമും മുസ്ലിമും രണ്ടാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പ്രത്യയശാസ്ത്രമാണ്. മുസ്ലിം എന്ന് പറയുന്നത് ഒരു കൂട്ടം മനുഷ്യരാണ്, ഇന്ത്യയുടെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും. ഒരാൾ മുസ്ലിം ആകുന്നത് അയാളുടെ ബൈ ബർത്ത് മുസ്ലിമാണ്, അയാൾ സർട്ടിഫിക്കറ്റിൽ മുസ്ലിമാണ്. അയാൾ വീട്ടിലെ ചെറിയ പ്രായത്തിൽ 2 വയസ്സ്, 1 വയസ്സ്, 3 വയസ്സിലുള്ള അൽഫിത്ര തുടങ്ങി ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് തിരിച്ചറിവ് എത്തുന്നതിന് മുൻപ് ആ കുട്ടിയുടെ തലച്ചോറിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്ന സാധനമാണ് ഇസ്ലാം. ഇത് രണ്ടാണ്. പിന്നെ MM അക്ബറിനെയും പിന്നെ ഇദ്ദേഹത്തെയും നമ്മുടെ അബ്ദുള്ള ബാസിലിനെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവരെ പേരെടുത്ത് പറയാം. അവരെ രണ്ടുപേരുടെയും വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. അവർ ഇവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇസ്ലാമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവരുടെ കയ്യിലുള്ള ഇസ്ലാമിനെ കുറിച്ചാണ് പറയുന്നത്. അവർ പറയുന്ന ഇസ്ലാമിനെ കുറിച്ചാണ് പറയുന്നത്. അവരിവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇസ്ലാമിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ മറുപടി പറഞ്ഞു. ഈ പറഞ്ഞ എന്റെ ചോദ്യം നിങ്ങൾ അഡ്രസ് ചെയ്തിട്ടില്ല. അബ്ദുള്ള ബാസിലും അതേപോലെ തന്നെ MM അക്ബർ ഇസ്ലാമാണോ മുസ്ലിമാണോ എന്ന് പറഞ്ഞതിന് ഉത്തരം പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ പറയാതെ തന്നെ വേറെ കാര്യങ്ങളാണ് പറഞ്ഞു പോയത്. അതായത് ഒരാൾ ബൈ ബർത്ത് ആവുന്നു, ഒരാൾ മുസ്ലിം ആവുന്നു. ഇസ്ലാം എന്ന പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് മുസ്ലിം ആവുന്നത്. ഇസ്ലാം ഉണ്ടെങ്കിൽ മാത്രമേ മുസ്ലിം ഉള്ളൂ, മുസ്ലിം ഉണ്ടെങ്കിൽ മാത്രമേ ഇസ്ലാം ഉള്ളൂ. ആ കാര്യം നമുക്ക് എല്ലാവർക്കും, ഒരു LKG കുട്ടികൾക്ക് പോലും ബോധ്യപ്പെടുന്ന ഒരു സിമ്പിൾ ലോജിക്കാണിത്. അത് നമുക്ക് അവിടെ നിന്ന് കേട്ടെ, നമുക്ക് പോട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ ഞാൻ പറഞ്ഞോട്ടെ, ഇവിടെ ഞാൻ കംപ്ലീറ്റ് അബ്ദുള്ള ബാസിലിന്റെ കാര്യത്തിൽ LKG കുട്ടികൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം. ഞാൻ നിങ്ങളോട് അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ, LKG കുട്ടികൾക്ക് വരെ മനസ്സിലാവുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുക. ഇവിടെ മദ്യനിരോധനത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ മദ്യവർജനത്തെക്കുറിച്ചോ മദ്യനിരോധന സമിതികൾ സംസാരിക്കുമ്പോൾ അവർ മദ്യത്തെക്കുറിച്ചാണോ സംസാരിക്കുക, മദ്യപാനികളെ കുറിച്ചാണോ സംസാരിക്കുക? നിങ്ങൾ പറയും. അതിൽ കുറച്ച് ആളുകൾ മുന്നിലിരിക്കുന്നു, അവർ മദ്യപിച്ചിരിക്കുന്നവരാണ്. അപ്പോൾ അവർ പറയുകയാണിത് ഞങ്ങളെക്കുറിച്ചാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ മദ്യവും മദ്യപാനിയും ഒന്നാകുമോ? മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. ലിയാഖത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ചോദിച്ച 2 ചോദ്യത്തിനും ഉത്തരം പറയാതെയാണ് എന്നോട് ഇങ്ങോട്ട് ഒരു മറുചോദ്യം ചോദിക്കുന്നത്. കുഴപ്പമില്ല, ആ ചോദ്യം അഡ്രസ് ചെയ്തിട്ട്. ഒരു മിനിറ്റ്, ഇത്ര ഈ രീതിയിലല്ല ആർഗ്യുമെന്റ്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ആവേശത്തിന് കുറക്കൂ. മദ്യവും മദ്യപാനിയും ഒന്നാണോ? ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാതെ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ പറഞ്ഞു വരുന്നതാണ് പറഞ്ഞു വരുന്നത്. പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് തീരെ മനസ്സിലാവുന്നില്ല. ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റും. നിങ്ങൾ അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയാണ് ഉത്തരം പറയേണ്ടത് എന്നാണ്. യെസ് ഓർ നോ എന്നാണ് പറയേണ്ടത്. അങ്ങനെ മാത്രം പറഞ്ഞാൽ മതിയോ? അതാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ പറഞ്ഞോ. ഓക്കെ, അല്ല ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചോദിച്ച ഇനി ഞാൻ പറയുന്ന നിങ്ങൾ കേക്ക്. ഞാൻ പറയുന്ന 2 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞ കാര്യം ഇതിനെ നിങ്ങൾ ഒരു ഫോൾസ് അനോളജി വെച്ച് കുഴപ്പമില്ല, ആ അനോളജി ഞാൻ എടുക്കാം. മദ്യപാനും പിന്നെ മദ്യപിക്കുന്നവനും ഞാൻ പറഞ്ഞുതരാം. അതാ അതിലേക്കാണ് വരുന്നത്. മദ്യപാനവും പിന്നെ മദ്യവും ഒന്നാണെന്ന് ചോദിച്ചു.
ഈ ലോകത്ത് മദ്യം കഴിക്കുന്ന മദ്യപാനിയും മദ്യവും ഒന്നാണോ? ഓക്കെ, മദ്യപാനവും മദ്യം ഒന്നാണോ എന്ന് ചോദിച്ചത്. അതായത് മദ്യപിക്കുന്ന ഒരു വ്യക്തിയും, നിങ്ങൾക്ക് എന്താ മലയാളം തീരെ കേട്ടാ മനസ്സിലാവില്ലേ? മദ്യപാനിയും മദ്യവും ഒന്നാണോ എന്നാണ് ചോദിച്ചത്. ഓക്കെ, മദ്യപാനി എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ കള്ള് കുടിക്കുന്ന ആൾക്കാരെ കുറിച്ചാണല്ലോ, ശരിയല്ലേ? കുടിച്ച വ്യക്തി, അതെ, കള്ള. അപ്പൊ ഞാൻ ഓക്കെ അപ്പൊ ഈ കള്ള് ആ കള്ള് കുടിക്കുന്ന വ്യക്തി ഒന്നും ആ മദ്യം, അതാണ് നിങ്ങൾ ചോദ്യം ചോദിച്ചത്. അപ്പൊ ഞാൻ അതിന്റെ ആൻസർ പറയുമ്പോൾ യെസ് ഓർ നോ ആയിട്ട് എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഉത്തരം പറയാൻ പറ്റും. അതിലേക്ക് ഞാൻ വരാം. നിങ്ങളിപ്പോ ജസ്റ്റ് യെസ് ഓർ നോ എന്ന് കളിക്കുമ്പോൾ നിങ്ങളുടെ ആൻസറിലേക്ക് എത്തി. അപ്പൊ എന്തുകൊണ്ടാന്ന് പറഞ്ഞുതരാം. ഈ ലോകത്ത് മദ്യം എന്ന് പറയുന്ന സാധനം അത് നമുക്ക് ഇഞ്ചുറിയസ് ആണെന്ന് പറയാനുള്ള കാരണം ആ മദ്യം ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് ചെല്ലുന്നതുകൊണ്ടാണ്. ശരീരത്തിൽ ചെല്ലുന്ന സമയത്ത് അതിനെ കൊണ്ടുള്ള പ്രശ്നങ്ങളും നമ്മുടെ ലിവർ ഡാമേജ് ആവുന്നതും അതിന്റെ കൃത്യമായിട്ടുള്ള സ്റ്റഡീസ് ഉണ്ട്. അതേപോലെ ഈ ഈ സാധനം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഹരി ഇട്ടിട്ട് നമ്മുടെ വീട്ടിൽ പോലും നമ്മുടെ മാതാപിതാക്കളെ തിരിച്ചറിയാത്ത അവസ്ഥ, റോഡിൽ നടന്ന് പിന്നെ ഒരുപാട് വൃത്തികേടാക്കുന്ന ആൾക്കാരെ നമ്മൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഈ മനുഷ്യർ ഇവിടെ ഇല്ല എങ്കിൽ മദ്യം മോശമാണെന്ന് പറയേണ്ട ആവശ്യമില്ല എന്ന് ലിയാഖത്ത് മനസ്സിലാക്കണം. മദ്യം മോശമാവുന്നത് എന്തുകൊണ്ടാണ്? ജനങ്ങൾ ഈ ലോകത്ത് അത് കുടിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ജനങ്ങൾ ഈ മദ്യം കുടിക്കുമ്പോൾ എന്താവും? അതിന്റെ റെപ്ലിക്കേഷൻസ്, അതായത് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. റോഡിൽ തുണിയില്ലാതെ നടക്കുന്നു, ഭാര്യയെ തല്ലുന്നു, പിന്നെ മാതാപിതാക്കളെ തിരിച്ചറിയുന്നില്ല. ഇതുപോലെ ഒരുപാട് പിന്നെ ഇമ്മോറലായ കാര്യങ്ങൾ ചെയ്തത് കൊണ്ടാണ് ഈ മദ്യപാനത്തെ നമ്മൾ അതോടൊപ്പം തന്നെ ശരീരത്തിന് ഹാനികരമാണ്. അതിന്റെ സ്റ്റഡിയുണ്ട്. അപ്പൊ അതനുസരിച്ച് അതുകൊണ്ടാണ് ഈ മദ്യം എന്ന് പറയുന്ന സാധനം നമ്മൾ കുടിക്കരുതെന്ന് പറയുന്നത്. മനുഷ്യരെ ഈ ലോകത്തില്ല എന്ന് കരുതിക്കോ. അങ്ങനത്തെ ഒരു മദ്യം ഒരു ആൾ പോലും മദ്യം തൊടുന്നില്ല എന്ന് കരുതിക്കോ. അങ്ങനെയാണെങ്കിൽ മദ്യം നിരോധിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. മനസ്സിലായി? ക്ലിയർ ആണോ? മനസ്സിലായി. ഇനി ഞാൻ ചോദ്യത്തിലേക്ക് അബ്ദുള്ള ബാസിലും എം എം അക്ബറും മുസ്ലിമാണോ ഇസ്ലാമാണോ? നിങ്ങൾ ഉത്തരം പറഞ്ഞില്ല. അവർ മുസ്ലിമാണോ ഇസ്ലാമാണോ? ഓക്കെ, പറഞ്ഞുതരാം. മദ്യപാനിയും മദ്യവും ഒന്നാണോ എന്ന ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കണ്ടെത്തിയാൽ, നിങ്ങൾ പറഞ്ഞാൽ അതിലുണ്ട് ഉത്തരം. ഇനി നിങ്ങൾ വിശദീകരിച്ച വിശദീകരണത്തിലേക്ക് വന്നാൽ, നിങ്ങൾ വിശദീകരിച്ച വിശദീകരണത്തിലേക്ക് വരുന്നത് ഒരു മദ്യം എന്തുകൊണ്ട് നമ്മൾ എതിർക്കുന്നു? ഒരാൾ മദ്യത്തിന് അടിമയായാൽ, ഒരാൾ മദ്യം അമിതമായിട്ട് ഉപയോഗിച്ചാൽ, അത് അദ്ദേഹത്തിൻ്റെ സ്വബോധത്തെ തകർക്കുമാറ് അദ്ദേഹം അതിന് അഡിക്റ്റ് ആയാൽ എന്ന് പറഞ്ഞാൽ, ഒരാൾ ശരിയായ മദ്യപാനിയായാൽ അയാളെ കൊണ്ട് അയാൾക്ക് പ്രശ്നമാണ്, അയാളുടെ ആരോഗ്യത്തിന് പ്രശ്നമാണ്, അയാളുടെ അയലോക്കക്കാർക്ക് പ്രശ്നമാണ്, വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്ക് പ്രശ്നമാണ്. ഇതേ സെയിം എഫക്റ്റാണ് മതം കൊണ്ടുള്ളത്. മതം കൊണ്ടുള്ളത് കൃത്യമായിട്ട് നമ്മൾ ബംഗ്ലാദേശിലേക്ക് ഇപ്പോൾ ഒന്ന് നോക്ക്. അവിടെ നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ അവിടെ ആക്രമിക്കപ്പെടുന്നതും ഒരു ഒന്നോ രണ്ടോ പ്രത്യേക വിഭാഗം ആളുകളുടെ മതത്തിനടിമയായ മനുഷ്യരാണ്. അത്തരം ആളുകൾ ഈ മതത്തിന് അടിമയാകുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കേരളത്തിൽ നിന്ന് ISISലേക്ക് റിക്രൂട്ട് ചെയ്തു പോയ ആളുകളുണ്ട്. അവർക്ക് ഇവിടെ പ്രധാനപ്പെട്ട എം എം അക്ബറിന്റെ പീസ് സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന റാഷിദ് എന്ന് പറയുന്ന വ്യക്തിയായിട്ട് ബന്ധമുണ്ട്. പബ്ലിക് പ്ലാറ്റ്ഫോമിലുള്ള വിവരമാണ് ഇത്, നമ്മൾ പറഞ്ഞതല്ല. മുജാഹിദിൽ തന്നെയുള്ള ആളുകൾ കൃത്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഇത്തരം ആളുകളെ മനുഷ്യന്റെ ജീവിതത്തിനും അപരന്റെ ജീവിതത്തിനും ദോഷമുണ്ടാകുന്ന തരത്തിൽ ബാധിക്കുന്ന മദ്യത്തിന് സമാനമായ ഒരു ലഹരിയാണ് മതം. അത് എത്ര കുറച്ച് ഉപയോഗിക്കുന്നു, ഇപ്പോൾ എല്ലാ മദ്യപാനികളും റോട്ടിൽ കിടക്കുന്നവരാണെന്ന് നിങ്ങൾ സമ്മതിക്കുമോ? ഇല്ലല്ലോ. മദ്യം അത് വളരെ നേർപ്പിച്ച് വെറുതെ ഒരു ചെറിയ ആനന്ദത്തിന് കുറച്ച് സമയത്തേക്ക് ഒരു ഇത്തിരി കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് ആ വ്യക്തിക്ക് ശരീരത്തിൽ എന്തെങ്കിലും ഉണ്ടാവുന്ന ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അതേപോലെ തന്നെയാണ് മതത്തിൻ്റെ കാര്യം. ഒരാൾ നോമ്പ് നോൽക്കും, നിസ്കരിക്കും, സക്കാത്ത് കൊടുക്കും, ഹജ്ജ് ചെയ്യും, വേറെ ഒരാളെയും ജിഹാദിന് ഇറങ്ങുന്നില്ല, ഒരാൾ ദഅവത്തിന് പോകുന്നില്ല, ഓണത്തിന് സദ്യ കഴിക്കാൻ പോകുന്ന കുട്ടികളെ മെക്കിട്ട് തരാൻ പോകുന്നില്ല, ലിപ്സ്റ്റിക്ക് ഇട്ട് നടക്കുന്ന കുട്ടികളെ വേശ്യയെ എന്ന് വിളിച്ചിട്ട് പരസ്യമായിട്ട് പ്രസംഗിക്കുന്നില്ല. അയാളുടെ മതം കൊണ്ട് അയാൾക്ക് എന്തെങ്കിലും ചെറിയ തടസ്സങ്ങൾ ഉണ്ടെങ്കിലുള്ളൂ. മദ്യവും മതവും മനുഷ്യനിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന അനോളജി വളരെ ആപ്റ്റാണ്. നിങ്ങൾ കൃത്യമായിട്ട് ഉദാഹരണം പറഞ്ഞു. ഇനി നിങ്ങൾ പറയൂ. ഞാൻ പറയാം. ഓക്കെ, ഞാൻ ഇത്ര തന്നെ സമയം തരണം ലിയാഖത്ത്. ഈ അനോളജി തെറ്റാനുള്ള കാരണം ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നിങ്ങളൊന്ന് കേട്ടിരിക്കണേ പ്ലീസ്. അപ്പൊ ഇവിടെ അനോളജി തെറ്റാനുള്ള കാരണം, നിങ്ങൾ ഈ മദ്യത്തെയും മതത്തെയും കമ്പയർ ചെയ്തു. അതായത് നിങ്ങൾ ആപ്പിളിന് ഓറഞ്ച് ആയിട്ട് കമ്പയർ ആണ്. മദ്യം എന്ന് പറയുന്ന കാര്യം ഞാൻ വായിക്കാം, അതായത് ജസ്റ്റ് അറിയാൻ വേണ്ടി. ഈ സാധനം ഇൻക്രീസസ് യുവർ റിസ്ക് ഓഫ്, മനസ്സിലാക്കുക, ഹാവിംഗ് എ സ്ട്രോക്ക്, ഡെവലപ്പിംഗ് ഡിമെൻഷ്യ. 4 to 5 സ്റ്റാൻഡേർഡ് ഡ്രിങ്ക്സ് കഴിക്കുന്നവർക്ക് ഈ പറയുന്ന പോലെ ലിവർ ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ട്. അത് വളരെ ഡേഞ്ചറസ് ആണ് എന്ന് നമ്മൾ പലതവണ വായിക്കുകയാണ്. നിങ്ങൾ ഇതിനെ എന്ത് ചെയ്തു? ഈ മതത്തെ ആയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്തു.
ഇതാണ് ഫോൾസ് അനോളജി. നിങ്ങൾ ഇവിടെ ബംഗ്ലാദേശിന്റെ ഉദാഹരണം കാണിച്ചു. ലോകത്തിൽ ഏകദേശം 2 ബില്യൺ മുസ്ലിംസ് അറൌണ്ട് ദ വേൾഡ് ഉണ്ട്. ഒരുപാട് സ്ഥലത്ത്, ഇന്ത്യ ആയിക്കോട്ടെ, കേരളം ആയിക്കോട്ടെ, ഡൽഹി, യൂറോപ്പ്, അമേരിക്ക, എവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും കൂടുതൽ ആൾക്കാരും ഇന്ന് സന്തോഷത്തോടും സമാധാനത്തോടാണ് ജീവിക്കുന്നുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇനി ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പറയും നിങ്ങൾക്ക് വായി തോന്നിയാ പറയാമെന്ന്. ഒരു സ്റ്റഡി നടന്നിട്ടുണ്ട്, ഒരു പഠനം. ആ പഠനം പറയുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷകരമായി ജീവിക്കുന്ന ആൾക്കാർ ദൈവവിശ്വാസികളാണ്. അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. ദൈവവിശ്വാസത്തിന്റെ കാരണം എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞതുപോലെ അവർ ഈ കോൺഗ്രിഗേഷണൽ പ്രേയേഴ്സും അതേപോലെ തന്നെ അവരുടെ ഫെസ്റ്റിവൽസും അതേപോലെ ഗാദറിങ്ങും പ്രാർത്ഥനയൊക്കെ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഹാപ്പിയും സാറ്റിസ്ഫൈഡ് ആയിട്ട് ആൾക്കാർ മതവിശ്വാസികൾ എന്ന് പഠിപ്പിക്കുന്നത്. അതൊരു സ്റ്റഡിയാണ്, പഠനമാണ്. അപ്പൊ നിങ്ങൾ ചെറി പിക്ക് ചെയ്തിട്ട് 2 or 3 ഇൻസിഡന്റ് എടുത്തിട്ട് ലോകത്തിൽ 2 ബില്യൺ ആൾക്കാർ നല്ല സുഖസുന്ദരമായിട്ട്, ലിയാക്കത്തിന്റെ നെയ്ബേഴ്സിനെ നോക്കാം, ലിയാക്കത്തിന്റെ അടുത്തുള്ള ആൾക്കാരെ നോക്കാം, എല്ലാവരും സുഖസുന്ദരമായി ജീവിക്കുന്ന ആൾക്കാരെ ഞാൻ കേൾക്കുന്നു, ഫുള്ള് കേൾക്ക്. മദ്യമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ പറയാണ് ഒരു മദ്യം കഴിച്ച് ഒരുത്തൻ ഡ്രസ്സ് ഊരി പോകുന്നത് പോലെയാണ് ഒരു ദൈവവിശ്വാസി എന്ന് പറയുന്നവൻ ഡ്രസ്സ് ഊരി നടക്കുന്നതിന്റെ തുല്യമാണ് എന്ന് പറയുന്ന മണ്ടൻ ലോജിക്കാണ് നിങ്ങൾ. അതുകൊണ്ടാണ് അത് ഫോൾസ് അനോളജി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് തെറ്റായ കമ്പാരിസൺ? കാരണം ഈ കാര്യം അല്ല, ഞാൻ പറഞ്ഞോട്ടെ, കംപ്ലീറ്റ് പറഞ്ഞ പോയിന്റ് ഞാൻ സഹീറിനോട് നിങ്ങൾ റഹീസിനോട് ഒരുപാട് ടൈം എടുത്തു. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, പെട്ടെന്ന് ഞാൻ നിർത്താം. ഫുൾ ടൈം എടുക്കൂല ലേഖത് ഭായി. സുഹൃത്തെ, നിങ്ങൾ പറഞ്ഞ കാര്യം അതായത് സുഹൃത്തെ ഞാൻ കംപ്ലീറ്റ് ആക്കി നിങ്ങൾ പറഞ്ഞോ, കംപ്ലീറ്റ് ആക്കി പറഞ്ഞു. ഞാൻ പെട്ടെന്ന് തീർക്കാം. അല്ല, നിങ്ങൾ പറഞ്ഞ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പ്രതികരിച്ചിട്ടില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്, താങ്ക് യു. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ അനോളജികൾ വെച്ചിട്ട് അതിനെ കമ്പയർ ചെയ്യാണ്. ഇവിടെ മതവിശ്വാസികൾ പിന്നെ നല്ല രീതിയിൽ ജീവിക്കുന്നതിന് നിങ്ങൾക്ക് അറിയാം. പക്ഷെ അതിന് നിങ്ങൾക്ക് ബംഗ്ലാദേശിലും അതേപോലെ നിങ്ങൾ പിന്നെ അഫ്ഗാനിസ്ഥാനിലും പോകേണ്ട ഒരു ഗതികേട് ആയിപ്പോയി. പക്ഷെ നിങ്ങൾ UAE കാര്യം പറയുമ്പോഴും, അതായത് ഒരുപാട് ഡെവലപ്മെന്റ് നേഷൻസിന്റെ കാര്യം പറയും, നിങ്ങൾ പറയും അത് പരിപൂർണമായി ഇസ്ലാമിക് രാജ്യമല്ല നിങ്ങൾ പറയും. അപ്പൊ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഇസ്ലാമിന് വേണ്ടി മാത്രം ചെറി പിക്ക് ചെയ്തുകൊണ്ട് ഒരു രാജ്യത്തെ എടുത്തുകൊണ്ട് അത് മദ്യമായിട്ട് കമ്പയർ ചെയ്യുന്നത് തെറ്റാണ്. പിന്നെ എന്റെ ചോദ്യം വീണ്ടും നിലനിൽക്കുകയാണ്. അബ്ദുള്ള ബാസിലും അതേപോലെ MM അക്ബറും ഈ പറയുന്ന അവർ ഇസ്ലാമാണോ മുസ്ലിമാണോ? നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ യൂട്യൂബിൽ ലൈവ് പോകുന്നതും നിങ്ങൾ ഡിബേറ്റിന് വിളിക്കുന്നതും ഇസ്ലാമിനെയാണോ മുസ്ലിംസിനെയാണോ? അവരെന്തും പേര് നടന്നോട്ടെ, നിങ്ങൾ വിളിക്കുന്നവര് ആരാണ്? മുസ്ലിങ്ങളാണോ നിങ്ങൾ വിളിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രവാചകനായിട്ട് നിങ്ങൾക്ക് സംവദിക്കാം, ഖുർആനായിട്ട് സംവദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ പറയാം. നിങ്ങൾ ഇവിടെ സംവദിക്കുന്നതും വെല്ലുവിളിക്കുന്നതും ക്യാഷ് എടുത്ത് നിങ്ങൾ ഇത് നിങ്ങൾ മുസ്ലിമിനെയാണ് വിളിക്കുന്നത്. അപ്പൊ ഈ 2 പേര് ഇവർ മുസ്ലിം ആണോ ഇസ്ലാമാണോ? അവരുടെ അതാണ് ചോദിക്കുന്നത്. അവര് പേര് നടക്കുന്ന കാര്യമല്ല, അവർ മുസ്ലിമാണോ ഇസ്ലാമാണോ? ഇപ്പോഴെങ്കിലും നിങ്ങൾ ആൻസർ പറയുന്ന വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനും ആൻസർ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. നിങ്ങൾ ആൻസർ പറഞ്ഞിട്ടില്ല. നിങ്ങൾ മദ്യപാനിയും മദ്യവും ഒന്നാണോ എന്ന് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. നിങ്ങൾ ഭയങ്കരമായിട്ട് ആവേശത്തിലാണെന്ന് അറിയുന്നു. വളരെ സന്തോഷം. എത്ര ആവേശത്തിലൊക്കെ വെയിറ്റ് ചെയ്യും. പറയട്ടെ. ഇവിടെ MM അക്ബറും പിന്നെ ഇവരും മുസ്ലിമാണോ ഇസ്ലാമാണോ എന്ന് ചോദിക്കുന്നു. അവർ മുസ്ലിങ്ങളാണ്. ആ മുസ്ലിങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ഇസ്ലാമിൻ്റെ പ്രബോധനവും പ്രചാരണവും നടത്തുന്നവരാണ്. മദ്യത്തെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാവുകയും മദ്യത്തെ എതിർക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവുകയും മദ്യനിരോധന സമിതിയെ അല്ലെങ്കിൽ മദ്യവർജനത്തിന് വേണ്ടി ബോധവൽക്കരണം നടത്തുന്ന ആളുകളെയോ മദ്യം ശരിയാണ് എന്ന് വാദിക്കുന്ന, മദ്യം ഉപയോഗിക്കുന്നവർ അതിനു വേണ്ടി വാദിക്കുകയും മറ്റുള്ളവർ മദ്യം കുടിച്ചാൽ ഒരു കുഴപ്പമില്ല, അത് ഏറ്റവും നല്ലതാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളെ സംവാദത്തിന് വിളിക്കുന്നത് മദ്യപാനീയ സംവാദത്തിന് വിളിക്കലാണ്. മുസ്ലിമായ MM അക്ബറിനെയും മുസ്ലിമായ പിന്നെ ബാസിലിനെയും ഇസ്ലാമിൻ്റെ പ്രചാരണം ശരിയാണ് എന്ന് വിശ്വസിക്കുകയും ഇസ്ലാം പ്രജകൾ എന്ന നിലക്ക് അവരെ നേരത്തെ പറഞ്ഞതുപോലെ സംവാദത്തിന് വിളിക്കുകയാണ്. സംവാദ വിഷയം മദ്യം മനുഷ്യന് ആവശ്യമോ അല്ലേ, മതം മനുഷ്യന് ഗുണമോ ദോഷമോ, ഇതാണ് സംവാദ വിഷയം. അപ്പൊ മദ്യപാനിയെ മദ്യത്തിന് വേണ്ടി സംസാരിക്കുകയും മദ്യം പ്രചരിപ്പിക്കാൻ വേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്ന മദ്യപാനിയെ മദ്യത്തെക്കുറിച്ച് സംവാദത്തിന് വിളിക്കും. അതുപോലെയാണ് MM അക്ബറിനെയും മുജാഹിദ് ബാലുശ്ശേരി ആയാലും ഇപ്പോൾ അയ്യൂബ് ഒരു കാലത്ത് മദ്യവർജന സമിതിയുടെ നേതാവായിരുന്നു, ഇപ്പോൾ മദ്യപാനം ആരോഗ്യത്തിന് വളരെ മികച്ചൊരു ഇതാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പ്രചാരകനാകുമ്പോൾ അദ്ദേഹത്തെയും മദ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വിളിക്കും. ഇത്ര നടക്കുന്നുള്ളൂ. അതുകൊണ്ട് ഉത്തരം പറയാനും പ്രശ്നമില്ല, അനോളജിയിൽ ഒരു പ്രശ്നവും. ഇനി നിങ്ങൾ ഇത് അനോളജി തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ വാദങ്ങളെയാണ് ഗണ്ണിക്കുന്നത്.
ഇപ്പൊ മദ്യപിക്കുന്ന എല്ലാവരും, അതായത് കുറച്ച് മുസ്ലിങ്ങൾ അവിടെ ഇവിടെ എന്തോ ചെയ്തു, ബംഗ്ലാദേശിലെ മുസ്ലിങ്ങൾ കുറച്ച് അമ്പലം തകർത്തു, കുറച്ച് ക്രിസ്ത്യൻ പള്ളിയല്ലേ, അത് വളരെ കുറഞ്ഞൊരു ശതമാനമാണെന്ന് പറയണേ. കള്ളു കുടിക്കുന്ന എല്ലാവരും ഭാര്യനെ തല്ലുന്നുണ്ടോ? കള്ളു കുടിക്കുന്ന എല്ലാവരും തുണി അഴിച്ചിട്ട് നടക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അത് അമിതമായ തോതിൽ ഉപയോഗിക്കുമ്പോൾ, അത് മനുഷ്യന്റെ സാമാന്യ ബോധത്തെ ബാധിക്കുമ്പോൾ അതെങ്ങനെ പ്രവർത്തിക്കുന്നോ അതേ പ്രവർത്തനം അതിനേക്കാൾ മാരകമായ രീതിയിൽ മദ്യത്തിന് സാധിക്കാത്തത് മതത്തിന് സാധിക്കും എന്നാണ് ഞാൻ പറയുക. മദ്യം മനുഷ്യന്റെ സ്വബോധത്തെ നശിപ്പിച്ചിട്ടാണ് ഈ പ്രശ്നങ്ങളും അക്രമങ്ങളൊക്കെ കാണിക്കുന്നതെങ്കിൽ മതം സ്വബോധത്തിൽ മനുഷ്യന്റെ മാനവികമായിട്ടുള്ള സകല ചിന്തകളെയും മരവിപ്പിക്കാനും അക്രമം കാണിക്കാനും പര്യാപ്തമാണ്. എന്തുകൊണ്ടാണ്? മതം തലക്ക് പിടിച്ച ആളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ബലാവും വറാവും എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഷംസുദ്ദീൻ പാലത്തിങ്കൽ പറഞ്ഞ ഖുർആൻ വിശദീകരണം അറിയോ? അത് ഖുർആനിലുള്ളതാ, പാലത്തിങ്കലിന്റെ പ്രശ്നമല്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഈ മതത്തിലുള്ളത് അതെന്തോ മികച്ച സാധനമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവരോട് നിങ്ങൾ ആ കൊണ്ടുവരി, നമുക്ക് ആ സാധനം ഒന്ന് പരിശോധിക്കാം എന്ന് പറയും. നമ്മളെ അയലോക്കത്തുള്ള ആൾക്കാർ, കുടുംബത്തിലുള്ള ആൾക്കാർ ഇവരൊന്നും വിമർശിക്കാറില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരതിൻ്റെ പ്രചാരകരല്ല. അത് അവരെന്തോ ശരിയാണോ തോന്നിയിട്ട് ചെറിയ രീതിയിൽ ഉപയോഗിച്ച് കൊണ്ട് നടക്കുന്ന മദ്യപാനികളെ നമ്മൾ പുറത്തു നിന്ന് മദ്യം എന്ന പൊതുവായ ആ വിഷയത്തെക്കുറിച്ച് അവരോട് സംസാരിക്കും. അവരെ നമ്മൾ വെല്ലുവിളിക്കൂല. അതേ സമയത്ത് മദ്യം ഭയങ്കര സംഭവമാണ്, ഞങ്ങളെ മദ്യം മഹാസംഭവമാണ്, ഞങ്ങളെ മദ്യങ്ങൾ എല്ലാവരും കുടിച്ചോളി, ഞങ്ങളെ മദ്യം കുടിച്ചോലൊക്കെ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന പോലെ നമ്മൾ സംഭവത്തിന് വിളിക്കും. മദ്യവും മതവും മനുഷ്യനും അനോളജി ഒരു കുഴപ്പമില്ല. നിങ്ങൾ പറഞ്ഞോളി. സമയം തന്നാ മതി ലിയാഖത്ത്. ഓക്കെ, ഇതാണ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു വരുന്നത്. നിങ്ങൾ ഈ വെക്കുന്ന എക്സാമ്പിൾ നിങ്ങൾ എന്താ ചെയ്തെന്നറിയോ? നിങ്ങൾ തന്നെ പറഞ്ഞു, താങ്ക് ഗോഡ് ഫൈനലി പറഞ്ഞു അവർ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞു. അവരെ നിങ്ങൾ എതിർക്കാനുള്ള കാരണവും നിങ്ങൾ പറയുന്നുണ്ട്. ഈ പറഞ്ഞ മതത്തിന്റെ പ്രചാരം അവർ ഈ പറയുന്നതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ എതിർക്കാനുള്ള കാരണം എന്ന് വളരെ നൈസായിട്ട് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇന്ന വേ നിങ്ങൾ എതിർക്കുന്നത് മുസ്ലിങ്ങളെ തന്നെയാണ് പേരെടുത്തുകൊണ്ട്. നിങ്ങൾ എങ്ങനെ വളച്ചു കെട്ടി പറഞ്ഞു, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഒരു സെക്കൻഡ്. ഞാനൊരു 10 സെക്കൻഡ് പോലും ആയിട്ടില്ല. ഒരു മിനിറ്റ്. അല്ല, ഇത് തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇങ്ങനെ വിചാരിച്ചിട്ടില്ല, ഇത് ശരിയല്ല. ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾ പറഞ്ഞു, കുഴപ്പമില്ല. ഒരു കാര്യം, ഇതൊരു ഫോർമൽ ഡിബേറ്റ് അല്ല. ഇത് എന്റെ ചാനലിൽ നമ്മൾ നടക്കുന്ന ഒരു സംസാരത്തിൽ നമുക്ക് പരസ്പരം ഞാനൊരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു മിനിറ്റ്. നിങ്ങൾ ഒരുപാട് ഇവിടെ എന്തൊക്കെയോ പറഞ്ഞു പോയി. ഒന്ന് ടച്ച് ചെയ്തോട്ടെ. നിങ്ങൾ എന്തിനാണ് നിങ്ങൾ അങ്ങനെ ഭയക്കരുത് പ്ലീസ്. ഇത്തരം ഡയലോഗുകൾ നിങ്ങൾ നോക്കൂ. നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ചില പദപ്രയോഗങ്ങൾ ഞാൻ മ്യൂട്ട് ചെയ്യാം. മ്യൂട്ട് ചെയ്യൂ. മ്യൂട്ട് ചെയ്യൂ. ഞാൻ പറയാം. അപ്പൊ ഞാൻ എന്നെ സംസാരിക്കാൻ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞത്. സംസാരിക്കാൻ അനുവദിക്കും. മ്യൂട്ട് ചെയ്യൂ. 2 സെക്കൻഡ്, ഒരു 10 സെക്കൻഡ് മ്യൂട്ട് ചെയ്യൂ. ഇവിടെ നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്, ഞാൻ പറയാത്തൊരു കാര്യം നിങ്ങൾ വളച്ചു കെട്ടാണ്. MM അക്ബറിനെയും മതം പ്രചരിപ്പിക്കുന്നവരെ അവർ മുസ്ലിങ്ങളാണ്. അതിലെന്താ സംശയം? ഞാൻ MM അക്ബറിന്റെ വീട്ടിലുള്ള കാര്യമോ MM അക്ബർ എന്ന് പറയുന്ന വ്യക്തിഹത്യ ചെയ്യാനോ ശ്രമിക്കാറില്ല. അവർ പ്രചരിപ്പിക്കുന്ന വസ്തുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിലെന്താ പ്രശ്നം? എനിക്ക് മനസ്സിലായില്ല. നിങ്ങളൊന്ന് പറയും. നിങ്ങളിപ്പോ 5 മിനിറ്റ് വരെ നിങ്ങളിപ്പോ പറഞ്ഞത് ഞാൻ പറയാത്ത ഒരു കാര്യം നിങ്ങൾ പറയാതെ നിങ്ങൾക്ക് തോന്നിയ കാര്യം എന്നോട് എന്റെ വായിലേക്ക് തിരികെ സത്യത്തിൽ ഞാൻ ഒന്നും പറയാത്ത കാര്യമാണ്. അന്ന് പോലും ഞാൻ ഇടപെടാതെ 5 മിനിറ്റ് മ്യൂട്ട് ചെയ്തിരുന്നു. ഞാൻ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞു ഞാൻ പറയാത്ത കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞത് മൊത്തം ഞാൻ പറയാത്ത കാര്യമാണ്. ഞാൻ ഇടപെട്ടോ? അപ്പൊ ആ മര്യാദ ലിയാഖത്ത് എനിക്ക് തരണം, തിരിച്ചു തരണം, റെസ്പെക്ട് തരണം. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ പോയിക്കോ. അപ്പൊ അവര് മുസ്ലിമാണ് എന്ന് നിങ്ങൾ വാദിക്കുന്നുണ്ട്, നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. മുസ്ലിമും ഇസ്ലാമും രണ്ടാണ് എന്ന് നിങ്ങൾ പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അടുത്തുള്ള അയൽവാസികൾ എന്ന് പറയുന്ന ആൾക്കാർ, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസികളായ ആൾക്കാരെയോ അവരെ നിങ്ങൾ ട്രാപ്പിൽ പെടുത്തുന്ന ഒരു തരം തന്ത്രമാണ് ഈ തന്ത്രം. അത് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്. കാരണം നിങ്ങൾ ഇത് മുസ്ലിമിനെയാണ് ഞാൻ വിമർശിക്കുന്നത് അല്ലെങ്കിൽ അവഹേളിക്കുന്നത് പറയുമ്പോൾ അവിടെ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അത് വേദനിക്കും, അവർ നിങ്ങളെതിരെ തിരിയും എന്നുള്ള ഭയം കൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഞങ്ങൾ ഇസ്ലാമിനെയാണ് എന്നുള്ള ടാക്ടിക് എടുക്കുന്നത്. ഇത് ഒരുപാട് കാലമായിട്ട് നമ്മുടെ പല സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ടാക്ടിക് പറഞ്ഞത് കൊണ്ട് ഇസ്ലാമും മുസ്ലിമും രണ്ടാവില്ല. ഇസ്ലാം ഉണ്ടെങ്കിലേ മുസ്ലിം ഉണ്ടാവത്തുള്ളൂ, മുസ്ലിം ഉണ്ടെങ്കിൽ ഇസ്ലാം ഉണ്ടാവുള്ളൂ. അത് കാര്യം നിങ്ങൾക്കറിയാം. ഈ പറഞ്ഞ അബ്ദുള്ള ബാസിലിന്റെ പേരെടുത്തുകൊണ്ട് തന്നെ, അതേപോലെ MM അക്ബറിന്റെ പേരെടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ വിമർശിക്കുമ്പോഴും നിങ്ങൾ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അവർ മതത്തിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ചെയ്യുന്നതാണ് നിങ്ങൾ വാദിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ വാദിക്കുന്നത് ഒരു പേഴ്സണോടാണ്. ആ പേഴ്സൺ മുസ്ലിമാണ്.
അത് നിങ്ങൾ ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ ഞാനൊരു മുസ്ലിമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ നെയ്ബേഴ്സ് മുസ്ലിമാണ്, ഇവര് പ്രൊപ്പഗേറ്റ് ചെയ്യാത്ത ആൾക്കാരെ അത് ബാധിക്കില്ല എന്ന് പറയുന്നത് തെറ്റായ ഒരു നെറേറ്റീവാണ്. എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ നെയ്ബേഴ്സ് ഈ മതത്തിനെ എന്തോ ഒരു കാരണം കൊണ്ട് അവർ ഇഷ്ടപ്പെട്ടു പോയി എന്നാണ് നിങ്ങളുടെ വാദം. അതൊക്കെ അനക്ഡോട്ടൽ എവിഡൻസ് ആണ്, നിങ്ങൾക്ക് അതിന് യാതൊരു തെളിവില്ല. അവർ എത്രത്തോളം അവരെ മതത്തിനെ ഇഷ്ടപ്പെടുന്നു, എത്രത്തോളം അവർ സ്നേഹിക്കുന്നു, അത് അവരുടെ പേഴ്സണൽ മാറ്റർ ആണ്, അത് നിങ്ങൾക്ക് അറിയാത്ത കാര്യമാണ്. അപ്പൊ എന്തോ ഒരു കാരണം കൊണ്ട് സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഏതൊരു വിശ്വാസിക്കും നിങ്ങൾ പറയുമ്പോൾ അവരുടെ പ്രവാചകനെയോ അല്ലെങ്കിൽ അവരുടെ ഗ്രന്ഥത്തെയോ ഈ രീതിയിൽ പോകുന്ന സമയത്ത് അവർ ഡെഫിനറ്റ്ലി അവരുടെ സെന്റിമെന്റ്സിനെ അത് ഹേർട്ട് ചെയ്യും. അപ്പൊ അത് ബാധിക്കുന്ന ആരെയാണ്? മുസ്ലിങ്ങളെയാണ്. നിങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നത് ഇപ്പൊ കണ്ടുപിടിക്കുന്ന ആൾക്കാരൊക്കെ മനുഷ്യരാണ്, അതിൽ കുറെ മുസ്ലിംസും ഉണ്ടാവും. മുസ്ലിംസിനെയാണ് ഇത് ഹേർട്ട് ചെയ്യുന്നുള്ളത് നിങ്ങൾ വെക്കുന്ന വാദം. അപ്പൊ നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ വാദപ്രകാരം നിങ്ങൾ ഇവിടെ ഹേർട്ട് ചെയ്യുന്നതും നിങ്ങൾ വിമർശിക്കുന്നതും പിന്നെ അവഹേളിക്കുന്ന വേറെ കൂട്ടരും അവരൊക്കെ ഉൾപ്പെടെ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് മുസ്ലിംസിനെ നിങ്ങൾ അവഹേളിക്കുക തന്നെ ചെയ്യാണ്. നിങ്ങൾ പറയുമ്പോൾ നൈസായിട്ട് പറയാം ഞാൻ ഇസ്ലാമിനെയാണെന്ന്, പക്ഷെ അങ്ങനെയല്ല കഥ. ഇനി നിങ്ങൾ പറയുന്ന വാദം അല്ല ഞാൻ പറയട്ടെ, ഈ സാധനം ഈ മതവും പിന്നെ അതിലേക്ക് ഞാൻ വന്നിട്ടില്ല, കാരണം നിങ്ങൾ പറഞ്ഞോണ്ടെങ്കിൽ ഇത് പറയേണ്ട ഒന്നാണ്. മതവും അതേപോലെ മദ്യവും, ഈ ഒരു അനോളജി, അതായത് നിങ്ങളുടെ നെയ്ബറിന്റെ അടുത്തോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തോ വിശ്വാസിയ ഒരു വ്യക്തി മതവും മദ്യം ഒരേപോലെ ആണെന്ന് പറഞ്ഞതിന്റെ കാര്യം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞല്ലോ, അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ പറയുന്നത്. പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസ് അല്ല. മതം എന്ന് പറയുന്നത് ഓൾറെഡി ലോകമെമ്പാടും ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോലും ആൽക്കഹോൾ ഇഞ്ചുറീസ് ആണ് എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ച കാര്യമാണ്. ഒരു നമ്മുടെ നിയമസഭയോ ആരും പറയുന്നില്ല, അത് പറയുന്നത് ആരാണ്? കുറച്ച് എക്സ് മുസ്ലിംസ് കേരളത്തിൽ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആ മതത്തിനെ ഈ നല്ല രീതിയിൽ ജീവിക്കുന്ന, ഇപ്പൊ നമ്മൾ എം അക്ബർ സാഹിബിനെ എടുക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ രണ്ട് പേരല്ലേ എടുത്തത്, ഇവരൊക്കെ ആയിക്കോട്ടെ, ഈ ജനങ്ങൾ അവരുടെ കുടുംബവും അവരുടെ നെയ്ബേഴ്സും അവർ സംസാരിക്കുന്ന ഒക്കെ വളരെ നല്ല രീതിയിൽ വർത്തിക്കുന്ന നല്ല രീതിയിൽ പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും ജീവിക്കുന്ന ആൾക്കാരാണ് എന്ന് നല്ല ബോധ്യമുള്ള വ്യക്തിയാണ് ആര്? ഈ പറഞ്ഞ ലിയാഖത്ത് ഭായ്. എന്നിട്ട് ലിയാഖത്ത് ഭായ് പറയാണ് അത് മദ്യം പോലെയാണ്. കാരണം നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് അതൊരു മദ്യം പോലെ ഫീൽ ചെയ്തത് അത് നിങ്ങളുടെ കുഴപ്പമാണ്, നിങ്ങൾ മദ്യത്തിനെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ടില്ല. നേരെ മറിച്ചിട്ട് അത് ഏതൊരു വിശ്വാസനും ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞത് എന്താണ്? ഏതൊരു മദ്യം കഴിച്ചാലും നിങ്ങൾ പറഞ്ഞെന്താണെന്നറിയോ? അത് ചെറിയ രീതിയിൽ കഴിച്ചാൽ കുഴപ്പമില്ല. ഒരു സോഷ്യൽ ഡ്രിങ്ക്, ഒരു സോഷ്യൽ ഡ്രിങ്ക്. ലിയാഖത്ത് ഭായ് നോക്കൂ, ഞാൻ പറയുന്ന ഒരു പോയിന്റ് ടച്ച് ചെയ്യുന്നില്ല. നിങ്ങൾ മദ്യപാനം ഞാൻ ചോദിച്ച ചോദ്യം മറുപടി പറയുന്നില്ല. പോകുന്നില്ല. മതവും ഒന്നല്ല എന്നാണ് എന്റെ വാദം. അതല്ല ഞാൻ ചോദിച്ചത്. അതല്ല ഞാൻ എന്റെ ചോദ്യം. മദ്യപാനം ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ചോദ്യം കേൾക്കൂ. നിങ്ങൾ എത്ര നേരമായിട്ട് മറച്ചു പിടിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാതെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു, ഡയറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞു. ഞാൻ നിങ്ങൾ ചോദിക്കുന്നത് മദ്യപാനിയും മദ്യവും ഒന്നാണോ എന്നാണ് ചോദ്യം. അതിന് മറുപടി പറയൂ. മദ്യവും മദ്യപാനവും ഒന്നാണോ എന്നുള്ള ചോദിച്ച കാര്യമില്ല. കള്ളുകുടിയനും മദ്യപാനിയും അതേ ഓക്കെ, അതെന്റെ പിന്നെ ലാംഗ്വേജിന്റെ പ്രോബ്ലം ആണ്, കുഴപ്പമില്ല, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. കള്ളുകുടിയനും അതേപോലെ തന്നെ ഈ പറയുന്ന കള്ളും ഒന്നാണോ എന്നുള്ള ചോദ്യം ശരിയല്ലേ? അതെ. ഓക്കെ, ഇത് നിങ്ങള് മതത്തോട് നിങ്ങൾ ഇത് രണ്ടാണെങ്കിൽ കൂടി അത് രണ്ടാണെങ്കിൽ കൂടിയും മനുഷ്യർ അത്രല്ല ഉള്ളത്. അങ്ങനെ പറഞ്ഞു പോകരുത്. അത്രല്ല മണിക്കൂറുകൾ വേണ്ട. ഇനി ഇത് രണ്ടും ഒന്നാണെന്ന് ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാം. ഒരാള് ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞു ഒന്ന് പറഞ്ഞോട്ടെ ലിയാഖത്തെ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. നിങ്ങളൊരു യെസ് ഓർ നോയില് മാത്രം ഒതുക്കല്ല കാര്യങ്ങള്. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. മദ്യപാനവും മദ്യവും രണ്ടാണ്. മദ്യപാനി ഒരു പ്രശ്നക്കാരനല്ല, മദ്യമാണ് പ്രശ്നം. ഈ മദ്യം മനുഷ്യന്റെ അകത്ത് ചെല്ലുമ്പോഴാണ് ഈ മനുഷ്യനെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ അയലോക്കത്തുള്ള ഒരാള് മദ്യപിച്ച് വന്നിട്ട് നിങ്ങളുടെ വാതിലിന്റെ ജനൽ ചില്ല് തകർത്താൽ നിങ്ങൾ ആ മദ്യപാനിയെ വിമർശിക്കുവോ അതോ മദ്യത്തെ വിമർശിക്കുവോ? നിങ്ങൾ ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയോ? നിങ്ങൾ എല്ലാ ചോദ്യങ്ങളും ചോദിക്കുന്നു, യെസ് ഓർ നോ പറയിപ്പിക്കുന്നു. ഞാൻ അങ്ങനെയല്ല ചെയ്തത്. നിങ്ങൾ യെസ് ഓർ നോ എന്ന് പറഞ്ഞാൽ സമയം വെച്ച് സംസാരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ വരൂ. അപ്പൊ നമുക്ക് അതിനു വേണ്ടി തന്നെ നിശ്ചയിച്ച് തീരുമാനിക്കാം. കുഴപ്പമില്ല, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇതേ വിഷയത്തിനെ കുറിച്ച് ഇസ്ലാമും മുസ്ലിമും ഒന്നാണോ? അതല്ല, ഞാൻ അങ്ങനെ മറുപടി നിങ്ങളുടെ
ഒരു നോക്കൂ, ലോഡഡ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ അഞ്ച് അതിന് മറുപടി മിനിറ്റ് പറഞ്ഞാൽ കാര്യം ഈ- ശരിയാവില്ല. ഈ- നിങ്ങൾ ഇത് വെക്കുന്ന നിങ്ങൾ- അനോളജി തന്നെ തെറ്റാണ്. ലിയാഖത്ത് ഭായ്, തെറ്റാണ് അത് നിങ്ങൾ വെക്കുന്ന അനോളജി. അത് നിങ്ങൾക്ക് ഞാൻ ഇവിടെ പ്രൂവ് തെളിയിച്ചുതരാം. ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ഒറ്റ കാര്യം അത് നിങ്ങൾക്ക് പ്രൂവ് ഇവിടെ ചെയ്യാൻ നിങ്ങൾ prove സമയം തരുന്നില്ല. നിങ്ങൾ സമയം നിങ്ങൾക്ക് തരുന്നില്ല പ്രൂവ് നിങ്ങൾ ചെയ്യാൻ. ബഹളം യെസ് ഓർ നോ വെക്കുകയാണ്. മാത്രം ചോദിക്കാണ്. വെറുതെ ബഹളം വെക്കുകയാണ്. ഇത് മറ്റുള്ളവരൊക്കെ, ഇത് ഒരുപാട് ആളുകൾ കേട്ടോണ്ടിരിക്കുന്ന, ഒരുപാട് ആളുകളോട് അല്ല, കുറച്ച് സമയം ലിയാഖത്ത് ഭായ്. സംസാരിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു ഓക്കെ, സാധനമാണ്. ലിയാഖത്ത് ഭായ്. ശരി, എല്ലാവർക്കും time നിങ്ങൾക്ക് കൊടുക്കണം. ഒരു മിനിറ്റ് എഫാടെക്സ്, നിങ്ങൾക്ക് ഈ വിഷയം മുസ്ലിമും ഇസ്ലാമും ഒന്നാണോ എന്നതാണോ നിങ്ങളെ വിഷയം? എന്നാണ് നിങ്ങൾക്ക് Absolutely. ഇതാണ് വിഷയം. സൗകര്യപ്രദമായ ഒരു ഡേറ്റ് പറയൂ. നമ്മൾക്ക് നിങ്ങൾ പറഞ്ഞോ, ഒരു നിങ്ങൾ 2 പറഞ്ഞോ. മാസം കഴിഞ്ഞിട്ട് കുഴപ്പമുണ്ടോ? ഡേറ്റ് പറഞ്ഞോ, ഡേറ്റ്. ഈ മാസം Date- 18 ഒഴികെയുള്ള ഒരു ഡേറ്റ് പറയും. 17ഉം 18ഉം ഒഴികെയുള്ള ഒരു ഡേറ്റ് പറയും. അടുത്ത മാസം 8ഉം പറ്റില്ല, വേറൊരു ഡേറ്റ് പറയും. ഡേറ്റ് ഞാൻ ഒരു മിനിറ്റ്, ഡേറ്റ് എങ്ങനെ, ഇപ്പം ഇന്ന് 13th അല്ലേ, 15th ഏത് ദിവസമാണ് വരുന്നത്? 15-ാം തീയതി. അല്ല, ഒന്ന് നോക്കോ? 15 അല്ലെങ്കിൽ ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. ഫേസ് ടു ഫേസ് ആയിരിക്കും. Next. വീഡിയോ നമ്മൾ ഓൺ ചെയ്യണം. ഓക്കെ, നിങ്ങൾക്കിപ്പോ ഇത് ചർച്ച ചെയ്യണമെന്ന് താല്പര്യമൊന്നുണ്ടെങ്കിൽ ഞാൻ ചർച്ച ചെയ്യാൻ റെഡിയാണ്. ഇസ്ലാമും പിന്നെ മുസ്ലിമും ഒന്നാണ് എന്നാണ് എന്റെ വാദം. നമുക്കതിൽ സംവദിക്കാൻ കുഴപ്പമില്ല, ഞാൻ റെഡിയാണ്. ഓക്കെ, ആ റെഡി ആണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇസ്ലാമും ഒരുപാട് മുസ്ലിമും- കണ്ടീഷൻസ് നമ്മള് അല്ല, ഞാൻ പറയുന്നത് അറിയോ, ഒന്നാണ് നമ്മളൊരു എന്നാണ് എന്റെ വാദം. ഇസ്ലാമും മുസ്ലിമും ഒന്നാണ് എന്നല്ല എന്റെ വാദം. ഇസ്ലാമും മുസ്ലിമും രണ്ടാണ് എന്നാണ് എന്റെ വാദം. കുഴപ്പമില്ല, നമുക്ക് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഡേറ്റ് ഫിക്സ് ചെയ്തോളൂ, ഉം. ടൈം Okay, പറഞ്ഞോളൂ. അപ്പോ- ഇവിടെ ഒരു 9:30 എത്താവുന്ന രീതിയിൽ നിങ്ങൾ വരൂ. നമ്മൾ 9 മണിയോടുകൂടി ഞാൻ എനിക്ക് പറയാനുള്ള എന്തെങ്കിലും നമ്മൾ പൊതുവിൽ ഡെയിലിയുള്ള ലൈവ് കഴിഞ്ഞിട്ട് 9:30 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 9:30 മുതൽ 10:30 വരെയുള്ള ഒരു രാത്രി- മണിക്കൂർ സമയം പറ്റുള്ളൂ. അല്ല, എന്റെ ലൈവിന്റെ Okay, സമയം അപ്പൊ അതാണ്. നമുക്ക് അപ്പൊ 9:30 തൊട്ട് 10:30 വരെയാണോ? ആ, ഒരു മണിക്കൂർ അല്ലേ? 2 മിനിറ്റ് സംസാരിക്കാം. ഓക്കെ, കുഴപ്പമില്ല. 2 മിനിറ്റ് ഒരു ഫ്രീ ഫ്ലോ ഡിസ്കഷൻ ആണ് ഉദ്ദേശിക്കുന്നത്, കറക്റ്റ് അല്ലേ? അതെ അതെ. ഓക്കെ, കുഴപ്പമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഫ്രൈഡേ വെച്ചാലോ? പറഞ്ഞോളൂ, ഡേറ്റ് എന്താണെന്ന് പറയും. ഡേറ്റ് എപ്പോഴാ അത്? ഒരു മിനിറ്റ് ചെക്ക് ചെയ്യേണ്ടി വരും, കാലണ്ടർ വെക്കേണ്ടി വരും. നമ്മൾ അതിനു വേണ്ടി പ്ലാൻ ചെയ്താൽ നിങ്ങൾ വരണം. ഓക്കെ, ഞാൻ വരാം, കുഴപ്പമില്ല. പിന്നെ ഒരുപാട് കണ്ടീഷൻസ് നിങ്ങൾ പറയുന്നത് പോലെ ക്യാമറ ഓൺ ആക്കണം, അതാക്കണം, ഇതാക്കണം, ആ രീതിയിലൊന്നും നിങ്ങൾ പോകണ്ട. എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഓൺ ആക്കും, അതെന്റെ താല്പര്യമാണ്. എന്റെ വിഷയം എന്ന് അല്ല, നമുക്ക് എന്താ പറയുന്നത് അറിയാം, നമുക്ക് പറയാനുള്ളതാണ്. ആരാ എന്താന്ന് അറിയാത്ത ഒരാളോട് വെറുതെ തർക്കിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇതിപ്പോ നമ്മൾ നാട്ടുകാരോട് പറയാൻ പറ്റാത്ത ഒരു കാര്യമൊന്നുമല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. അല്ല, അത് ഒറിജിനൽ കുഴപ്പമില്ല. നെയിമിൽ അത് ക്യാമറയിൽ തന്നെ ഞാനിപ്പം വരണം, നിർബന്ധമായിട്ടും വരണം. അല്ല, ഇപ്പൊ നിങ്ങൾ ഇവിടെ എന്റെ ഒറിജിനൽ പേരിൽ തന്നെ ഞാൻ വരും. പക്ഷെ നിങ്ങൾ ക്യാമറയിൽ വരണം ഇത്ര വാശി പിടിക്കുന്ന എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അത് നിർബന്ധമായിട്ടും വേണം. അതിനിപ്പോ എന്താ പ്രശ്നം? ഞാനും ക്യാമറ ഓൺ അപ്പൊ ചെയ്യും. ഇവിടെ നമ്മൾ ക്യാമറയിലാണോ ഇപ്പൊ ഒരു സംസാരിക്കുന്നത്? 1.5 മണിക്കൂർ അല്ല, ഇവിടെ ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ ലൈവുമായി ബന്ധപ്പെട്ട് വെറുതെ കുറച്ചു നേരം കുശലം പറയാൻ വേണ്ടിയുള്ളതാണ്. ഇതൊരു ഡിബേറ്റ് റൂം ഒന്നും അല്ല. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് ഫ്രൈഡേ 1 മണിക്കൂർ ഞാൻ ഈ 2 മിനിറ്റ് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ മിണ്ടില്ല, നിങ്ങൾ അതുപോലെ ടൈമർ വെച്ച് സംസാരിക്കാം. ഇസ്ലാമും മുസ്ലിമും ഒന്നാണ് എന്നാണ് എന്റെ വാദം. പിന്നെ നിങ്ങൾ വിമർശിക്കുന്നതും അല്ലെങ്കിൽ അവഹേളിക്കുന്നതും മുസ്ലിമിനെയാണ്. ഓക്കെ, നിങ്ങൾ വിമർശിക്കുന്നതും അവഹേളിക്കുന്നതും മുസ്ലിമിനെയാണ് എന്നും എന്റെ വാദമാണ്. ഇത് രണ്ടും എന്റെ വാദമാണ്. ഓക്കെ, ഇത് രണ്ടും എനിക്ക് എതിരായിട്ടുള്ള വാദമാണ്. തീർച്ചയായിട്ടും അത് നമുക്ക് അഡ്രസ് ചെയ്യാം. അപ്പൊ അടുത്ത വെള്ളിയാഴ്ചയാണ് നിങ്ങൾ ഓക്കെ, അപ്പൊ പറയുന്നത്. നെക്സ്റ്റ് ഫ്രൈഡേ ഞാൻ വരാൻ റെഡിയാണ്. നിങ്ങൾ പറഞ്ഞ 9:30 ആകുമ്പോൾ വരാൻ റെഡിയാണ്. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ വാട്സ്ആപ്പ് നമ്പർ ഒക്കെ അവിടെ ഉണ്ട്. നെക്സ്റ്റ് ഫ്രൈഡേ മീൻസ് കമ്മിങ് ഫ്രൈഡേ ആണോ? 16 ആണോ ഉദ്ദേശിച്ചത്? അല്ലല്ല, നെക്സ്റ്റ് ഫ്രൈഡേ, നെക്സ്റ്റ് ഫ്രൈഡേ മീൻസ് 23rd. 23rd നമുക്ക് ചെയ്യാം. ഓക്കെ, എന്റെ മൊബൈൽ നമ്പർ പിന്നെ ഏതൊരു വീഡിയോയുടെ താഴെ പോയാലും കിട്ടും. ഇല്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോളൂ. 6282933384 ആണ് എന്റെ മൊബൈൽ നമ്പർ. ഒന്നുകൂടെ പറയാം, 6282933384. വീഡിയോയിലുണ്ടല്ലോ ഉണ്ടാവും, ഞാൻ ഇല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, കാരണം നമ്മൾ ഒരുപാട് പേര് സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. 93334 ഞാൻ നമ്പർ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. 628282293384 ശരിയല്ലേ? അല്ല, 6282933384. അതെ. ഓക്കെ, ഫൈൻ. അപ്പൊ താങ്ക് യു ബൈ ടൈം. താങ്ക് യു സോ മച്ച്. അപ്പൊ ഞാൻ ഇതൊന്ന് പറയാണ്. അതായത് 2 മിനിറ്റ് ടൈമാണ്. വിഷയന്റെ ഇതാണ്, ഇസ്ലാം മുസ്ലിം ഒന്നാണ്,
ലിയാഖത്തും ആരിഫും ഇവരൊക്കെ അവഹേളിക്കുന്നതും അതേപോലെ വിമർശിക്കുന്നതും ഈ മുസ്ലിമിനെയാണ് എന്നാണ് എന്റെ വാദം. ഓക്കെ, ഇവിടെ ലിയാഖത്തും ആരിഫും ഒന്നുമില്ല, ലിയാഖത്ത് ഉണ്ടാവുള്ളൂ. ഓക്കെ, ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഞാൻ നിങ്ങൾക്ക് സോറി. ഓക്കെ, താങ്ക് യു ആരിഫ് ഭായ്, ടൈം വന്നതിന് ഒരുപാട് നന്ദി കേട്ടോ. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും സൗണ്ട് കൂടിയിട്ട് ആവേശമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ എന്റെ സൗണ്ടിന്റെ രീതിയാണ്. അത് വിശ്വാസത്തിന് വേണ്ടി ഇച്ചിരി ആവേശം ആയിക്കോട്ടെ, കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഓക്കെ, നമ്മളെല്ലാവരും ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞു പോയി. വിശ്വാസികൾ വരാത്തത് നമുക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ വിശ്വാസിയെ കിട്ടുമ്പോൾ നമ്മളും ആവേശത്തിലാണ്. എനിവേ, പെട്ടെന്ന് ഫാറ്റെക്സ്, ക്യാഷ്, ഖാദർ എല്ലാവരും ഉണ്ട്. റഹീസ് വെയിറ്റ് ചെയ്യൂ കേട്ടോ. കേൾക്കാം. ഹലോ റിയാഖ് ഭായ്, ഇത് പിന്നെ എനിക്ക് പറയുന്നത് ഇത്ര അധികം ഇങ്ങനെ ഒരു ചർച്ചയിൽ ലൈവിൽ ഇത്ര അധികം സമയം അനുവദിക്കാൻ പാടില്ലായിരുന്നു. നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചതല്ലോ ഇതില്. അങ്ങനല്ല ലേക്ക്, ഒരു മിനിറ്റ്. പിന്നെ ഇതിൽ കുറെ ഉടായ്പുണ്ട്. ലിയാഖത്ത് ഭായ് എപ്പോഴും ലിയാഖത്ത് ഭായിയുടെ കാര്യം പറയുമ്പോൾ പിന്നെയും ഒരു ആരിഫിനെയും ജാമിദ ടീച്ചറെയും രവീന്ദ്രനെയും എന്നൊക്കെ പറഞ്ഞു പിന്നെ അവൾ ഉൾപ്പെടുത്തേണ്ട കാര്യം എന്താണ്? അതന്നെ ഒരു ഉടായ്പല്ലേ? ഞാൻ ഇപ്പൊ ഇത്രയും നേരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ലിയാഖത്ത് ഭായ് പറയുന്നുണ്ട് എന്നെ സംബന്ധിച്ച്, എന്റെ വീഡിയോകളെ സംബന്ധിച്ച് എന്തെങ്കിലും പറയണ്ടോ, എന്റെ പിന്നെ ആശയങ്ങളോട് എന്തെങ്കിലും വിമർശനം ഉണ്ടോ എന്നൊക്കെ ലിയാഖത്ത് ഭായ് പറയുമ്പോഴും പിന്നെ ഇപ്പൊ ഈ ലാസ്റ്റ് വെച്ച് പോലും ആരിഫിനെയും മറ്റുള്ളവരെയും പങ്കെടുക്കാൻ നോക്കുന്നുണ്ട്. അതിന്റെ ആവശ്യമില്ലല്ലോ. അതിപ്പോ ഈ സംവാദത്തിന്റെ സമയത്ത് പോലും, സംവാദത്തിന്റെ സമയത്തും അങ്ങനെ ഒരു കുളം കലക്കലിനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതവിടെ നടക്കട്ടെ, നമ്മളത് മൈൻഡ് ചെയ്യാതിരുന്നാ മതിയല്ലോ. അതെ, അതാണ് ഇതിലുള്ള പ്രശ്നം. ഇനി ഞാൻ കാര്യത്തേക്ക് വരാം. അതായത് പിന്നെ ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ പ്രധാനമായിട്ട് ചർച്ച ചെയ്ത് മറ്റേ ഇസ്ലാമും മുസ്ലിമും എന്നുള്ള കാര്യമാണല്ലോ. ഇസ്ലാം അത് ഇവർക്ക് മനസ്സിലാവായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത് വെച്ചാല് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതൊരു ഐഡിയോളജിയാണ്, അതൊരു ആശയം അല്ലെങ്കിൽ ഒരു മതം എന്ന് കണക്കിക്കോ. അത് ഫോളോ ചെയ്യുന്നവരാണ് ശരിക്കും മുസ്ലിങ്ങൾ, അല്ലെ? അതെ. അത് ഒരു കണക്കില് ചിലപ്പോ ആശയം മുഴുവനായിട്ടും ഉൾക്കൊണ്ടവരായിരിക്കില്ല, ചിലപ്പോ ഭാഗിയായിട്ട് അല്ലെങ്കിൽ കുറച്ച് പിന്നെ അതിന്റെ അളവിൽ പല വ്യത്യാസങ്ങളും ഉണ്ടാവും. അതിന്റെ എന്താണ് മുഴുവനായിട്ട് ഉൾക്കൊള്ളുന്ന പിന്നെ കാര്യത്തില്. അപ്പോ ഇപ്പൊ സാന്ദർഭികമായിട്ട് എനിക്ക് ഇപ്പൊ ഒരു കാര്യം പറയാം. നമ്മള് പിന്നെ എന്താണ്, നമ്മളതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയല്ല. മറ്റേ രവീന്ദ്രൻ പറഞ്ഞൊരു സംഗതി ഉണ്ട്. എന്ത്? മതവും മദ്യവും വെള്ളം ചേർത്ത് ഉപയോഗിക്കാവുന്ന മറ്റെന്താണ് ഈ രണ്ടും ഉപയോഗിക്കുന്ന ആൾക്കായിട്ട് ഒരു ഉപദേശം എന്നുള്ള ആൾക്കാണ് മൂപ്പര് പറയുന്നത്. രണ്ടും വെള്ളം ചേർത്ത് ഡേഞ്ചറാണെന്ന്. അപ്പൊ അത്ര കാര്യത്തിലുള്ളൂ. കാരണം ഈ ഇസ്ലാമിന്റെ കാര്യമാണെങ്കിലും അത് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് പിന്നെ എന്താണ് ഉൾക്കൊണ്ട് ജീവിക്കാൻ ഇന്നത്തെ ഈ പുതിയ തലമുറക്ക് ഏതായാലും കഴിയില്ല. അതാണ് ഇപ്പൊ ആദ്യ റഹീസ് പറഞ്ഞ ആള് പറഞ്ഞത്, ഈ നൂറ്റാണ്ടിലെ സുഹൃത്ത് അടിമത്തുണ്ടോ ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം 14 നൂറ്റാണ്ട് മുന്നുള്ള കാര്യം ഇപ്പൊ പറയുന്നതെന്നൊക്കെ പറഞ്ഞത്. അതെന്തുകൊണ്ടാണ്? ഇസ്ലാമിൽ അടിമത്തല്ലേ? ഉണ്ട്. എന്നാൽ ഇന്ന് മുസ്ലിങ്ങളിൽ അടിമത്തം ഉണ്ടോ? ഇല്ല. അത് രണ്ടുമാണ് മെയിൻ വ്യത്യാസം. ഇസ്ലാമും മുസ്ലിമും രണ്ടാണെന്ന് മനസ്സിലാവാന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടോ അല്ലാത്തത് കൊണ്ടോ അറിയാത്തത് കൊണ്ടൊന്നല്ല. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതായത് നമ്മൾ മുസ്ലിങ്ങളെയാണ് വിമർശിക്കുന്നതെന്നും നമ്മൾ മുസ്ലിം വെറുപ്പുണ്ടാക്കുന്നവരാണെന്നും പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ നമ്മൾ വാദങ്ങൾ കേൾക്കാതിരിക്കുകയും നമ്മളോട് സംസാരിക്കാതിരിക്കുകയും നമ്മളോട് ഒരു വെറുപ്പ് മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഒരു ഇടയുണ്ടാക്കുകയും അങ്ങനെ നമ്മളൊരു മുസ്ലിം വിരുദ്ധനാണ് എന്ന് ചാപ്പയടിച്ചു കഴിഞ്ഞാൽ പിന്നെ മുസ്ലിങ്ങളിൽ നിന്ന് നമ്മളുടെ വാക്കുകളെ ഒരു മറയിടാൻ അവർക്ക് കഴിയും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു വിഫല ശ്രമം മാത്രമാണ്. അത് അദ്ദേഹത്തിന് ശ്രമിക്കാവുന്നതേ ഉള്ളൂ. അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട് തീർച്ചയായിട്ടും. അല്ല അതന്നെ. അപ്പൊ ഇതില് പറയാനുള്ളത് ഇപ്പൊ ഇസ്ലാമും ഉള്ളൂ. ഇപ്പൊ അതില് മറ്റേ ഇസ്ലാം എന്ന് പറഞ്ഞപ്പോ പിന്നെ മുന്നേ നമുക്കറിയില്ലേ, മറ്റേ കാരകുന്നാരെ പ്രസംഗിച്ച് വോട്ട് ചെയ്യാൻ പാടില്ല, വോട്ട് ചെയ്യൽ അറമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇസ്ലാമികമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ കിതാബോ ഹദീസോ ഒക്കെ ചേർന്ന് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഈ ജനാധിപത്യ രീതിയോട് ഉള്ള പിന്നെ ഒരു ഇസ്ലാമിക വീക്ഷണം അതായിരിക്കും. പക്ഷെ ഇന്ന് ജീവിക്കുന്ന മുസ്ലിങ്ങൾ അങ്ങനെയാണോ? അല്ലല്ലോ. അപ്പൊ അതാണ് സത്യം പറഞ്ഞ എന്താണ് ഇത് ഇവർക്ക് അറിയാത്തത് കൊണ്ടല്ല എന്ന് പറയാം. ഇവർക്ക് അറിയാത്തത് കൊണ്ടൊന്നുമല്ല. ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, തുടക്കം മുതൽ ഉദ്ദേശിക്കുന്ന കാര്യം മുസ്ലിം വെറുപ്പ്, മുസ്ലിം വിരുദ്ധത. ഇപ്പൊ നമ്മൾ നുണ പറയുന്നു എന്ന് പറയുന്നത് നമ്മൾ നുണ പറയുന്നവരാണ് സ്ഥാപിക്കാനാ. അപ്പൊ അവരോട് ഞാൻ ചോദിക്കുകയാണ്, എന്താണ് ഞാൻ പറഞ്ഞ ഒരു നുണ ഉദാഹരണം പറയുമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ പറയണ ഒക്കെ നുണയാണ് പറയും. എന്നാ എന്താ ഒരെണ്ണം അതില്ല. ഇതാണ് അതിന്റെ പ്രശ്നം. അപ്പോ അതങ്ങനെ നടക്കും. ലിയാഖത്ത് ഭായ് ഒരു ഉദാഹരണം പറഞ്ഞല്ലോ. ഇപ്പൊ ഇസ്ലാമും മതവും മുസ്ലിമും അതുപോലെ മതവും മദ്യപാനിയും എന്ന് പറഞ്ഞപ്പോ
ഇതിൽ നേരെ തിരിച്ച് ഇസ്ലാമും മദ്യവും എന്നുള്ളത് മാത്രം എടുത്ത് മദ്യപാനവും മുസ്ലിമും അത് വേറെ അതായത് മുസ്ലിമും വകുപ്പാക്കുക. ഇസ്ലാമും വേറെ വേറെയാണ്, ഇസ്ലാമും മുസ്ലിമും ഒന്നാണ്. അതെ അതെ മദ്യപാനവും നിങ്ങൾ മദ്യം എന്താണ് വേറെയാണ്. ഇസ്ലാമിന് പക്ഷെ നിങ്ങൾ ഇസ്ലാമിന് മദ്യത്തെയും താരതമ്യപ്പെടുത്തുകയാണ് എന്ന ഒരു ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാകാഞ്ഞിട്ടാണോ അതോ അവര് സ്വയം അല്ല, അവർക്കൊരു വാദം ജയിക്കാൻ വേണ്ടിയിട്ട് അവരൊരു പ്രിമൈസ് സെറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. എന്തായാലും അദ്ദേഹം വരുമോ നോക്കാം. 23-ാം തീയതി നമുക്കത് ഞാനത് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ പേരും ഡീറ്റെയിൽസും കിട്ടാൻ ഒരു കാര്യം കൂടി ഉണ്ട്. റഹീസ് പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യം കൂടി ഉണ്ട്. അടിമത്തം ഈ നൂറ്റാണ്ടില് അതിനെന്താ പ്രസക്തിയുള്ള എന്നുള്ളതൊക്കെ. ഈ നൂറ്റാണ്ടിൽ ഇനിയിപ്പോ പ്രസക്തി ഇല്ല എന്ന് തന്നെ വെച്ചോളൂ. ഈ 6-ാം നൂറ്റാണ്ടിന് ശേഷം ഇത്രയും 20-ാം നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ട് വരെ 1926 അടക്കം സൗദി അറേബ്യയില് അടിമക്കച്ചവടം ഉണ്ടായിരുന്നു, അടിമച്ചന്ത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പല എഴുത്തുകളിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ കാലഘട്ടം വരെ ഇതിന് പ്രസക്തി ഉണ്ടായിരുന്നില്ലേ? അപ്പൊ അതുകൊണ്ട് ഒരു മുസ്ലിമിന്റെ അടുത്ത് ചെന്ന് പിന്നെ നമ്മൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അടിമത്തം ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നുള്ള ഒരു മുസ്ലിമും അത് നല്ലതാണെന്ന് പറയോ? ഇല്ല. അതാണ് ഇസ്ലാമും മുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം. ഇസ്ലാമിൽ നോക്കുകയാണെങ്കിൽ അത് ശരിയാണ്, മുസ്ലിമുകളെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, അത് ശരിയല്ല എന്നേ പറയും. അതേപോലെ പലിശനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ പലിശയുമായിട്ട് ബന്ധപ്പെടാത്ത എത്ര മുസ്ലിം ഉണ്ടാവും ലോകത്ത്? എത്ര ആളുണ്ടാവും? ഏതെങ്കിലും രീതിയിൽ ബാങ്കിങ് വ്യവസ്ഥയായിട്ട് ബന്ധപ്പെടാത്ത ആരെങ്കിലും ഒന്നും ഉണ്ടാവും. അപ്പൊ പലിശ എന്താണ്? ഇസ്ലാമികമായിട്ട് പലിശ എന്താണ്? അല്ല, അത്തരം ഇതിലെന്താ സംഭവം എന്ന് വെച്ചാല്, എനിവേ താങ്ക് യു. പിന്നെ ഫാറ്റക്സ് കുറെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മളെന്നും. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ഇസ്ലാമും മുസ്ലിമും രണ്ടാണ്. രണ്ട് മാത്രമല്ല, ഈ ഇസ്ലാമില് ഒരു ഹലാലാണോ ഹറാമാണോ എന്നുള്ള കാര്യം ഇപ്പോൾ ഉള്ള ചുറ്റിലുള്ള അയലോക്കക്കാരെ നോക്കി സംസാരിക്കണം എന്ന് പറയുന്നതിനോളം ഇസ്ലാമിനെ തള്ളി പറയുന്ന വേറെ വർത്താനമില്ല പറയാൻ. കാരണം ഇസ്ലാം ഇപ്പൊ പറയേണ്ട കാര്യമില്ല, ഇസ്ലാം ഇന്നത്തെ കാലത്ത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ആ രീതിയിൽ എടുക്കുക. അത് അദ്ദേഹത്തിന് ഇസ്ലാമിനോടുള്ള ഒരു മതിപ്പ് കുറവായിട്ട് മാത്രമാണ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എനിവേ, മുഹമ്മദ് ആരൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് വന്ന ക്രമത്തിലൊന്ന് ഓടിച്ച് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നിർത്താം. ഒരുപാട് സമയമായി. ഞാൻ ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് റിമൂവ് ചെയ്യാണ്. ഇന്ന് നമ്മൾ നീണ്ടുപോയി കഴിഞ്ഞാൽ ഇപ്പോൾ 11:45. അപ്പോൾ ഉള്ളവർ സംസാരിക്കട്ടെ. പറയൂ, ആരാണ്? കേൾക്കുന്നില്ല. റഹീസെ പറഞ്ഞോ, ഞാൻ പറഞ്ഞു തീർത്തോ? ഞാൻ ഉദ്ദേശിച്ചത് ഇസ്ലാമിനെ കുറിച്ചാണെങ്കിലും മുസ്ലിംസിനെ കുറിച്ചാണെങ്കിലും വേണ്ടാത്തത് പലതും പറഞ്ഞ് നോക്കൂ, എനിക്ക് എന്തറിയോ, ഇങ്ങനത്തെ സംസാരങ്ങൾ എനിക്ക് ഇഷ്ടമല്ല. വേണ്ടാത്തത് പലതും എന്നല്ല, വേണ്ടാത്തത് പറഞ്ഞിട്ട് ഒരെണ്ണം ഇങ്ങോട്ട് പറയുക, അതല്ല അതിൻ്റെ ഒരു ശരി. ലിയാക്കത്ത് ഈ പറഞ്ഞത് ശരിയല്ല. സുഹൃത്തെ, മുസ്ലിമെന്നോ ഇസ്ലാമെന്നോ ഒക്കെ വിട്. ഇസ്ലാമിനെ കുറിച്ചോ മുസ്ലിമിനെ കുറിച്ചോ മുഹമ്മദ് നബിനെ കുറിച്ചോ നിങ്ങൾ ഈ പറഞ്ഞ വാദം ശരിയല്ല, നിങ്ങൾ ഈ പറഞ്ഞ ആരോപണം ശരിയല്ല നിങ്ങൾ പറയാം. അതല്ല അതിൻ്റെ ഒരു രീതി. കാലത്ത് മുഹമ്മദ് നബി ആയിഷാന്റെ കല്യാണം തന്നെ ഉള്ളൂ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളാണത് കൂടുതൽ. അല്ല, എന്റെ ചാനൽ എടുത്തു നോക്ക്. എന്റെ ചാനലിൽ ആയിഷ കല്യാണം അല്ല കൂടുതൽ. വെറുതെ എന്തെങ്കിലും പറയല്ലേ? ഇതിങ്ങനെ വന്ന് ചോദിക്കുക, ജൗനിന്റെ തോട്ടം, ആയിഷാന്റെ കല്യാണം, ഇതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മളെ കൊണ്ട് അതിന് മറുപടി അറിയിപ്പിക്കുക. എന്നിട്ട് നമ്മളെ കൊണ്ട് ഇതിന് മറുപടി അറിയിപ്പിക്കുക. എന്നിട്ട് കണ്ടോ ഞങ്ങളെ നബീനെ കുറ്റം പറയണു എന്ന് പറയാ. ഇതൊക്കെ എന്ത് നമ്പറാണ് ചങ്ങാതിമാരെ? നിങ്ങൾ നബിന്റെ കാര്യത്തിലുള്ള ഒരു 10 ശരിയെന്ന് പറഞ്ഞോളി. സുഹൃത്തെ, ഞാൻ നിങ്ങളോട് വന്നത് മുതൽ ഞാൻ ചോദിക്കുകയാണ്, എന്തറിയോ, ഒരു പോയിന്റ്, ഒരു ഉദാഹരണ സഹിതം എൻ്റെ ഒരു വാദം നിങ്ങൾക്ക് അതിനോട് അഡ്രസ് ചെയ്യാണ്ടേ പറയും. ആയിഷന്റെ കല്യാണം മുഹമ്മദ് ആയിഷയെ കല്യാണം കഴിച്ചു എന്നതാണ് ഇസ്ലാമിൽ പ്രായപൂർത്തി പോലും എത്താത്ത കുട്ടികളെ വാപ്പാക്കും വലിയപ്പാക്കും സമ്മതമാണെങ്കിൽ പറ്റിയ ഒരു പുതിയാപ്പിളിനെ കിട്ടിയാൽ കെട്ടിച്ചു കൊടുക്കാം
എന്നതിന്റെ മതപരമായ തെളിവ് തെളിവുണ്ട്. നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. ഫാബിസ് ഇടക്ക് കയറല്ലേ. ഇസ്ലാമിൽ ബാലവിവാഹവും ശൈശവ വിവാഹവും ഹലാലാണ് എന്നതിന്റെ, അനുവദനീയമാണ് എന്നതിന്റെ, ഒരാൾക്ക് അങ്ങനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ തോന്നിയാൽ അതിന് തെളിവ്, അതിന് ഫിഖ്ഹിൽ തെളിവ് മുഹമ്മദ് ആയിഷയെ കല്യാണം കഴിച്ചതാണ്. ഇതാണ് എന്റെ വിമർശനം. എന്താ കയ്യിൽ പറയാനുള്ള പറഞ്ഞോ. ബഹളം ഉണ്ടാക്കരുത്. ഒരാൾ പറയുമ്പോ ഇപ്പം എത്രയൊക്കെ ബഹളം ഉണ്ടാക്കിയിട്ടാണെങ്കിലും മറ്റേ പുള്ളി സംസാരിച്ചത് ശ്രദ്ധിക്കാം. ആയിഷ കല്യാണത്തിന്റെ കാര്യം പറയുമ്പോ പിന്നെ എന്തിനാ ഖദീജക്ക് പോണേ? ഖദീജ എത്രയായി? പ്രൈസ് പറ. ഞാൻ പറഞ്ഞോണ്ട് വന്നത് നബി ഇസ്ലാം മതം പൂർത്തിയായത് 63ാമത്തെ വയസ്സിലാണ്. ഒരു സ്പെസിഫിക് ആയിട്ട് സംസാരിക്കും സുഹൃത്തെ. ആയിഷ വിവാഹമാണ് ഫിഖ്ഹി ഗ്രന്ഥങ്ങളിൽ ബാലവിവാഹം അനുവദനീയമാണ് എന്നതിന്റെ തെളിവ്. വയസ്സിലാണ് നബി ആയിഷ വിവാഹം ഞാൻ വിമർശിക്കുന്നതിന്റെ കാരണം ഒന്നുകൂടി കേട്ടോ. ആയിഷ വിവാഹം ഞാൻ വിമർശിക്കുന്നതിന്റെ കാരണം ഏത് കാലത്തുള്ള ലോകാവസാനം വരെയുള്ള വിശ്വാസികൾക്ക് പ്രായപൂർത്തിയെത്താത്ത പെൺകുട്ടികളാണെങ്കിൽ പോലും അവരെ വിവാഹം കഴിപ്പിച്ചയക്കാൻ വാപ്പയോ വല്ലിപ്പയോ തീരുമാനിച്ചാൽ അവർക്കത് ചെയ്തു കൊടുക്കാൻ മതം അനുവാദം കൊടുക്കുന്നു. അതിനുള്ള തെളിവ് മുഹമ്മദ് ആയിഷയെ വിവാഹം ചെയ്തതാണ്. ഇതാണ് എന്റെ വാദം. അത് ശരിയാണോ തെറ്റാണോ? അങ്ങനെ താല്പര്യമുള്ളവർക്ക് വിവാഹം ചെയ്ത് കൊടുക്കുന്നതിന് എന്താ? ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇറാഖിൽ വിവാഹപ്രായം 9 ആക്കാൻ അവർക്ക് കഴിയുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ സംവാദം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരു കുഴപ്പമില്ല. ആർക്ക് സമ്മതമാണെങ്കിൽ, ആർക്ക് ഓക്കെ ആണെങ്കിൽ വാപ്പാക്ക് വലിയ പാക്കുവാ. എങ്ങനെ പാപ്പാക്കും വല്യപ്പാക്കും അവരുടെ ഉമ്മാക്കും പാരന്റ്സിനും ഓക്കെ ആണെങ്കിൽ 9 വയസ്സായ ഒരു കുട്ടീനെ കെട്ടിച്ചു കൊടുക്കണമെങ്കിൽ എന്താ കുഴപ്പമൊന്നല്ലേ? അപ്പൊ നിങ്ങൾ ചെന്നിട്ട് നല്ലോണം മുരിങ്ങാച്ചാറ് അപ്പൊ നിങ്ങൾ പറഞ്ഞുതരാം നിങ്ങളെക്കാളും നല്ലൊരാളെ എനിക്ക് കിട്ടിക്കണ്. അവിടെ നിങ്ങൾ ചെന്നിട്ട് മുരിങ്ങാച്ചാറ് പപ്പടം പൊരിച്ച് നല്ലൊരു ചോറ് നിന്ന് കിടന്നുറങ്ങി കേട്ടോ. എനിക്ക് പറയാനുള്ളത് അറിയോ? മാന്യമായിട്ട് സംസാരിക്കാനാണെങ്കിൽ ഫാബിസിന് സംസാരിക്കാം, അല്ലെങ്കിൽ താഴോട്ട് പോവാം. ഏടോ പോടോ വിളിയൊന്നും ഇവിടെ ആരെയും വിളിക്കാറില്ല, അനുവദിക്കൂല. എന്റെ പേര് വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഫാബിസ് എന്ന് വിളിക്കും. നിങ്ങൾക്ക് എന്നെ ലിയാഖത്ത് അലി എന്ന് തീർത്ത് വിളിക്കാം. ഒരു കാര്യം ചോദിക്കട്ടെ, മാന്യമായിട്ട് കാര്യം ചോദിക്കട്ടെ. ചോദിച്ചോ? അതിനല്ലേ ഇപ്പൊ നിങ്ങൾ കയറ്റിയിരുത്തിയത്. നിങ്ങൾ മിണ്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ വീണ്ടും ചോദിച്ചത്. ഓക്കെ, പറയൂ. ഹലോ, മാന്യമായിട്ട് ചോദിക്കും. ഇസ്ലാമിനെ ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കിട്ടുന്നത്? നിങ്ങൾക്ക് ഇസ്ലാം ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ട് എന്താ കിട്ടുന്നത്? എങ്ങനെ മനസ്സിലായില്ല? ഇസ്ലാമിന് അന്നെ വിളിച്ചിരുന്നു. ഇസ്ലാം വിളിച്ചിരുന്നു. ഇഷ്ടം പോലെ ആൾക്കാർ വിളിച്ചു. ഈ ഒരു കഴിഞ്ഞൊരു 3 മുജാഹിദ് വാലിശ്ശേരി വിളിച്ചു ചെയ്യുന്നുണ്ടാവും. അത് ഇസ്ലാമിനെ പിടിച്ച് ഞാനും മാനവികതക്ക് വിരുദ്ധമായ കാര്യങ്ങളിൽ നിന്ന് മുക്തി തേടാനുള്ള ദഅവത്താണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താ കുഴപ്പം? എന്തെല്ലക്കാ വിളിച്ചു പറയുന്നത്? യുക്തി ഇല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കണ്ട. നിങ്ങൾ വിചാരിക്കുന്ന കുറച്ച് യൂട്യൂബിൽ കുറെ വീഡിയോ കാര്യങ്ങളും കണ്ടപ്പോ കുറച്ച് സംഖ്യകൾ കുറെ കമന്റ്സ് കിട്ടണം, ഭയങ്കര ഹരം ഉണ്ടാവും. അതൊക്കെ വെറും താൽക്കാലികമാണ് സുഹൃത്തെ, മനസ്സിലാക്കുക. ശരി, പുതിയ അറിവായിരുന്നു. പുതിയ അറിവാണോ പഴയ അറിവാണോ കിടക്കട്ടെ. നല്ലൊരു ഉപദേശമാണ് തന്നത്. താങ്ക് യു. ഞാൻ ഉപദേശിച്ചതല്ല സാറേ, എനിക്ക് നിങ്ങളെ തെറ്റാനാണ്. നിങ്ങൾ പറഞ്ഞത് വളരെ നല്ലൊരു കാര്യമാണ്. കമന്റ് ബോക്സിലോ ഇവിടെയോ എന്നെ സപ്പോർട്ട് ചെയ്യാനോ ഏതെങ്കിലും സംഖ്യകൾക്ക് ഇറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സ്റ്റാൻഡ് വിടേണ്ടതാണ്. നിങ്ങൾക്ക് ഇസ്ലാമിനോട് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ വായ അടിച്ചൊരു ഭാഗത്ത് നിൽക്കുക. എന്തിനാണ് വിശ്വാസികൾ ഇങ്ങനെ? നിങ്ങൾക്ക് ഇസ്ലാം വിമർശനത്തിനോട് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ വായ അടച്ചു പോയിട്ട് നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുക. എന്തിനാ ഇവിടെ? ഞാൻ എന്റെ മതത്തെ കുറിച്ച് പറയും, ഞാൻ തിരിച്ചു പറയും. അപ്പൊ ഞാൻ എന്റെ മതത്തെ കുറിച്ചാ പറയണതേ. അന്റെ ഏത് മതം? എന്റെ ജീവിതവും എന്റെ ജീവനും ഒക്കെ അതെ മതം. അത് മതമാണ്. അതെ മതം. അതെങ്ങനെ മതാവാ? ഇത്തരം വിളിച്ചു പറയണ്ട. ഒരു കാര്യം എന്റെ സുന്നത്ത് കഴിച്ചത് മതാണ്. മതം പറഞ്ഞിട്ടാ എന്റെ സുന്നത്ത് കഴിച്ചത്. കഴിച്ചണേ. പിന്നെ
അത് കാണുമ്പോ എനിക്ക് ഇസ്ലാമിനെ വിമർശിക്കാൻ തോന്നും. എന്ത് ചെയ്യാ? അത് മുറിച്ചാൽ നല്ലതെന്ന് ഞാൻ കോമഡി പറയില്ല സുഹൃത്തെ. ഞാൻ നിങ്ങൾ വളരെ നല്ല രീതിയിൽ സംസാരിക്കാൻ ആഗ്രഹിച്ചാവുന്നു. ഞാൻ തമാശയായിട്ട് പറഞ്ഞല്ല, ഇന്നും പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് ഈ കൃത്യം ചെയ്യുന്നത് തെറ്റാണ്. ഞാൻ എന്റെ റസൂലിനെ കുറിച്ചും എന്റെ റബ്ബിനെ കുറിച്ചും ചർച്ച ചെയ്യാൻ നിങ്ങൾ താല്പര്യമില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല, വിവരമില്ലാത്തോട് സംസാരിച്ച് കാര്യമില്ല. ഞാൻ പറഞ്ഞതിൽ എന്താ പ്രശ്നം? ഞാനിപ്പോ പറഞ്ഞ എന്താ അറിയാം, അവനവന്റെ കാര്യം നോക്കി ചെയ്യും. എന്റെ കാര്യമാണ് ഞാൻ ഈ സുഹൃത്ത് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഹിന്ദുവിനായാലും ക്രിസ്ത്യൻസിനായാലും ആരെയും വിമർശിക്കണ്ട. അവനവനാരും നോക്കി ജീവിക്കും. നമ്മളെല്ലാരും വിമർശിക്കും. നിങ്ങൾ ഈ വിശ്വാസത്തിന് വിശ്വസിക്കുന്നവർ വിശ്വസിക്കേണ്ടെന്ന് പറയാനുള്ള ചങ്കുറ്റം കാണിക്കേ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. തന്റെ സുന്നത്ത് കഴിച്ചിട്ടുണ്ട്, തനിക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ട്, ഇനി ഇറങ്ങി പോയിക്കോ. ആരെങ്കിലും പിടിച്ചു നിർത്തിയോ? നിങ്ങളത് തിരിച്ച് റീസ്റ്റോർ ചെയ്താ ഞാൻ നിർത്തും വിമർശനം. എന്ത് റീസ്റ്റോർ ചെയ്യാൻ? നീ ആരാണ് സുഹൃത്തെ? ഈ പ്രപഞ്ചത്തിൽ നീ മനസ്സിലാക്ക, ഈ ഭൂമിയും മുകളിലും പല സംഭവങ്ങളും, അതിനൊരു തുള്ളി എന്താ പറയാ, പ്രപഞ്ചത്തിൽ എന്താ കൂടെ ഇല്ലാത്തൊരു മനുഷ്യൻ മനസ്സിലാക്കാം. അപ്പൊ ഫാബിസോ? ഞാനൊന്നും ഞാനായാലും ഫാബിസ് ആയാലും ഈ പ്രപഞ്ചത്തിൽ ഒരു തുള്ളിന്റെ പകുതിയായിട്ട് നമ്മൾ ഉണ്ടല്ലോ. ആവിയായിട്ട് പോലും എവിടെ ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി എന്തിനാ നമ്മൾ തമ്മിൽ തർക്കിക്കണേ? അത് താങ്കളുടെ ധാരണ. അതെ, താങ്കളുടെ ധാരണ. അത് മറ്റുള്ള മുകളിൽ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ആരടിച്ചേൽപ്പിച്ചേ? ഞാൻ ഇന്ന് വരെ ഒരു വിശ്വാസിനോടും പൊന്നുമോനെ നിസ്കരിക്കരുതേ, പൊന്നുമോനെ ചെയ്യരുതേ പറഞ്ഞിട്ടില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം സുഹൃത്തെ, ഒരു കാര്യം മനസ്സിലാക്കാം. എനിക്ക് ഒരുപാട് അമുസ്ലിങ്ങളായിട്ട് സുഹൃത്തുക്കളുണ്ട്. എനിക്ക് മുസ്ലിങ്ങളായിട്ട് ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ട്. പറയുന്നത് കേക്ക്. നിങ്ങൾക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ അമുസ്ലിം സുഹൃത്ത് എന്ന് എടുത്തു പറയാൻ എന്താ കാരണം? നിങ്ങൾ കേൾക്ക് ഫസ്റ്റ്. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളും എന്റെ കൂടെ പഠിച്ചതാണെങ്കിൽ ഇപ്പോഴും എല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. ഞാനിപ്പോ പറഞ്ഞ എല്ലാ മതത്തിനും റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, എല്ലാ മനുഷ്യന്മാരെ റെസ്പെക്ട് ചെയ്യും, ഒരു മതത്തെ റെസ്പെക്ട് ചെയ്യൂല. ഓക്കെ, താങ്കൾക്ക് മതമില്ലാത്ത വിഷയമല്ലേ? അതെ അല്ലേ? ഞാൻ പറഞ്ഞത് എല്ലാ മനുഷ്യരും ഞാൻ റെസ്പെക്ട് ചെയ്യും, ഒരു മതത്തിന് റെസ്പെക്ട് കൊടുക്കൂല. ചെയ്യുന്നില്ല, ഒരു മതത്തിന് റെസ്പെക്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്? ഇല്ല, മതത്തിനെ റെസ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. ചെയ്യണ്ട. ഇവിടെ ആരെങ്കിലും പറഞ്ഞോ താങ്കൾ റെസ്പെക്ട് ചെയ്യണമെന്ന്? ഞാൻ ആരോടും നിങ്ങൾ മതത്തിനെ റെസ്പെക്ട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല സുഹൃത്തെ. അതല്ല, ഞാനതല്ല ചോദിക്കുന്ന സുഹൃത്തെ. താങ്കൾക്ക് എന്താണ് നേട്ടം ഇങ്ങനെ വെറുതെ ഒരു കാര്യം? ഒരുപാട് ആളുകൾ ഇപ്പൊ ഇന്നലെ ഞാൻ ഒരു കാര്യം പറയാം. ഇന്നലെ എന്നെ കാണാൻ ഒരുപാട് കാലങ്ങളായിട്ട് എന്നെ വിമർശിച്ച്, ഇപ്പൊ താങ്കൾ വന്നതുപോലെ എന്നെ വിമർശിച്ചു തുടങ്ങിയ ഒരു സഹോദരി, അവരുടെ ഫാമിലി, അവരുടെ ഹസ്ബൻഡിന് അത്ര കാര്യമായ വിശ്വാസം ഉണ്ടായില്ല. അവർ സഹോദരി വന്നു, അവരുടെ കുട്ടികളുണ്ടായിരുന്നു. അവരെന്നെ കാണണം എന്നുള്ള ആഗ്രഹത്തോട് വന്നു. അപ്പൊ നിങ്ങളിപ്പോ എന്നോട് ചോദിച്ചില്ലേ, നിങ്ങൾക്ക് ഇതിങ്ങനെ വിമർശിച്ചിട്ട് എന്താണ് കിട്ടുന്നത് എന്നാണ് എനിക്ക് ആദ്യം അയച്ച മെസ്സേജ്. ഒരുപാട് മനുഷ്യന്മാർക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്കൊരു സമാധാനമുണ്ട്. ഞങ്ങളുടെ ഒരു സമാധാനത്തിനും ഞങ്ങളുടെ ഒരു വിശ്വാസത്തിനും ഞങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനയും ഞങ്ങൾ ഇത് ചെയ്യുന്നതിനും നിങ്ങളിത് വിമർശിക്കുമ്പോൾ ഞങ്ങൾക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? നിങ്ങൾക്ക് ചെയ്യാതിരുന്നൂടെ എന്ന് ചോദിച്ചിട്ടാണ് വിളിച്ചത്. 2 കൊല്ലം മുമ്പത്തെ കഥയാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ അതിന്റെ കാര്യകാരണ സഹിതം വിശദീകരിച്ചു കൊടുത്തു. അവർ ഇന്നലെ വന്ന് ഞങ്ങൾ ചായ കുടിച്ചിരിക്കുന്ന സമയത്ത് ഫാമിലി ആയിട്ട് അവർ വന്ന്, കുട്ടികളുണ്ട്. അപ്പൊ അവർ പറയുന്നത് എന്താ വെച്ചാൽ, ഒരു പാട്ട് കേൾക്കാൻ ആ ഫാമിലിയിൽ കുട്ടികളെയും കൂടെ പാട്ട് കേൾക്കാൻ സമ്മതിക്കൂലായിരുന്നു അത്രേ അവര്. ഞാനൊരു കുറച്ച് കാര്യം സംസാരിക്കട്ടെ. അല്ല, ഞാൻ പറയാം. അപ്പൊ ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത് നിങ്ങൾ ചോദിച്ചത് കൊണ്ട് ഞാൻ ചോദിക്കുന്നത്, അവരെന്നോട് പറഞ്ഞ കാര്യമാണ്. എനിക്ക് പതിയെ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ സുഹൃത്തൊരു കാര്യങ്ങൾ മനസ്സിലാക്കാം. 1400 മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് യുക്തിപരമായി ചിന്തിക്കുന്നതിൽ പല വ്യത്യാസങ്ങളുണ്ടാവും. നിങ്ങൾ ഒരു കാര്യം നിങ്ങളെ മെയിൻ ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങളിപ്പോ എന്താ ഫോക്കസ് ചെയ്യുന്നത് വളരെ വ്യക്തമാണ്. എന്താണ് അത് എന്നോട് അമുസ്ലിമായ സുഹൃത്തുക്കാരെ പറഞ്ഞു, നിങ്ങളല്ല കേട്ടോ, നിങ്ങളല്ല, അവരെ അങ്ങനെ ഒരാളുണ്ട്. സുഹൃത്തെ, നിങ്ങൾ എന്നോട് സംസാരിക്കേ,
ഞാൻ ഇപ്പൊ നിങ്ങളടുത്ത് വേറെ ആരെങ്കിലും കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമുണ്ടല്ലോ. അബ്ദുൽ നാസർ മാദരി പ്രസംഗിച്ചത് നിങ്ങളോട് ചോദിച്ചത് വല്ല കാര്യമുണ്ടോ? ഞാനതല്ല പറയുന്നത്, ഒന്ന് കേൾക്കൂ. ഞാൻ പറഞ്ഞത് വെച്ചാല് ഈ ഒരു അമുസ്ലിം എന്നോട് പറഞ്ഞതാണ്. ഞാൻ നിങ്ങൾ ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞിട്ട് പറയാണ്. ഈ വ്യക്തി എന്നോട് പറഞ്ഞു, ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെ മോശം കേൾക്കുന്നുണ്ട്, ഇസ്ലാമിനെ കുറിച്ച് വളരെ മോശം പറയുന്നുണ്ട്. പക്ഷേ ഈ കക്ഷി ഇതുവരെ മുസ്ലിം അല്ല കേട്ടോ. മുസ്ലിം ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല. ഓക്കെ, ആ വ്യക്തിക്ക് ഇസ്ലാമിലേക്ക് വരാൻ ഇങ്ങനെ മുട്ടി നിൽക്കുന്ന ആളാണ്. ആരും പിടിച്ചു വരുന്നുണ്ട്. നമ്മൾ ഇതുവരെ അയാളെ സംസാരത്തിലും വളരെ വ്യക്തമാണ്. ആരും നിർബന്ധിക്കുന്നില്ല കാര്യം. പക്ഷെ അയാൾ ഇങ്ങോട്ട് വന്ന് പറയാണ് ഖുർആൻ പഠിച്ച് അയാൾ ഖുർആൻ മനസ്സിലാക്കിയപ്പോഴാണ് ഖുർആൻ എന്താന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ നിങ്ങൾ നിങ്ങളല്ല പല സംവാദങ്ങളും ഈ എന്താണ് യുക്തിവാദികളെ പല സംവാദങ്ങളും നിങ്ങൾ ഈ പല കുറെ ഒക്കെ ഒഴിവാക്കിയിട്ട് പോയിന്റ് ടു പോയിന്റ് പറയും, പോയിന്റിലേക്ക് വരും. പല കുറെ എന്ന് വെച്ചാൽ മനസ്സിലായില്ല എന്താണ്? അതായത് പല കാര്യങ്ങള് കുറെ കാര്യങ്ങള് എപ്പോഴും അങ്ങനെയല്ല, സ്പെസിഫിക് ആയിട്ട് പറയൂ. പല കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ അതെങ്ങനെ മോശമാവാ? അല്ല മോശമല്ല, നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ നമുക്കത് സംസാരിക്കാൻ എളുപ്പമല്ലേ? ഞാൻ എന്താ പറഞ്ഞത്? യുക്തിവാദികൾ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു, അതിലെന്താ മോശമല്ലേ? അതെങ്ങനെയാണ് പോയിന്റ് ആവേണ്ടത്? സുഹൃത്തെ, നിങ്ങൾ ഞാൻ പറയുന്ന പല കാര്യങ്ങൾ പറയുന്നതിന് പകരം പല ചർച്ചകളും സമയം കളയാൻ, ഇതാണ് പ്രശ്നം. ഈ പല കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ ഒറ്റ മിനിറ്റ്, നിങ്ങൾ സ്ഥിരം ഡയലോഗാണത്. നിങ്ങൾ അത് പറയല്ല, നിങ്ങൾ ഇത് പറയല്ല, അത് ഒഴിവാക്കുക. ശരി, അപ്പൊ ഞാൻ അടുത്ത ആളിലേക്ക് പോവാം. കാരണം എന്താ അറിയോ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഇത്രയും നേരം സംസാരിക്കുന്നതിനിടയിൽ നിങ്ങൾ സ്നേഹത്തോടെ ഒരു കാര്യം പറയട്ടെ. ഒറ്റ മിനിറ്റ്. നിങ്ങൾ വിശ്വാസമില്ലെങ്കിൽ വിശ്വസിക്കണ്ട. വിശ്വസിക്കുന്നവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ വീഡിയോയും ഞാൻ വിശ്വാസികൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് പ്രകോപനം ഉണ്ടായ ഒരു കാര്യം പറയും. നേട്ടമില്ല, താങ്കൾക്ക് ഒരു നേട്ടമില്ല. താങ്കൾക്ക് ബഹളം ഉണ്ടാക്കല്ലേ? ഞാൻ പറയുന്ന കാര്യം കൊണ്ട് ആ നേട്ടത്തിന് വേണ്ടി സാധാരണക്കാരെയും പല എന്താ അറിയോ, അങ്ങനെ വെറുതെ എന്തെങ്കിലും പറഞ്ഞു പറ്റില്ല. ഞാൻ വിശ്വാസികളെ പ്രകോപിപ്പിച്ചു എന്നാണ് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രകോപനം ഉണ്ടായ ഒരു കാര്യം പറയും, ഒരു പോയിന്റ് പറയും. വേഗം കുറെ ആൾക്കാരുണ്ട്, അൺമ്യൂട്ട് ചെയ്തിട്ട് പറയും. നിങ്ങൾക്ക് പ്രകോപനം ഉണ്ടായ, ഞാൻ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾക്ക് പ്രകോപനം ഉണ്ടായ ഒരു കാര്യം പറയും. ഫാബിസ് പ്ലീസ്. വേഗം ആയിക്കോട്ടെ. ഫാബിസ് മ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്തിട്ട് പറയും. ഓക്കെ, അടുത്ത ആളിലേക്ക് പോവാം. സാജി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, പിന്നെ നമ്മുടെ എം അക്ബർ ഇന്ന് വീഡിയോ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. വിഷയം നമ്മുടെ വയനാട് ദുരന്തത്തിന്റെ സബ്ജക്ട്. ഓക്കെ, പിന്നുള്ളത് ഇവിടെ മദ്യവും മതവും തമ്മിലുള്ള ലഹരിയെ കുറിച്ചുള്ള ഒരു വിഷയത്തെ കുറിച്ച് 2-3 കാര്യങ്ങൾ മറ്റേ സംസാരിച്ചിരുന്നു. ഹലോ, ഒരു മിനിറ്റ് ഫാബിസെ. ഷാജി പറയും, കംപ്ലീറ്റ് ചെയ്യും. ഒരാൾ സംസാരിക്കുന്നത് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഷാജി. അപ്പോ ഈ മദ്യവും എന്താ പറയാ? ഓക്കെ, എന്നാ ശരി. ഷാജി കണ്ടിന്യൂ. ഫാബിസ്, നിങ്ങൾ സംസാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ നിർത്തിക്കോളാം. നിങ്ങൾക്ക് തുടർച്ചയായിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കും. സംസാരിച്ചോളൂ. ഓക്കെ, ശരി. ഫാബിസ് അപ്പോഴത്തേക്ക് ഒരു കാര്യം ചെയ്യേ. ഞാൻ ഒരു മിനിറ്റ്. ഫാബിസ് അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും പ്രകോപനം ഉണ്ടായ ഒരു പോയിന്റ് കണ്ടെത്തിയിട്ട് വരൂ, ഒരു സ്പെസിഫിക് പോയിന്റ് പറയൂ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഷാജി പറയൂ. പ്രകോപനത്തിന്റെ കാര്യം പിന്നെ ഞങ്ങൾ പ്രകോപിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥമല്ലല്ലോ. ഞാൻ താങ്കൾ ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. മനുഷ്യനാണ്, മതമല്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് പറഞ്ഞതാ. ശരി, താങ്കൾ മതമാവണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഉപദേശത്തിന് നന്ദി. ഞാൻ പച്ചയായ മനുഷ്യനായിട്ടാണ് ജീവിക്കുന്നത്. പച്ചയായിട്ട മനുഷ്യൻ, ചോപ്പായിട്ടുള്ള മനുഷ്യൻ എന്നല്ല മനുഷ്യൻ. ഞാൻ നിങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കുന്ന പോലെ ഞാൻ നിങ്ങൾ ഒരിക്കലും ഉപദേശിക്കില്ല. നിങ്ങൾ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞു, ഞാൻ മതമല്ല, ഞാൻ മനുഷ്യൻ. ഒരു മിനിറ്റ് ഷാജി, ഇതൊന്ന് തീർത്തോട്ടെ. ഷാജി അല്ല, ഫാബിസ് ആണ് സംസാരിക്കുന്നത്. ഫാബിസ്, എനിക്ക് പറയാനുള്ളത് വെച്ചാല്, നിങ്ങള്
നിങ്ങൾ പറയുന്നത് മുഴുവൻ ലിയാക്കത്തിൽ നിങ്ങളെയും പറയുന്നില്ല. നിങ്ങൾ പേഴ്സണലി അയാളെ ഹരാസ് ചെയ്തോണ്ടിരിക്കുന്നത്. അയാളെ ആ ലിയാക്കത്തിൽ നിങ്ങൾ അയാളുടെ തർക്കത്തിലേക്ക് പോണ്ട. ഞാൻ പറഞ്ഞത് തർക്കത്തിലേക്ക് പോണ്ട. വ്യക്തിപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിപരമായിട്ട് എത്ര ആളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്? ഫാബിസേ, ഒരു തർക്കത്തിലേക്ക് പോലെ പ്ലീസ്. നിങ്ങൾ കുറെ ആൾക്കാര് യുക്തിവാദികൾ ജീവിച്ചോളൂ. നിങ്ങൾ എത്ര ആളെ വ്യക്തിപരമായിട്ട് കളിയാക്കുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്? ഞാൻ ഒറ്റ ചോദ്യങ്ങളോട് കണ്ണാടി മുമ്പിൽ വെച്ച് സംസാരിക്കും. വ്യക്തിപരമായിട്ടല്ല പറയുന്നത്. നിങ്ങൾ പരിഹസിക്കാൻ നിങ്ങൾക്ക് ഒരു മിനിറ്റ്. ഫാബിസ്, ഒരു മതം ഈ നാട്ടിൽ ഈ നിരവധി മതങ്ങളുണ്ട്. ഫാബിസിനുള്ള മറുപടിയാണ്. ഈ നാട്ടിൽ നിരവധിയായിട്ടുള്ള മതങ്ങളുണ്ട്. പല മനുഷ്യരും മതവിശ്വാസികളാണ്. മതവിശ്വാസികളല്ലാത്തവരെയോ ഇതര മതസ്ഥരെയോ അവരെ ഞങ്ങളെ മതം മാത്രമാണ് ശരി എന്ന് പറഞ്ഞ് പ്രകോപിപ്പിക്കുന്ന ഇസ്ലാമും അതിന്റെ ദഅവ പ്രവർത്തകരും അതിന്റെ ദഅവ കോളേജുകളും നിലനിൽക്കുന്ന കാലത്തോളം സജീവമായിട്ടുള്ള ഇസ്ലാം വിമർശനമായിട്ട് ഇവിടെ ഉണ്ടാവും. നിങ്ങളുടെ അത്ര ചക്കര സാധനമൊന്നും അല്ല എന്ന് നമ്മൾ പറയും. മനസ്സിലായോ? ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വിൽക്കാൻ ശ്രമിക്കുന്ന കാലത്തോളം അതിന് റിവ്യൂ ഉണ്ടാവും. വളരെ വ്യക്തമാണ് നിങ്ങളുടെ അജണ്ട എന്താണെന്ന് വളരെ വ്യക്തമാണ് സുഹൃത്ത്. ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഒരു തെറ്റായ പ്രൊഡക്റ്റ് തെറ്റായ പരസ്യവാചകങ്ങളുമായി മാർക്കറ്റിൽ വിൽക്കാൻ ശ്രമിക്കുന്ന കാലത്തോളം ആ പ്രൊഡക്റ്റിന്റെ ക്രിട്ടിക്കൽ റിവ്യൂ ആയിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടാവും. ഡോണ്ട് വറി. അതിന് നിങ്ങളെ പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അത്ര ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ റിവ്യൂവിനെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഷാജി ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. അതുവരെ ഷാജി പറയും. ഓക്കെ, ഇവിടെ ഞാൻ കുറച്ച് നേരത്തെ കയറി ഇരുന്നവർ സംസാരിച്ചിരുന്നത് മദ്യവും മതവും തമ്മിലുള്ള കാര്യത്തെ കുറിച്ചായിരുന്നു. മദ്യവും മതവും അതായത് ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. ശരിക്കും രണ്ടിനും ലഹരിയുണ്ട്. അതായത് ഈ മതത്തിന് ലഹരി കൊടുക്കുന്ന സമ്പ്രദായം വരുന്നത് എങ്ങനെയാ വെച്ചാൽ അതിന്റെ മതപണ്ഡിതന്മാരിൽ നിന്നാണ്. ഇപ്പൊ എം അക്ബറിലൂടെയും അല്ലെങ്കിൽ ബാസിലൂടെയും അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. മുജാഹിദ് ബാലുശ്ശേരി ഇങ്ങനെയുള്ള ആളുകളിലൂടെയാണ് ഈ ലഹരി പാസ് ചെയ്യുന്നത്. ഇത് 3 വയസ്സ് മുതൽ പിടിച്ചുകാണ്ട് തുടങ്ങുന്ന ഒരു ലഹരിയാണ് ശരിക്കും. അല്ലാതെ അവരുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുത്തിട്ട് വരുന്ന ഒരു ലഹരി അല്ല. 3 വയസ്സ് മുതൽ ഈ ലഹരി ഇൻജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏത് ജീവിത സാഹചര്യത്തിലാണോ വളർന്നു വരുന്നത്, ആ വളർന്നു വരുന്നതിലൂടെ ഓരോ മതവും ഓരോ കുട്ടിയിലൂടെയും 3 വയസ്സ് മുതൽ പിടിച്ച് ഇൻജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ലഹരിയായിട്ട് തന്നെയാണ് പോകുന്നത്. ഈ ലഹരിയിൽ നിന്ന് ഒരു വിമുക്തമാവണം എന്നുണ്ടെങ്കിൽ ആദ്യം മനുഷ്യനായിട്ട് ചിന്തിക്കാൻ പഠിക്കണം. അതായത് ഈ ലോകത്തെ കുറിച്ചാണ് ചിന്തിക്കാൻ പഠിക്കണം. ഈ ലോകത്തെ കുറിച്ച് ചിന്തിക്കാൻ പഠിക്കുന്നില്ല. അതൊരു കിതാബിൽ മാത്രം ഒതുങ്ങിക്കൊണ്ടാണ് ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഒരു കിതാബിൽ മാത്രം ഒതുങ്ങിക്കൊണ്ട് ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ അത് കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇപ്പൊ ഇതുവരെ പറഞ്ഞിരുന്നത് മനുഷ്യനാവും എന്നുള്ളൊരു സംഭവമാണ്. പക്ഷെ ആ കിതാബിന്റെ ഉള്ളിലിരുന്നിട്ടാണ് ചിന്തിക്കുന്നത്. മദ്യത്തെയും ശരിക്കും മതത്തെയും ഒന്നിച്ച് കാണാൻ പാടില്ല എന്നാണ്. മദ്യം എന്ന് പറയുന്നത് കുറച്ച് സമയത്തേക്ക് മാത്രമാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് അതിന്റെ ലഹരി. അത് കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി ആ മദ്യത്തിന്റെ ലഹരിയിൽ നിന്ന് മോചിതയായിട്ട് വരുന്നുണ്ട്. ഏത് സമയത്താണ് അത് കഴിക്കുന്നത് ആ സമയത്താണ് അത് വീണ്ടും അയാൾക്കൊരു പ്രശ്നമായിട്ട് മാറുന്നത്. നേരെ മറിച്ച് മതം അങ്ങനെയല്ല, ജീവിതത്തിൽ ഉടനീളം ഒരു പ്രശ്നമായിട്ട് കൊണ്ടുവരുന്നത്. മതമാണ് ഏറ്റവും വലിയ ലഹരി എന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായിട്ടും പറയൂ. ഇനി പറഞ്ഞ 3 പേരും ഒരേ ആളുകളാണ്, അതല്ലാതെ വേറെ ആളുകളൊന്നുമല്ല. 3 പേരും ഒരേ ആളുകളാണ്. ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാല്, ഞാൻ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുന്ന ആളാണ്. അതേപോലെ ഇസ്ലാമിൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഞാൻ ഫോളോ ചെയ്യുന്നില്ല. ഞാൻ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുന്ന ആളാണ്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാല്, ഈ മനുഷ്യൻ എന്നുള്ള അവസ്ഥ ഉണ്ടല്ലോ,
മനുഷ്യൻ എന്നുള്ള അവസ്ഥ വിട്ടിട്ട് ഇസ്ലാം മാത്രം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഇവരുടെ ഇതൊക്കെ ഇവർക്ക് ഇപ്പോഴും ആശയങ്ങളല്ല ഈ പറയാനുള്ളത്, ആശയങ്ങൾ പറയുന്നില്ല. ഇപ്പൊ അയാള് മദ്യത്തിനെ കുറിച്ചിട്ട് അയാൾ പറഞ്ഞു തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി ഇതിപ്പോ അയാൾക്ക് നല്ല ഉണ്ടായിരുന്നു. കാരണം ശരിക്കും ഈ മതം തലത്തിലുള്ള ഒരു സംഗതിനെ കുറിച്ചിട്ട് ആള് പറഞ്ഞത്, ആള് മതത്തിനെ കുറിച്ചിട്ട് ഡെഫിനേഷൻ തന്നത്. പക്ഷെ ഞാൻ മുഹമ്മദ് നബിയിൽ ഭയങ്കര വിശ്വസമാണ്. പക്ഷെ ഞാൻ കണ്ട മുഹമ്മദ് നബിനെ ഇതല്ല, റെഫറൻസ് അല്ല എന്ന നിലവിൽ ഇവിടെ ഉള്ളത്. ലിയാക്കത്തിൽ എനിക്ക് മുഹമ്മദ് നബിയിലൂടെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. ലിയാക്കത്തിൽ പറയുന്ന കോണ്ടസ്റ്റ് വെച്ചിട്ട് ലിയാക്കത്തിൽ പറയുന്നത് മുഹമ്മദ്, അതായത് ഇപ്പോഴത്തെ ഇസ്ലാം എന്നുള്ള ആ സംഗതി പൊളിക്കുന്നുണ്ട്. അത് മനുഷ്യന്മാരുടെ കൈകടത്തലായിട്ടാണ് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അതായത് മുഹമ്മദ് നബി ഖുർആൻ എഴുതിയിട്ടില്ല, മുഹമ്മദ് നബി ഹദീസും എഴുതിയിട്ടില്ല. അതൊക്കെ പിന്നീട് വന്ന ഭരണാധികാരികളാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഈ രണ്ടിലും മാത്രമേ മുഹമ്മദ് ഉള്ളൂ. ഈ രണ്ടിലും അത് വെച്ചാല് നമ്മളിപ്പോ പ്രശ്നം അറിയോ, ഇതിനകത്ത് ഇപ്പം മുഹമ്മദ് ഇപ്പൊ മുഹമ്മദ് നബി ഖുർആൻ കൊണ്ടുവന്നിട്ടില്ല, മുഹമ്മദ് നബി ഹദീസും എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞാല് ഈ ഖുർആനും ഹദീസും ഉണ്ടെങ്കിൽ മാത്രമേ മുഹമ്മദ് നബി ഉള്ളൂ. അല്ല, ഈ വന്ന പ്രബുദ്ധരുണ്ട്. ഇപ്പൊ ഓഷോ, ശ്രീനാരായണ ഗുരു, അതുപോലെ മുഹമ്മദ് നബി, യേശു, ഇങ്ങനെ വന്ന പ്രബുദ്ധരുടെ പേരിൽ എല്ലാ മതങ്ങളും ഉണ്ടായിട്ടുണ്ട്. എല്ലാരും വലിയ മതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോ മറ്റേ എന്താ പറയാ, ഈ മതങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് മനുഷ്യരിലൂടെ. മുഹമ്മദ് നബി മറ്റേ ചെയ്തിട്ടില്ല, ഈ ഖുർആൻ എഴുതി വെക്കാൻ മുഹമ്മദ് നബി കണ്ടു. അപ്പൊ ഓഷോ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇരുന്ന് നന്നായി പറയുന്ന ആളാണ് ഓഷോ. ഇതെല്ലാം ഒരാള് എഴുതി വെച്ചിട്ട് നാളെ ഇത് ദൈവിക ഗ്രന്ഥമാണ്, ഇതില് ഒരു പാടില്ലാതെ പിന്നീട് ഒരാൾ അത് എഴുതി വെക്കും. അതിന് മുന്നേ ഒരുപാട് കാര്യങ്ങൾ പോലെ റമദാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, അതേപോലെ അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നശിപ്പിച്ചിട്ടാണ് പിന്നീടുള്ള ഒരു ഖുർആൻ എന്ത് ചെയ്യുന്നത് വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ഈ കാലഘട്ടത്തിലുള്ളത് ആരെഴുതിയതായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്? ഏത് ഞാൻ വിചാരിക്കുന്നത് ഉസ്മാൻ തൊഴിലാളിന്റെ കാലത്താണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഖുർആൻ എഴുതി വെക്കപ്പെട്ടിട്ടുള്ളത് ഈ ഉസ്മാൻ തൊഴിലാളിന്റെ മരുമകനായിരുന്നു മുആവിയ. മുആവിയയുടെ മറ്റേ പേരക്കുട്ടികളാണ് മുആവിയയുടെ മക്കൾ. ആ സന്തതികളാണ് മുഹമ്മദ് നബിയുടെ പരമ്പര മുഴുവൻ കൊന്നു തള്ളുന്നത്. ഈ കൊന്നു തള്ളിയ ആളുകൾ എഴുതിയ ഇസ്ലാമാണ് ഇന്ന് നിലവിൽ കാണുന്നത്. ഇത് ബോധ്യപ്പെട്ടപ്പോഴാണ് ഞാൻ മുആവിയും യസീദുമാണ് നിങ്ങളെ മനസ്സിൽ കൾപ്രിറ്റുകൾ, പ്രശ്നക്കാര്. മുആവിയും യസീദും മാത്രമല്ല, പിന്നീട് അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള ഒട്ടുമിക്ക ആളുകളും അത് ഫോളോ ചെയ്തിട്ടാണ് പിന്നെ വന്നിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ഈ ലിയാക്കത്തിന് അറിയാൻ കാരണം എന്താണെന്ന് വെച്ചാല്, എന്നോട് ഒരാള് വളരെ ഗൗരവമായിട്ട് മുന്നേ പറഞ്ഞു, എനിക്ക് ജീവിതത്തിൽ ഒരേ ഒരു ആഗ്രഹമുള്ളൂ, ലിയാക്കത്തിലിനെ കൊല്ലുക എന്നുള്ള ഒരേ ഒരു ആഗ്രഹം. അതാണ് എന്റെ ജീവിതത്തിലുള്ള ഒരേ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞത്. അന്നാണ് ഞാൻ ലിയാക്കത്തിലിനെ അറിയണത്. സീരിയസ്ലി പറഞ്ഞു, സീരിയസ് ആയിട്ടും പറഞ്ഞു, ശരിക്കും പറഞ്ഞാണ്, അല്ലാണ്ട് വളരെ ഇതായിട്ട് പറഞ്ഞല്ല. ഏത് ജില്ലക്കാരനാണെന്ന് പറയാൻ പറ്റുമോ? അയാള് തൃശ്ശൂർ ജില്ലക്കാരനാണ്. അപ്പൊ അത് ചിലപ്പോ എന്താന്ന് വെച്ചാല് ആവേശം മുത്തിട്ടൊക്കെ പറയണമായിരിക്കും. പക്ഷെ അയാളുടെ എഡ്യൂക്കേഷൻ മാനസികാവസ്ഥയിലുള്ള ജീവിതശൈലി ഒന്നുമില്ല അയാൾക്ക്. അയാള് രണ്ടാമത് ഒരു തെരീക്കത്തൊക്കെ ഉണ്ടല്ലോ, ഈ നൂരിഷ തെരീക്കത്ത്, അതിന്റെയൊക്കെ ഒരു ഖലീഫയൊക്കെ കൂടിയിട്ടാണ്. അപ്പൊ അയാള് ജീവിത സുഖലോലുപതയില് ജീവിച്ചു പോണ ഒരാളും കൂടിയിട്ടാണ്. അപ്പൊ അന്നാണ് ഞാൻ ലിയാക്കത്തിൽ നിന്നുള്ള ഒരു സംഗതി കേൾക്കുന്നത്. പിന്നീടാണ് നമ്മളുടെ റെഫറൻസ് നമുക്ക് എനിക്ക് ഞാനിങ്ങനെ ഒരുപാട് അന്വേഷിച്ച് പിന്നീട് ഒരുപാട് ഇങ്ങനെ ഈ ഇസ്ലാം ഇപ്പൊ നേരിലുള്ള ഇസ്ലാമിന്റെ കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ വിമർശിക്കുന്നവർ കേൾക്കണം തോന്നി. അങ്ങനെ ഒരുപാട് ആൾക്കാരെ കേൾക്കാനായിട്ട് അവഹേളിക്കാണ്ട് സമ്മതിക്കുന്നത് ലിയാക്കത്തിലെന്ന് എനിക്ക് തോന്നി. ലിയാക്കത്തിലെ നല്ല വൃത്തിക്ക് ഈ ചിരിച്ച് സംസാരിക്കുന്നതാണ് അപ്പൊ അവർക്ക് എന്നെ കൊല്ലപ്പെടാനുള്ള കുറ്റം.
അതാണ് അതെന്താ വെച്ചാൽ അത് ഈ സംഖ്യയാണ് അത് പോയി, ഓഡിയോ പോയി. നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. 12 കഴിഞ്ഞു. ഞാൻ 1 മണിക്കൂറിനൊന്നും വിചാരിച്ചിരുന്നതാ, തൊണ്ടയൊന്നും ശരിയല്ലാത്തോണ്ട്. അതില് ഇവരിപ്പോ വന്നിട്ടിപ്പോ ലിയാഖത്ത് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിനോട്, ഒരു മനുഷ്യനോട് ആക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലിയാഖത്ത് ചെയ്യുന്നില്ല. അപ്പൊ ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാവും. എനിക്ക് വേറെ ഒന്നും പറയാനൊന്നുമില്ല. ലിയാഖത്ത് പറയുന്നതുകൊണ്ട് ലിയാഖത്തിൽ അങ്ങോട്ട് തീരുമാനമാക്കുക. ഓക്കെ. പക്ഷെ നിങ്ങൾ ആ പറഞ്ഞ കാര്യം സീരിയസ് ആണെങ്കിൽ നിങ്ങൾ പിന്നെ ദയവായിട്ട് എനിക്ക് പേഴ്സണലായിട്ട് ചില ഇൻഫർമേഷൻസ് തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മൾ പ്രിവെൻഷൻ എടുക്കണമല്ലോ. ശരി, എന്റെ നമ്പർ കൊടുക്കും. ശരി. ഓക്കെ, താങ്ക് യു. എന്റെ നമ്പർ ഞാനിവിടെ പിന്നെ ചാറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. ആൻഡ്രൂ, നിങ്ങളും കൂടിയുള്ളൂ, സംസാരിച്ച് നിർത്താം. പറയും. ഞാൻ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനായിരുന്നു. ഒന്ന്, ഇപ്പൊ നിങ്ങളുടെ ഡിബേറ്റിൽ വന്നിട്ടെല്ലാം ഒരേ പോയിന്റ് പറയുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലിയാഖത്ത് അലിയും ആരിഫും, അതായത് യുക്തിവാദികളെല്ലാം ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പാണെന്ന് തെളിയിക്കാനായിട്ടുള്ള അവരുടെ ഒരു അമിതമായിട്ടുള്ള ഒരു ആവേശമോ, അല്ലെങ്കിൽ ബാസിലൊക്കെ വീഡിയോയിൽ പറയുന്ന പോലെ ആ ഒരു എന്തൊരു വേർതിരിവ് ഉണ്ടെന്നുള്ള ഒരു തെളിയിക്കാനായിട്ടുള്ള ഒരു ശ്രമം അവര് വളരെ ശ്രമിക്കുന്നതായിട്ട് തോന്നി. പിന്നെ അതുപോലെ എനിക്ക് ഞാന് ഇതുപോലെ ശ്രദ്ധിച്ച് ഞാൻ വളരെ കേട്ടപ്പം ഇപ്പൊ ഡിബേറ്റിനെ കുറിച്ച്, അക്ബറുമായിട്ടുള്ള ഡിബേറ്റിനെ കുറിച്ച് ഇവിടെ എല്ലാരും ചർച്ച ചെയ്യുന്നത് കണ്ടത് കൊണ്ട് മാത്രം പറയുന്നതാണ്. അതൊരു വളരെ വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരുമാതിരി ബ്ലാക്ക് ബോക്സിൽ കൊണ്ടുവന്ന് ഖുറാനിലെ വേർഡ് ഏതെങ്കിലും ഇപ്പൊ ഒരു വേർഡ്, ഇപ്പൊ അതായത് അന്ന് പോപ്പുലർ ആയിട്ടുണ്ടായിരുന്ന പല സയന്റിഫിക് ക്ലെയിംസും എടുക്കാതെ വളരെ വിചിത്രമായിട്ടുള്ള ഒരു സയന്റിഫിക് ക്ലെയിംസ് ഖുറാന് വാക്യം എടുത്തിട്ടാണ് ഇവര് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചത്. അപ്പൊ അങ്ങനെ ഒരു വാക്യം വരുമ്പം ഈ വാക്യത്തെ കുറിച്ച് നേരത്തെ ഇ എ ജബ്ബാറിന് അറിയത്തില്ലാത്തത് കൊണ്ടും, പിന്നെ ഇ എ ജബ്ബാർ ഒരു ശാസ്ത്രീയമായിട്ട് അത്ര ഒരു ആളല്ല എന്നുള്ളൊരു ധാരണയും വെച്ചോണ്ടാണ്, അതായത് ഖുറാനിനെ ബേസ് ചെയ്യാതെ ഇവര് വേറൊരു ഡയമെൻഷനിലാണ് ഡിബേറ്റ് നടത്തിയത്. ഇനിയൊരു ഡിബേറ്റ് ഇ എ ജബ്ബാറുമായിട്ട് നടത്തുമ്പം അങ്ങനെ, അതായത് ഇപ്പൊ ഇവർ അറബി ഭാഷ എന്ന് പറഞ്ഞ് മാറ്റുന്നത് പോലെ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവാതിരിക്കാനായിട്ട് ലിയാഖത്ത് ശ്രമിക്കണം എന്നാണ് എൻ്റെ ഒരു. തീർച്ചയായിട്ടും നമ്മൾ ആ കാര്യം പഴുതടച്ചിട്ടുള്ള മുന്നോട്ട് പോക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ നാൾ വഴികളും വിഷയങ്ങളും ഒക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടാണ് ഓരോ കുറിപ്പും ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എനിവേ താങ്ക് യു ആൻഡ്രീസ്. ഓക്കെ, അപ്പോൾ ഇനി ആരുമില്ലെന്ന് വിചാരിക്കുന്നു. ഫാറ്റെക്സ് നമ്മൾ നിർത്തുകയാണ്. പ്രതീക്ഷിക്കാതെ അത്രയും സുദീർഘമായ ഒരു ഇരിപ്പായി പോയി. അപ്പോൾ കുറേ സമയമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന, അപ്പോൾ ഫാറ്റെക്സ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞ് തീർക്കാം. ഹലോ, പറയൂ. കേൾക്കാവോ? കേൾക്കാം. പിന്നെ ലിയാഖത്ത് ഭായ്, നമുക്ക് ഇടക്ക് ഈ ലൈവ് ഇതേപോലെ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കാൻ മാത്രമായിട്ട് ഇടക്ക് തെരഞ്ഞെടുത്തൂടെ? കൂടുതൽ സമയം ഇങ്ങനെ അഭിപ്രായം പറയാൻ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് അതിനു വേണ്ടി മാറ്റി വെക്കാന്ന് ഞാൻ വിചാരിക്കുന്നു. ശനിയാഴ്ചകളിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ആഴ്ചയിൽ 1-2 ദിവസം പറ്റാന്നുണ്ടെങ്കിൽ കാര്യമായിരുന്നു. ലിയാഖത്ത് പിന്നെ സമയം അനുസരിച്ച് പറ്റുന്നുണ്ടെങ്കിൽ മറ്റു വിഷയങ്ങൾക്കുള്ള സമയം പോയി കിട്ടും എന്നുള്ളതാണ് പ്രശ്നം. 2 കാര്യങ്ങളാണ്. ഒന്ന്, സുദീർഘമായിട്ട് നീണ്ടുപോയാലേ വർക്കിംഗ് ഡേയ്സിന്റെ തലേദിവസം ആണെങ്കിൽ പിറ്റേ ദിവസത്തെ വർക്കിനെ ബാധിക്കും, അന്നത്തെ ഉറക്കത്തിനെ ബാധിക്കും, അപ്പൊ വർക്കിനെ ബാധിക്കും. അതൊരു പ്രശ്നമുണ്ട്. അപ്പൊ വെള്ളി ശനി ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ആഴ്ചയിൽ. അതെ, പ്രത്യേകിച്ച് ലൈവ് കാര്യമായിട്ടുള്ള ലൈവ് ഇല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് ഇതേപോലുള്ള പൊതുവെ പബ്ലിക് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്നത്. പിന്നെ ഒരാൾക്ക് തന്നെ കൂടുതൽ സമയം കൊടുക്കാതെ എല്ലാവർക്കും സമയത്തിന്റെ ഒരു ലിമിറ്റേഷൻ വെച്ചുകൊണ്ട്
യെസ്, അത് മറ്റേത് നമുക്ക് ഒരാൾ ശ്രമിക്കാം. തന്നെ അരമണിക്കൂർ അങ്ങനെയുള്ള ശ്രദ്ധിക്കും. ഓക്കെ, അത്രേ പറയാനുള്ളൂ. ഓക്കെ, ബാക്കിയൊക്കെ ഓക്കെ. നമുക്ക് ചാറ്റ് വിത്ത് മുർത്തദ് എന്നുള്ള ടൈറ്റിൽ ഈ ഒരു പ്രോഗ്രാം നമുക്ക് വെള്ളിയാഴ്ചകളിൽ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വെള്ളിയാഴ്ച രാത്രികളിൽ ചെയ്യാം. അപ്പം അല്ലെങ്കിൽ ശനിയാഴ്ച രാത്രി, അത് ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ അങ്ങനെ ആകുമ്പോൾ എനിക്ക് അവധി ദിവസത്തിന്റെ പ്രശ്നം വരില്ല. അതെ, നന്നായിരിക്കും. ഓക്കെ, ഓക്കെ. താങ്ക് യു ഫാറ്റക്സ്, താങ്ക് യു, താങ്ക് യു. അപ്പോൾ വന്ന സംസാരിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് വന്ന് സംസാരിക്കുന്നവരിൽ ആവേശം കുറച്ചാൽ നല്ലതായിരിക്കും. കാരണം ഞാൻ അത്ര ഒരു ആവേശ് കുമാർ അല്ലാത്തതുകൊണ്ട് കേട്ടിരിക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടിയൊക്കെ നമ്മൾ എന്താ പറയുക, വളരെ സൗമ്യമായി കാമായിട്ട് എല്ലാ കാര്യങ്ങളും പറയാൻ വിശ്വാസികളും കൂടി എൻ്റെ കൂടെ വന്നിരുന്ന് കുറേ കാലം സംസാരിച്ചാൽ ശരിയാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിവേ, എല്ലാവരോടുമുള്ള നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമുക്ക് നാളെ മറ്റൊരു വിഷയവുമായിട്ട് കാണാം. ശുഭരാത്രി. അതിനിടയിൽ താങ്ക്സ് പറയാൻ വിട്ടുപോയ, സ്പെഷ്യൽ താങ്ക്സ് പറയേണ്ട ആളുകളുണ്ടായിരുന്നു. അവരുടെ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. സജീവ് കേരള, വിഷ്ണു കൊട്ടായി, എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. ഒരുപാട് നീണ്ടുപോയി. ഗുഡ് മോർണിംഗിൻ്റെ അവിടത്ത് എത്തി. ഒറ്റയ്ക്ക് ഒരാളാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും SK ഫാറ്റക്സിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നു എന്ന് പറയുന്നു. ചാറ്റ് വിത്ത് മുഹൂർത്തത്തിൽ നമുക്ക് ഒരാൾക്ക് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഡീഷണൽ 2 മിനിറ്റ്, 4 മിനിറ്റിൽ മൊത്തം ഒരു 5 മിനിറ്റ് ഒരു വ്യക്തിയോടുള്ള സംസാരം എന്ന രീതിയിൽ നമുക്കത് പരിമിതപ്പെടുത്താം. പരമാവധി 3 മിനിറ്റ് അഡീഷണൽ വേണമെങ്കിൽ ഒരു 2 മിനിറ്റ് കൂടി, 1 മിനിറ്റ് അങ്ങനെ അത് നമുക്ക് ശ്രമിക്കാം. അത് നമുക്ക് മിക്കവാറും ശനിയാഴ്ച രാത്രികളിൽ ചെയ്യാമെന്നും കൂടി ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ച് സമയം ദീർഘമായിട്ട് ഇരുന്ന് പോയാലും വലിയ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇന്ന് ഈ ആഴ്ചത്തേത് ഇപ്പോൾ ഇങ്ങനെ പോട്ടെ. ഇനി വരുന്ന ശനിയാഴ്ച മുതൽ നമുക്കത് ചെയ്യാവുന്നതാണ്. ഓക്കെ. പക്ഷെ അതിൽ എന്നെ ഇന്ന് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം, അല്ലെങ്കിൽ എന്നെ ഞെട്ടിക്കുന്ന കാര്യം, നേരത്തെ ആ സുഹൃത്ത് പറഞ്ഞതുപോലെ എന്നെ കൊലപ്പെടുത്തുക എന്ന ഒറ്റ ആഗ്രഹം വെച്ച് ജീവിക്കുന്ന ആളുകൾ ഇന്ന് കേരളത്തിലുണ്ട് എന്ന്, അതൊരു വലിയ ഷോക്കിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിന് മാത്രമൊക്കെ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റാത്തത് കൊലപാതകത്തിലൂടെ സാധിച്ചെടുക്കാം. സാമാന്യമായ സംസാരത്തിലൂടെ കഴിയാത്തത് കൊലപാതകം കൊണ്ട് നേടിയെടുക്കാം എന്നൊക്കെ വിചാരിക്കുന്ന വിഡ്ഢികൾ ഇന്നും കേരളത്തിലുണ്ട് എന്ന് വിചാരിക്കുന്നത്, അത് അങ്ങനെ ഉൾക്കൊള്ളാൻ തന്നെ പറ്റുന്നില്ല. എനിവേ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് വിചാരിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടി ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.